ആ പരീക്ഷണങ്ങളെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് പടച്ചവനെ തരണം എന്നാ ദ്വാരക്കേണ്ടത്. അല്ലാഹു നമുക്ക് ആ മനക്കരുത്ത് തരട്ടെ. ഞാനൊരു മുസ്ലിമാണെന്ന അന്തസ്സിൽ ജീവിക്കാൻ പ്രയാസമുള്ള കാലത്ത് മുനാഫിക്കീങ്ങൾ എന്ത് ചെയ്യുന്നറിയോ? കയ്യുമ്മ കെട്ടുകെട്ടാൻ തുടങ്ങും, കഴുത്തിൽ മാലയിടുന്നുണ്ട്. ഇതാരെന്നറിയോ? മുസ്ലിമീങ്ങളായ ആളുകൾ. അത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന്റെ ആചാരമായിട്ടോ രീതിയായിട്ടോ കൊണ്ടു നടക്കപ്പെടുമ്പോഴാണ് ഇതിന്റെ അപകടം നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും മഹാനായ ഒരു അള്ളാഹിന്റെ ഒരു വലിയന്റെ അടുത്ത് റുഖിയ ചെയ്ത് മന്ത്രിച്ചൂതി വാങ്ങിയ ഒരു റുഖിയയാണ്, അല്ലെങ്കിൽ ഒരു തമീമത്താണ്. അതൊന്നുമല്ല, വെറുതെ കെട്ടുക, ചുവപ്പും കറുപ്പൊക്കെ കെട്ടിയിട്ട് കഴുത്തിലൊരു മാല, സ്റ്റീലിന്റെ മാല, വെള്ളിയുടെ മാല, ചെയിന് കൊണ്ടിടക്കുക കൂളായിട്ട്. ഇപ്പൊ കണ്ടാ ഇവനെ ഏതാ ജാതി എന്നറിയില്ല. എന്തിനാത് തന്നെന്നറിയോ? ഞാനൊരു മുസ്ലിമാണ് എന്ന് പറഞ്ഞ് എൻ്റെ ഐഡന്റിറ്റി മുസ്ലിം എന്ന് അറിയപ്പെടാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതതിൻ്റെ അർത്ഥം. കപടവിശ്വാസികളെ കൊയ്തെടുക്കുന്നതാണ് ഫിത്നകൾ. പരീക്ഷണങ്ങൾ വരുമ്പോ കപടവിശ്വാസികളെ വേറെ മനസ്സിലാവും. അവര് പേരും ഐഡിയൊക്കെ മാറ്റും, ആൾമാറാട്ടം നടത്തും അവര്. എന്നാൽ മുഅ്മിനീങ്ങൾ മുഅ്മിനായിട്ട് തന്നെ നിലനിൽക്കും, ആരൊക്കെ എന്തൊക്കെ ചെയ്താൽ. لا تزال طائفة من أمتي ظاهرين على الحق لا يضرهم من خالفهم حتى يأتي أمر الله. അല്ലാഹുവിന്റെ തീരുമാനം നടക്കുന്നവരെ എന്റെ ഉമ്മത്തിലെ ഒരു വിഭാഗം ആളുകൾ സത്യത്തിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കും. അവരെ ആരൊക്കെ എതിർത്താലും അവർക്കതുകൊണ്ട് ഒരു ശല്യവും. വിശ്വാസികൾ ലോകാവസാനം വരെ നിലനിൽക്കുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലതുബ്ലവുന്ന ഫീ അംവാലികും വഅൻഫുസികും. നിങ്ങളുടെ സമ്പത്തിലും മക്കളിലും നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും. സൂറത്ത് ആലി ഇംറാൻ. വലതസ്മഉന്ന മിനൽ മുമ്പ് വേദം നൽകപ്പെട്ട വിഭാഗങ്ങളുടെ നാക്കിൽ നിന്ന്, അവരുടെ എഴുത്തുകളിൽ നിന്ന്, അവരുടെ ആളുകളുടെ പുസ്തകങ്ങളിലൂടെ, അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ നിങ്ങളെ വേദനിപ്പിക്കുന്നത് പലതും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരും. വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. അവര് മാത്രമല്ല, ബഹുദൈവ ആരാധന നടത്തുന്ന ആളുകളിൽ ഒരു വിഭാഗം ആളുകളിൽ നിന്ന്, ബഹുദൈവ ആരാധന നടത്തുന്നവരിൽ ഒരു വിഭാഗം ആളുകൾ, അവരിൽ നിന്ന് നിങ്ങൾക്ക് വേദനിക്കുന്ന വാക്കുകൾ കേൾക്കേണ്ടി വരും. വളരെ പ്രയാസമുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. എന്ത് ചെയ്യണമെന്നാ ഖുർആൻ പറഞ്ഞത്? എന്താണ് അല്ലാഹുവിന്റെ തീരുമാനം? വമിനല്ലദീന അശ്റകൂ അദൻ കസീറാ. ഇസ്ലാമിനെ സംബന്ധിച്ച് യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് ആയാത്തുൽ ഖിതാൽ, യുദ്ധക്കളത്തിൽ വെച്ച് നടത്തേണ്ട ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു വിശ്വാസി എങ്ങനെ സധൈര്യം തിന്മയെ നേരിടണമെന്ന് അല്ലാഹു യുദ്ധക്കളത്തിനെ സംബന്ധിച്ച് പറഞ്ഞ ആയത്തുകള്. മക്കയിലെ അഹദിനെ സംബന്ധിച്ച് മക്കയിലെ കരാറുകൾ ലംഘിച്ചപ്പോ ആ കരാറ് ലംഘനം നടത്തിയവരോട് എങ്ങനെ പെരുമാറണം എന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകള്. ഇതൊക്കെ എടുത്തു കളഞ്ഞിട്ട് സാഹചര്യങ്ങളിൽ നിന്ന് അടർത്തു മാറ്റിയിട്ട് വിശുദ്ധ ഇസ്ലാം യുദ്ധമാണ് പറയുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകൾ സൂറത്ത് ആലി ഇംറാനിലെ 186 ആയത്തൊന്ന് കേൾക്കണം. നിങ്ങൾക്ക് വേദനിക്കുന്ന പലതും കേൾക്കേണ്ടി വരും, നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകും. നിങ്ങൾക്കെതിരെ എന്ത് ചെയ്യണം? വഇൻ തസ്ബിറൂ വതത്തഖൂ ഫഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നിങ്ങൾ ക്ഷമിക്കുകയും നിങ്ങൾ യുദ്ധത്തിനിറങ്ങല്ല ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ക്ഷമിക്കേണ്ടവരാണ്, സംയമനം പാലിക്കേണ്ടവരാണ്. നിങ്ങൾ ആത്മശാന്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, സമുദായത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആയുധമേന്തേണ്ടവരല്ല. വഇൻ തസ്ബിറൂ വതത്തഖൂ. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടും. അത് യുദ്ധരീക്ഷ മലിനീകരണം, കടലിലെ ജീവജാതി പ്രത്യക്ഷമായിരിക്കുന്നു. ബിമാ കസബത് ഐദിന്നാസ്. മനുഷ്യൻ ചെയ്ത തിന്മകൾ കാരണമായി. ലിയുദീഖഹും ബഅദല്ലദീ അമിലൂ. മനുഷ്യർ ചെയ്ത തിന്മകൾക്ക് ശിക്ഷയായിട്ടാണ് ചിലതെങ്കിലും അല്ലാഹു ഇവിടെ നടത്തുന്നത്. ലഅല്ലഹും യർജിഊൻ. സമാധാനമില്ലാത്ത, സ്വസ്ഥതയില്ലാത്ത ജീവിതം വരുമ്പോ അല്ലാഹുവിലേക്ക് കൂടുതൽ മടങ്ങേണ്ടവരാണ് നമ്മൾ, അല്ലാഹുവിലേക്ക് കൂടുതൽ അടുക്കേണ്ടവരാണ് നമ്മൾ. ലോകത്ത് നടക്കുന്ന പരീക്ഷണങ്ങൾക്ക് കാരണമുണ്ട്.
നമ്മുടെ വിഷയം പരീക്ഷണങ്ങളിലും പ്രതീക്ഷയുടെ നാമ്പുകൾ എന്നാണ്. സത്യവിശ്വാസികൾ ഈ ഹദീസുകൾ അനാവരണം ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രതീക്ഷ കൈവിടേണ്ടവരല്ല. ലോകത്ത് നന്മ വരാനുണ്ട്. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് നമുക്ക് വഴിയെ ചർച്ച ചെയ്യാനുമുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറൽ മുഹാജിരീൻ, എൻ്റെ മുഹാജിറുകളെ. ആരാണ് മുഹാജിർ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ സഹാബിമാർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ തങ്ങൾ, ഉമർ റളിയല്ലാഹു അൻഹു, അലി തങ്ങൾ, ഇവരൊക്കെ മുഹാജിറുകളെ. ഇവിടെ മുസ്തദ്റക് മഹാനായ ഇബ്നു ഹിബ്ബാൻ, ഇബ്നു ഖുസൈമ രണ്ടുപേരുടെയും സ്വഹീഹുകളിൽ വന്നിട്ടുള്ള ഹദീസ്. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഫമാ ളഹറത്തിൽ ഫാഹിഷതു ഫീ ഖൗമിൻ, ഏതെങ്കിലും ഒരു സമൂഹത്തിൽ വ്യഭിചാരം പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ, വ്യഭിചാരം പ്രത്യക്ഷപ്പെടുകയും ഫഅലനൂ ബിഹാ, അവരത് പരസ്യപ്പെടുത്തുകയും ചെയ്താൽ. ഇഅ്ലാൻ അറബിയിൽ പറഞ്ഞ എന്താ അർത്ഥം? അഡ്വേർട്സ്, അഡ്വർടൈസ്മെന്റിനാണ് എന്ത് പറയാ? ഇഅ്ലാൻ എന്ന് പറയാ, പരസ്യപ്പെടുത്തുക. വാട്സപ്പിലൊക്കെ പരസ്യപ്പെടുത്തുക എന്ന് പറയില്ലേ? ഫേസ്ബുക്കിൽ പരസ്യപ്പെടുത്തി അല്ലേ? സോഷ്യൽ മീഡിയയിൽ പരസ്യപ്പെടുത്തി, ഇഅ്ലാൻ ചെയ്തു. വ്യഭിചാരം ഏതെങ്കിലും ഒരു സമൂഹത്തിൽ പ്രത്യക്ഷമാവുകയും, ആദ്യം പറഞ്ഞത് അള്ളാഹുവിന്റെ ലോകമാണ്. നിരീശ്വരവാദികൾ അംഗീകരിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും ഇത് അള്ളാഹുവിന്റെ ലോകമാണ്. ഇതൊരു സൃഷ്ടാവ് നിർണയിച്ചതാണ്. അള്ളാഹുവിന്റെ സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. ഒരു ജലദോഷം പിടിച്ചാൽ ബെഡിൽ പോയി മുടി പൊതിച്ച് കിടന്ന് എണീക്കാൻ പറ്റാത്ത ദുർബലനായ മനുഷ്യൻ, ഇതിനൊന്നും ഞാനും വേണ്ടാന്ന് പറഞ്ഞാലും അലാ റഗ്മി ഉനൂഫിഹിം, അള്ളാഹുവാണ് ഇതിന്റെ ഖാലിഖ്, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അവനാണ് കാര്യങ്ങൾ നടത്തുന്നത്. അള്ളാഹു വിവരിക്കുകയാണ് ഇവിടെ എന്താണ് നടക്കാൻ പോകുന്നത്, എന്താണ് നടക്കുന്നത്. വ്യഭിചാരം പ്രത്യക്ഷമാവുകയും അത് ജനങ്ങൾ പരസ്യപ്പെടുത്തുകയും ചെയ്താൽ, ഇല്ലാ വളഹറത് ഫീഹിമുൽ ഔജാഅ്, അവരിൽ വേദനയുള്ള അസുഖങ്ങൾ വരും, അസുഖങ്ങൾ വരും. വല്ലംറാദുല്ലതീ ലം തകുൻ ഫീമൻ മളൗ മിൻ അസ്ലാഫിഹിം, അവരുടെ മുൻഗാമികൾ കേട്ടിട്ടോക്കണം. അർത്ഥഗർഭമായ ആശയങ്ങളെ വളരെ കണിശമായ വാക്കുകളിൽ ആശയസമ്പുഷ്ടമായ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള ഭാഷാ കഴിവ് അല്ലാഹു ഹബീബിന് നൽകിയിട്ടുണ്ടെന്ന് മഹാനായ നബി തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹബീബിന്റെ വാക്കുകളെ വളരെ ഗൗരവത്തിലാണ് നമ്മൾ അർത്ഥം വെക്കേണ്ടത്. വ്യഭിചാരം നടക്കുകയും അത് പ്രത്യക്ഷമാവുകയും, പ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഏറ്റവും വലിയ ഫിത്ന നമ്മുടെ മൊബൈൽ ഫോണുകളും ഇന്റർനെറ്റിന്റെയും സംവിധാനത്തിൽ മനുഷ്യൻ വ്യഭിചാരം കാണുന്നു എന്ന വലിയൊരു അപകടമാണ്. ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ഫിത്ന ഇതാണ്. അത് വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവര് മുതൽ പണ്ഡിതന്മാർ, പാമരന്മാർ, സാധാരണക്കാർ, മുതലാളിമാർ, ഫക്കീർ, ലോകത്തെ വികസിത രാജ്യങ്ങള്, വികസ്വര രാജ്യങ്ങള് എന്താവട്ടെ, ആൺകുട്ടികളും പെൺകുട്ടികളും പരസ്യമായി മനുഷ്യന്മാരുടെ വ്യഭിചാരം പരസ്യമായി നോക്കിക്കാണുന്നു എന്ന് ഫിത്ന. മഅദല്ലാഹ്, അല്ലാഹു ഈ ഫിത്നയിൽ നിന്ന് ഈ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. എത്ര വലിയൊരു അപകടമാണ്. ഒരു മനുഷ്യന്റെ കാലിന്റെ തുട ഔറത്താണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ യൻദുറു റജുലു ഇലാ ഔറത്തിർ റജുലി വലാ മർഅതു ഇലാ ഔറത്തിൽ മർഅ, ഒരാണും ഒരു ആണിന്റെ ഔറത്ത് നോക്കരുത്, ഒരു പെണ്ണും ഒരു പെണ്ണിന്റെ ഔറത്തും നോക്കരുത്. പിന്നെണ്ടോ ആണ് പെണ്ണിന്റേതും പെണ്ണ് ആണിന്റേതും. ഇന്നത്തെ ഏറ്റവും വലിയ ഫിത്നയാണിത്. കുടുംബ ബന്ധങ്ങൾ തകർന്നത് അങ്ങനെയാണ്. കല്യാണം കഴിച്ച് സ്വന്തം ഭാര്യയെ, അവളോട് സ്നേഹവും അവളോട് മതിപ്പും അവളുടെ കൂടെ അവളിൽ നിന്ന് ആത്മശാന്തിയും കിട്ടേണ്ടതിന് പകരം വ്യഭിചാരം കണ്ടതിന്റെ പേരിൽ കുടുംബ ബന്ധങ്ങൾ തകരുകയും സ്വന്തം ഭാര്യയെ വേണ്ടാതാവുകയും ചെയ്യുന്നത്, ഭർത്താവിനെ വേണ്ടാതായത്, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായത്, എനിക്ക് വിവാഹം തന്നെ വേണ്ട എന്ന് പറഞ്ഞത്, അന്നിക്കാഹു സുന്നതി,
വിവാഹം എന്റെ ചര്യയാണ്. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ സുന്നത്ത് വേണ്ടെന്ന് വെക്കുന്നവൻ എന്നിൽപ്പെട്ടവനല്ലെന്ന് ഹബീബ് ബരീഉം മിൻകും, മുത്തുനബി തങ്ങൾ അവർ എന്നിൽപ്പെട്ടവരല്ല എന്ന് പറഞ്ഞ ആ ഒരു ആശയത്തിലേക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കിയത് മനുഷ്യൻ കണ്ണുകൊണ്ട് വ്യഭിചാരം കാണാൻ തുടങ്ങിയപ്പോഴല്ലേ. മാ ളഹറത്തിൽ ഫാഹിഷതു ഫീ ഖൗമിൻ ഫഅലനൂ ബിഹാ ഇല്ലാ വളഹറത് ഫീഹിമുൽ ഔജാ വൽ അംറാദു അല്ലതി ലം തകുൻ ഫീ മൻ മളൗ മിൻ അസ്ലാഫികും, നിങ്ങളുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലാത്ത അസുഖങ്ങൾ, വ്യഭിചാരം കൊണ്ടുണ്ടാകുന്ന STD, സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ്, വ്യഭിചാരം കൊണ്ടുണ്ടാകുന്ന ഇന്ന് മനുഷ്യന്റെ മുമ്പിൽ പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത വിധം പകർച്ചവ്യാധികളായി പരന്നുകൊണ്ടിരിക്കുന്ന എയ്ഡ്സ് പോലെയുള്ള അസുഖങ്ങൾ മുൻഗാമികൾ കണ്ടിട്ടുണ്ടോ? അവര് കേട്ടിട്ടുണ്ടോ? മുൻകാലങ്ങളിൽ അതിനെ സംബന്ധിച്ച് വല്ല വിവരം ആർക്കെങ്കിലും ഉണ്ടായിരുന്നോ? ഈ അടുത്ത കാലങ്ങളിൽ 20-ാം നൂറ്റാണ്ട് മുതലല്ലയോ ലോകത്തിത് പരക്കാൻ തുടങ്ങുന്നത്? ഏറ്റവും കൂടുതൽ ഇന്ന് ഇവിടെ എത്തി കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത വിധം മനുഷ്യന്റെ വഴിവിട്ട ജീവിതം, മൃഗതുല്യമായ ജീവിതം, സംസ്കാരം തീരെയില്ലാത്ത ജീവിതം, നാണമില്ലാത്ത ജീവിതം, ഇതിനേക്കാളും വലിയ ഫിത്നയുണ്ടോ? ലികുല്ലി ദീനിൻ ഖുലുഖുൻ, എല്ലാ മതത്തിനും ഒരു സ്വഭാവമുണ്ട്, എല്ലാ മതങ്ങൾക്കും ചില ആചാരമുണ്ട്, എല്ലാ മതങ്ങൾക്കും ചില സ്വഭാവ വീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്വഭാവം അൽ ഹയാഉ, നാണമാണ്, ലജ്ജയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ലജ്ജയല്ലേ നഷ്ടപ്പെടുന്നത്? സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മുതൽ കോളേജ് കുമാരന്മാരുടെ കോളേജ് പാർട്ടികൾ മുതൽ വ്യഭിചാരത്തിന്റെ വേദികളായി മാറുകയും അത് വീഡിയോ ടൈപ്പ് ചെയ്യപ്പെടുകയും അതൊരു പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്യാനാവാം, അല്ലെങ്കിൽ പരസ്യമായ പോണോഗ്രാഫി നടത്തുന്ന ദുഷ്ടന്മാരുടെ ചാനലുകളിലേക്ക് കടക്കുകയാണ്. എന്നിട്ട് ലോകത്തിന്റെ മുക്കുമൂലകളിൽ മനുഷ്യനിത് നോക്കിക്കാണുന്ന ദുരവസ്ഥ, ഇതുപോലത്തെ ഒരു ഫിത്ന ഇനി ലോകത്തിന് വരാനുണ്ടോ? മനുഷ്യന്റെ സംസ്കാരം, അവന്റെ നാണം, അവന്റെ ലജ്ജ, മനുഷ്യനെ മനുഷ്യനായി അല്ലാഹു പടച്ച മനുഷ്യന്റെ സ്വാഭാവികമായ സദാചാര ബോധത്തിന്റെ എല്ലാ അതിർവരമ്പുകളും നഷ്ടപ്പെടുത്തുന്ന ഇത്രയും വലിയൊരു ദുരവസ്ഥ ഈ ഉമ്മത്തിന് വന്നുപെടുന്നതിന്റെ ഗൗരവം എത്ര വലുതാണ്. സ്വഹാബികളോട് യാ മഅ്ശറൽ അൻസ്വാർ, യാ മഅ്ശറൽ മുഹാജിരീൻ, മുഹാജിറുകളെ, ഉഈദുകും ബില്ലാഹി അൻ തുദ്രികൂ ഖംസാ, ഇത് നിങ്ങളാർക്കും വരരുതേ, നിങ്ങളാരും ഇത് അനുഭവിക്കരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വ്യഭിചാരം പരസ്യപ്പെടുത്തുന്ന ഒരു കാലം, അത് നമ്മുടെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ്, അത് ഇന്റർനെറ്റ് കണ്ടെത്തിയതിന് ശേഷമാണ്. ഇതില്ലാത്തൊരു കാലത്ത് ഇത് പരസ്യപ്പെടുന്നില്ല, ആരും അത് കാണുന്നില്ല. അവര് വ്യഭിചരിച്ച ആളുകൾ തൗബ ചെയ്തു മടങ്ങി, അവരാരെന്ന് പോലും പൊതുജനങ്ങൾക്കറിയില്ല. പക്ഷേ ഇന്ന് അത്തരം രീതിയിൽ അതുപോലും ഒരു കലയായി കണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ഇതുപോലെയുള്ള തോന്നിവാസങ്ങൾക്ക് അഭിനയിക്കാൻ ആൺകുട്ടികളും പെൺകുട്ടികളും ആണുങ്ങളും പുരുഷന്മാരും സ്ത്രീകളും കച്ചകെട്ടി ഇറങ്ങി ഒരു കച്ചവട കമ്പോളവൽക്കരിച്ച് ഈ മനുഷ്യത്വത്തെ എല്ലാ നിലയിലും നക്കി തുടച്ചില്ലായ്മ ചെയ്യുന്ന വ്യഭിചാരത്തിന്റെ ദുരവസ്ഥക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് എയ്ഡ്സ് പോലെയുള്ള രോഗങ്ങൾ. ഇത് നിങ്ങൾ മുമ്പ് കേട്ടതല്ല. അള്ളാഹു നിങ്ങൾക്ക് രോഗം തരും. ഇല്ലാ വളഹറത് ഫീഹിമുൽ ഔജാ, വജഅ എന്ന് പറഞ്ഞാൽ വേദന എന്നാണ് ഇതിനർത്ഥം, കടുത്ത വേദനയുള്ള രോഗങ്ങൾ. വൽ അംറാദു അല്ലതി ലം തകുൻ മളത് ഫീ മൻ മളൗ മിൻ അസ്ലാഫിഹിം, നിങ്ങളുടെ മുൻഗാമികൾ ഒരിക്കലും കേൾക്കാത്ത കാണാത്ത രോഗങ്ങൾ. അള്ളാഹു വ്യഭിചാരം പരസ്യപ്പെടുത്തുന്ന ഒരു സമുദായത്തിന് ആ വ്യഭിചാരം പരസ്യപ്പെടുത്തുന്നതിനെ പരസ്യമായി എതിർക്കാതെയും അതിനെ ഇല്ലായ്മ ചെയ്യാനോ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനോ അതിനെ ഫിൽറ്റർ ചെയ്യാനോ അതിനെ തുടച്ചു നീക്കാനോ സംവിധാനങ്ങൾ പൊതുജനങ്ങളും ഭരണകൂടങ്ങളും ഒരുക്കിയില്ലെങ്കിൽ ഒരു സമൂഹം മാത്രമല്ല, ഒരു രാജ്യമല്ല, ലോകം മുഴുവൻ അള്ളാഹുവിന്റെ ഈ ശിക്ഷക്ക് പാത്രീഭൂതരാകേണ്ടി വരും. ഇത് ഹബീബായ നബി തങ്ങൾ ലോകത്ത് മനുഷ്യത്വം നിലനിർത്താനും മനുഷ്യനായി ജീവിക്കണം, അവൻ ഏത് സംസ്കാരമാവട്ടെ ഏത് മതമാവട്ടെ എന്തോ ആകട്ടെ മനുഷ്യത്വം കളഞ്ഞു കുളിക്കരുത്. ലോക മനുഷ്യരോടാണ് ഹബീബായ നബി തങ്ങൾ ഈ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ നഖസ ഖൗമുൻ, ഇത് മുസ്ലിമീങ്ങളോട് മാത്രമല്ല. വലാ നഖസ ഖൗമുൻ അൽ മിക്യാല വൽ മീസാൻ ഇല്ലാ ഉഖിദു ബിസ്സിനീൻ വഅസ്ഫി സുൽത്താൻ വനഖസുൽ മുഊന.
കച്ചവടക്കാരിലേക്കാണ് അടുത്തത്. 5 കാര്യങ്ങളിൽ രണ്ടാമത്തേത് അളവിലും തൂക്കത്തിലും കച്ചവടക്കാർ മായം ചേർത്താൽ 1 കിലോ എന്നത് 950 കാണൂ, 950 ഗ്രാമേ ഉള്ളൂ, 1 കിലോഗ്രാം ആയിട്ടില്ല. അല്ലെങ്കിൽ അതിന്റെ ചെറുതോ വലുതോ ആയ രീതിയിൽ അളവിലും തൂക്കങ്ങളിലും കച്ചവടക്കാർ മായം ചേർക്കാൻ തുടങ്ങിയാൽ, മുളക് പൊടി വാങ്ങിക്കാൻ എത്രയാ? അതിൽ 60% മുളക് പൊടിയാ, ബാക്കി പിന്നെ എന്താ? ബാക്കി എന്തോ പൊടിയാണ്. കച്ചവടക്കാർക്കറിയാം. സാധനം ഇറക്കി കൊടുക്കുന്ന ആൾക്കാർ അതാ ചോദിക്കുക, നിങ്ങൾക്ക് മുളക് പൊടി വേണോ? എത്ര? 100% വേണോ? അല്ല 50% വേണോ? എന്താന്ന്? അങ്ങനെ ഞങ്ങൾ കൊടുക്കല്. 100% വേണമെങ്കിൽ ഇത്ര വരും. അപ്പൊ ആൾക്കാർ പറയും, ആ പീടിയിൽ ഭയങ്കര വിലയാണ്, അപ്പൊ അവർക്ക് കച്ചവടം ഉണ്ടാവില്ല. അപ്പൊ ഇപ്പുറത്ത് ഇത്രയല്ലേ ഉള്ളൂ, അപ്പൊ അവൻ വെക്കുന്നത് 50%, പകുതി മുളക് പൊടിയും പകുതി ഇഷ്ടികപ്പൊടി എന്തെങ്കിലുമൊക്കെ പൊടിയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ പറയും നല്ല വിലക്കുറവുണ്ട്, അവിടെ പോയിട്ട് വാങ്ങാം. സുബ്ഹാനല്ലാഹ്. കടുത്ത വഞ്ചനയാണ്. കമ്പോളങ്ങൾ മുഴുവനും വഞ്ചനയിൽ മുഴുകിയിരിക്കുകയാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ വിഷം നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് 6 മാസം പ്രായമായ ഒരു കുഞ്ഞ് കുവൈറ്റിൽ ബ്ലഡ് ക്യാൻസർ ആയിട്ട് അഡ്മിറ്റ് ചെയ്യപ്പെട്ട ICUവിലാണ്. 6 മാസമായ കുഞ്ഞാണ്. ഒരു പിതാവിൽ നിന്ന് മാതാവിൽ നിന്ന് കിട്ടുന്ന ഒരു പൈതൃകം പോലെ വലിയ വലിയ അസുഖങ്ങൾ കൊച്ചുമക്കളിലേക്ക് കൈമാറപ്പെടുകയാണ്. അള്ളാഹു ആ കുഞ്ഞിന് ശിഫ നൽകട്ടെ, ആ കുഞ്ഞിന് നൽകട്ടെ, അള്ളാഹു ദീർഘായുസ് നൽകട്ടെ. ദുആയിരക്കാൻ ഒരുപാട് വസിയത്തുകളുണ്ട്, അവർക്കൊക്കെ നമ്മൾ ഷിഫായിന് വേണ്ടി ദുആയിരക്കുകയാണ്. അള്ളാഹു എല്ലാ രോഗികൾക്കും ശിഫ നൽകട്ടെ. നമ്മുടെ ഭക്ഷണം, നമ്മുടെ മക്കളെ കഴിച്ചുകൂട്ടുന്ന, അവര് കഴിക്കുന്ന ചിപ്സ്, അവര് കഴിക്കുന്ന കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, അവർക്ക് ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുക്കുന്ന പലതും വിഷമാണ്. ഇങ്ങനെ കച്ചവടക്കാർ വിഷം വിൽക്കുകയും കസ്റ്റമർ കൊണ്ടുകൊടുക്കുന്ന കാശിന് അർഹമായത്, തുല്യതയുള്ളത്, ക്വാളിറ്റി ഉള്ളത് കച്ചവടങ്ങളിൽ വിൽക്കാതിരിക്കുകയും ചെയ്യുമ്പോ എന്ത് സംഭവിക്കുമെന്നാണ്? അല്ലാഹു തആല മഴ തരാതെ, മഴവർഷമില്ലാതെ ഒരുപാട് പരീക്ഷിക്കും. ഭരണാധികാരികൾ മോശമായി ജനങ്ങളോട് പെരുമാറുന്ന ഭരണാധികാരികൾ വരും. ചെലവുകൾ വർദ്ധിച്ചത് കാരണം ചെലവിലേക്ക് ചെലവഴിക്കാൻ കഴിയാത്ത വിധം മനുഷ്യർ പ്രയാസപ്പെടും. ചെലവ് വർദ്ധിക്കുമെന്നാണ് ഇതിനർത്ഥം. അവിടെ മനുഷ്യന്റെ ജീവിത ചെലവുകൾ വർദ്ധിക്കുന്നു. വളരെ കുറഞ്ഞതുകൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്ന കാലം അത് പറ്റാതെ വരുന്നു. ഭരണാധികാരികൾ മോശമായ ഭരണം നടത്തുന്നു. അതോടൊപ്പം തന്നെ ഭൂമിയിൽ മഴയില്ലാത്ത അപകടങ്ങൾ വരുന്നു. ഇതിനൊക്കെ കാരണക്കാർ കച്ചവടക്കാരാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ولا نقص قوم عهد الله وميثاقه إلا سلط الله عليهم عدوا من سواهم فأخذ بعض ما في أيديهم. നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള കരാർ, കരാറുണ്ട്. ആ കരാർ നിങ്ങൾ പൊളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരല്ലാത്ത പുറം നാട്ടുകാരായ ശത്രുക്കൾ നിങ്ങളുടെ മേൽ ആധിപത്യം ചെലുത്തും. നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയെ, നിങ്ങളുടെ ചുറ്റുപാടുകളെ, നിങ്ങളുടെ വരുമാനങ്ങളെ, രാജ്യത്തിന്റെ വിഭവങ്ങളെ കൺട്രോൾ ചെയ്യാൻ രാജ്യത്തിന് പുറത്തുള്ളവർ വരും. അവരുടെ കൈകളിലുള്ളതിൽ നിന്ന് നിങ്ങളുടെ പുറം രാജ്യത്തുള്ള ശത്രുക്കൾ പിടിച്ചു വെക്കുകയും ചെയ്യും. നിങ്ങളും അല്ലാഹുവും തമ്മിലുള്ള കരാർ നിങ്ങൾ പൊളിച്ചു കളഞ്ഞാൽ. നമ്മുടെ ബക്കറ്റുമായിട്ട് വരുന്നുണ്ട്, ആ വിഷയം സൂചിപ്പിക്കുകയാണ്. നമ്മുടെ മദ്രസയുടെ കാര്യം ദാരിമി ഉസ്താദ് പറഞ്ഞു, പിന്നെ സമയം കുറവായത് കൊണ്ടാണ് അവർ പെട്ടെന്ന് നിർത്തിയത്. അപ്പൊ എല്ലാവരും ഒന്ന് സഹകരിക്കും. നമ്മുടെ ഇനിയിപ്പോ നിങ്ങളെല്ലാവരും ഇപ്പൊ ഇങ്ങനെ കിട്ടുമെന്ന് അറിയില്ല. അപ്പൊ എന്ത് ചെയ്യുക, വന്ന സ്ഥിതിക്ക് കയ്യിലൊക്കെ ഉള്ളൊരു നല്ല നോട്ട് തന്നെ കൊടുത്തിട്ട്, വെറുതെ നിങ്ങൾ കണ്ടിട്ടുള്ള പറഞ്ഞേക്കണമാതിരി പറഞ്ഞേക്കരുത്. എന്ത് ചെയ്യുക, കാര്യമായിട്ട് തന്നെ കൊടുക്കണേ. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ മദ്രസയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊരു ജാരിയായ സ്വതക്കയാണ്. ഇൻഷാ അല്ലാഹ് ഒക്കെ പലതുള്ളി പെരുവെള്ളമായിട്ടേ ആശ്രയിക്ക് ചെല്ലുമ്പോൾ ലിസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ, പടച്ചോനെ കിടങ്ങാത്ത വേദന കൊടുത്ത ആ 200 റുപ്യ അന്ന് 2000 കൊടുക്കായിരുന്നല്ലോ, ഞാൻ കൊടുത്തില്ലല്ലോ, പിഷ്കൊണ്ട് കൊടുത്തില്ലല്ലോ എന്ന് അവിടെ വെച്ച് പിന്നെ സങ്കടപ്പെടും. അങ്ങനെ ആയി പോകണ്ട. എന്നാൽ നിങ്ങൾ കടം വാങ്ങി കൊടുക്കും വേണ്ട,
ഇല്ലാത്തത് ഉണ്ടാക്കി കൊടുക്കും വേണ്ട. അവനവന് അള്ളാഹു നൽകിയ നിഅമത്തനുസരിച്ച് എന്ത് ചെയ്യുക? പടച്ചോൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേ എൻ്റെ ഒരു ആവശ്യം ഉണ്ടായിട്ട് നീ എന്തേ കൊടുക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ ഒരു കാരണം കണ്ടുവച്ചല്ലേ, ആ കണക്കിന് കൊടുത്താൽ മതി ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും കൊടുക്കാഞ്ഞ് ചോദിച്ചാൽ പടച്ചോനെ അതിൻ്റെ കുട്ടിക്ക് ഫീസ് അടക്കാനുള്ള പൈസയല്ലേ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടുള്ളൂ, വേറൊന്നും ഇല്ലായിരുന്നല്ലോ റബ്ബേ, അതൊക്കെ സാരമില്ല. അല്ലാതെ നമുക്ക് സഹായിക്കാൻ പറ്റും, പിശുക്കരുത്. നന്നായിട്ട് കൈയഴിഞ്ഞ് സഹായിക്കണേ. ഒരു വലിയ മഹാനുഭാവന്റെ നമ്മുടെ കിടങ്ങയം അബ്ദുറഹ്മാൻ മുസ്ലിയാരുടെ നാമധേയത്തിൽ 951 വഫാത്തായ ഒരു വലിയ പ്രതിഭാധനനായ പണ്ഡിതൻ, 20ലേറെ ഭാഷകൾ അറിഞ്ഞിരുന്ന മഹാപണ്ഡിതൻ, ഒരുപാട് ഗ്രന്ഥങ്ങൾ മുഅല്ലഫാത്തുകളുള്ള ലോകപ്രശസ്തി നേടിയ ഒരു പ്രഗത്ഭ പണ്ഡിതന്റെ നാടാണിത്. അള്ളാഹു മഹാനുഭാവന്റെ ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവരുടെ മോനോ പേരക്കുട്ടിയായിരിക്കും അല്ലേ നമ്മുടെ മാനവ മുസ്ലിയാർ? മോനാണ്. മാഷാ അല്ലാ, മാഷാ അല്ലാ. മാനവ മുസ്ലിയാർ ഉസ്താദിന്റെ മോനും കൂടിയാണ്. മാഷാ അല്ലാഹ്. അള്ളാഹു ആ കുടുംബത്തിന് ഇസ്സത്ത് നൽകട്ടെ. 20 ഭാഷകൾ അറിഞ്ഞിരുന്ന ആളായിരുന്നു. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. കിടങ്ങയം അബ്ദുറഹ്മാൻ മുസ്ലിയാർ 20 ഭാഷകളിൽ ഇബ്രാഹിം മുസ്ലിയാർ കിടങ്ങയം ഇബ്രാഹിം മുസ്ലിയാർ, അതും മെഡിസിൻ, മരുന്നുകളുടെ പേരും അത് ചികിത്സയുമായി ബന്ധപ്പെട്ട വാക്കുകൾ 20 ഭാഷകളിൽ തയ്യാർ ചെയ്ത ഒരു നിഘണ്ടു ഉണ്ടാക്കിയ പ്രതിഭാധനനായ മഹാനായ ഇബ്രാഹിം മുസ്ലിയാർ. അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ ഖബറിടം സ്വർഗ്ഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അവരുടെ സേവനങ്ങൾ അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ഒരു പ്രതിഭയുടെ പിൻതലമുറക്കാരാണ് നമ്മുടെ ഈ നാട്ടിലുള്ളവർ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസ അതിൻ്റെ ഒരു സബബാണ്. നമ്മുടെ മക്കൾക്ക് ഇൽമ പഠിക്കാനുള്ള അവസരമാണ്. എല്ലാവരും അത് വിജയിപ്പിക്കണമെന്ന് സാന്ദർഭികമായി ഒന്നുകൂടെ ഉണർത്തുകയാണ്. നമ്മളും അള്ളാഹും തമ്മിലുള്ള കരാർ എന്താണ് ആ കരാർ എന്ന് പറഞ്ഞാൽ? അല്ലാഹു അക്ബർ. وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين. അല്ലാഹുവേ എൻ്റെ ജീവിതം, പടച്ചവനെ എൻ്റെ മരണം, അല്ലാഹുവേ ഞാൻ അനങ്ങുന്നത്, പടച്ചവനെ ഞാൻ അനങ്ങാണ്ടിരിക്കുന്നത്, എൻ്റെ ജീവിതവും എൻ്റെ മരണവും അല്ലാഹുവേ നിനക്ക് വേണ്ടി മാത്രമാണ്. ഇത് പറഞ്ഞിട്ടാ പിന്നെ സിനിമാണം പോണത്, കണ്ടു കഴിഞ്ഞിട്ടാ പിന്നെ കള്ളുടിക്കാൻ പോണത്, കഴിഞ്ഞിട്ടാ പിന്നെ വട്ടിപ്പലിശിന്റെ ഏർപ്പാടിന് പോകുന്നത്. എന്ത് കരാറായത്? ഇപ്പൊ റമദാൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇബ്ലീസ് ഇങ്ങനെ ചിരിച്ചു എന്നാണ്. ചിരിച്ചതാരും ഫോട്ടോ എടുക്കാത്തതുകൊണ്ട് കിട്ടിയിട്ടില്ല. മൂപ്പരെന്താ പറഞ്ഞെന്നറിയോ? 1 മാസം തർക്കയുടെ കഴിഞ്ഞ എൻ്റെ അടുത്തേക്ക് വരാൻ പോവല്ലേ, കുഴപ്പമില്ലാന്ന്. 26 കരഞ്ഞപ്പോ ഇബ്ലീസ് നോക്കി ചിരിക്കുന്നു. ഇപ്പൊ 2 ദിവസം കരയും ശരി തന്നെ, പിന്നെ നിന്റെ ഒപ്പം വരാനുള്ള ആളാണ്. അതുകൊണ്ട് ഈ 2 ദിവസം കരഞ്ഞോണ്ടൊന്നും എനിക്കൊരു നഷ്ടം നിന്നെ കൊണ്ട് വരാൻ പോകുന്നില്ല. പിന്നെ 1 മാസം നീ നോമ്പെടുത്ത് നന്നായി, ശരിയാ, അത് കഴിഞ്ഞ് 11 മാസം നീ എൻ്റെ ഒപ്പാണ്, പിന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല, 1 മാസമല്ലേ എന്ന് പിശാച് നമ്മളെ നോക്കി ചിരിച്ചിരിക്കണം. സുബ്ഹാനല്ലാഹ്. ആ കോലത്തിലേക്കാണ് നമ്മുടെ ആഘോഷ പരിപാടികൾ മുതൽ ആരംഭിക്കുകയാണ്. പെരുന്നാൾ മുതൽ എല്ലാ നിലക്കും അള്ളാഹുമായുള്ളൊരു കരാർ. പടച്ചതമ്പുരാൻ അള്ളാഹുവിന്റെ റുബൂബിയത്തും അള്ളാഹുവിന്റെ സാന്നിധ്യവും നമ്മൾ മനസ്സിലാക്കാതെ ഒരു റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു കെട്ടഴിച്ച് വിട്ട പോലെ. റമദാൻ മാത്രം നന്നായി 11 മാസം നന്നാവാതിരുന്നാൽ എങ്ങനെ വിജയിച്ചു? 12 സബ്ജക്ട്സ് ഉണ്ട് ജയിക്കാൻ. അതിൽ ഒരു സബ്ജക്റ്റിൽ മാത്രമേ എ കിട്ടിയിട്ടുള്ളൂ, A+ ഇല്ല, അല്ലെങ്കിൽ B കിട്ടി, ബാക്കിയൊക്കെ ഫെയിലാണ്. 12 സബ്ജക്റ്റിൽ ഒരു സബ്ജക്റ്റ് വിജയിച്ചിട്ടുള്ളൂ. ആള് ജയിച്ചു നമ്മൾ പറയോ? 11 തോറ്റിട്ടുണ്ട്. ഈ 12 മാസത്തിൽ 1 മാസം നന്നാവണുള്ളൂ, ബാക്കി 11 മാസം പോക്കാം. പിന്നെ എങ്ങനെ ജയിച്ചു എന്ന് പറയാം? അള്ളാഹുവുമായുള്ളൊരു കരാർ. വമാ നഖസ ഖൗമുൻ അഹദല്ലാഹി വമീസാഖഹു. അല്ലാഹുവേ സമിഅതു മുനാദിയൻ യുനാദി ലിൽ ഈമാനി അൻ ആമിനൂ ബിറബ്ബികും ഫആമന്നാ. നിന്റെ മസ്ജിദിന്റെ മുനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിച്ചു പറയുമ്പോൾ ലാ ബാറകല്ലാഹു ഫീ തുർഖത്തിൻ സമിഅ സാഹിബുഹാ അദാനല്ലാഹ് എന്ന് സ്വഹാബിമാർ പറയുമായിരുന്നു. അവരെ ഇരുമ്പ് അടിച്ചു പരത്തി നന്നാക്കുന്ന കൊല്ലൽ പണി എടുക്കുന്ന ആളുകള്, ബ്ലാക്ക് സ്മിത്തുകള്, അവർ ഇരുമ്പ് ചൂടാക്കി ഒരു അടി അടിക്കാൻ വേണ്ടി ഇരുമ്പിലേക്ക് ഹാമർ കൊണ്ട് അടിക്കാൻ വേണ്ടി ഉയർത്തുമ്പോഴാണ് പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വാങ്കുവിളി കേൾക്കുന്നത്. ആ പൊക്കി വെച്ച ഹാമർ പിന്നെ ആ കമ്പിയിൽ അടിക്കാതെ മാറ്റി വെച്ചിട്ട് പറയും
ലാ ബാറകല്ലാഹു ഫീ തുർഖത്തിൻ സമിഅ സാഹിബുഹാ അദാനല്ലാഹ്. അല്ലാഹുവിന്റെ വിളിയാളം കേട്ടിട്ട് ഈ ഒരു അടിയിൽ അല്ലാഹു എനിക്ക് ബറക്കത്ത് തരില്ലല്ലോ എന്ന് പറഞ്ഞ് അത് മാറ്റിവെച്ച് പിന്നെ വുളു എടുക്കാൻ പോവാൻ, കൈകാലുകൾ കഴുകി ശുദ്ധിയാക്കുകയാണ്. എൻ്റെ റബ്ബെന്നെ വിളിച്ചിരിക്കുകയാണ്, വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോവുകയാണ്. ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയാൽ നമ്മൾ എത്ര രസത്തിലാണ് പോകുന്നത്. കാര്യമായ ഒരാളെ കാണാൻ വേണ്ടി പോവാൻ, അള്ളാഹുവിന്റെ മുമ്പിലേക്കുള്ള അപ്പോയിന്റ്മെന്റുകൾ എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ ചെല്ലുന്നത്. ആ കരാറ് നമ്മൾ പൊളിക്കുകയും അള്ളാഹു നമ്മളോട് എവിടെ ഉണ്ടാവണമെന്ന് പറഞ്ഞോ അവിടെ നമ്മൾ ഉണ്ടാവാതിരിക്കുകയും എവിടെ നിങ്ങൾ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അവിടെ നമ്മൾ ചെല്ലുകയും ചെയ്താൽ എന്ത് നടക്കുമെന്നാണ് അള്ളാഹു പറയുന്നത്. ഇല്ലാ സല്ലല്ലാഹു അലൈഹിം അദുവ്വം മിൻ സിവാഹും. നിങ്ങളിൽ നിന്നല്ലാതെ ഒരു എക്സ്റ്റേണൽ, നിങ്ങളുടെ പുറമെ നിന്ന് വരുന്ന ഒരു ശത്രു നിങ്ങളുടെ സമ്പത്തെ പിടിച്ചടക്കുകയും നിങ്ങളെ ഭരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വരും. അത് നിങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടാതിരിക്കുമ്പോഴാണ് നടക്കുന്നതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തേത്, വമാ മനഅ ഖൗമുൻ സകാത അംവാലിഹിം ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ വലൗലൽ ബഹായിമു ലം യുംതറൂ. ഏതെങ്കിലും ഒരു വിഭാഗം സകാത്ത് കൊടുക്കാനുള്ളവരെ സകാത്ത് കൊടുക്കാതിരുന്നാൽ ഇല്ലാ മുനിഉൽ ഖത്റ മിനസ് സമാ, ആകാശ ലോകത്ത് നിന്നുള്ള മഴ നിങ്ങൾക്ക് അല്ലാഹു നൽകാതെ പിടിച്ചു വെക്കും. വലൗലൽ ബഹായിമു ലം യുംതറൂ, മൃഗങ്ങളില്ലായിരുന്നെങ്കിൽ ഒട്ടുമേ നിങ്ങൾക്ക് മഴ കിട്ടുമായിരുന്നില്ല. പക്ഷേ നിങ്ങളിലേറെ ദാഹിക്കുന്ന മൃഗങ്ങൾ ഇവിടെയുണ്ട്, നിങ്ങളിലേറെ ദാഹിക്കുന്ന പക്ഷികൾ ഇവിടെയുണ്ട്. ആ പക്ഷികളെയും ജന്തുജാലങ്ങളെയും വിചാരിച്ചുകൊണ്ടാണ് അല്ലാഹു തആല പിന്നെയെങ്കിലും മഴ തരുന്നത്. ആ ജന്തുജാലങ്ങൾക്ക് തൊണ്ടവറ്റി മരിച്ചു പോവാതിരിക്കാനാണ്. അല്ലായിരുന്നെങ്കിൽ സകാത്ത് കൊടുക്കാത്തൊരു സമുദായത്തിന് അല്ലാഹു മഴ അശേഷം നൽകുമായിരുന്നില്ലെന്ന് മഹാനായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചാമതായി പറയുന്നു. സ്വഹാബികളെ, ഇത് നിങ്ങളാർക്കും ഉണ്ടാവരുതേ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വമാ ഹകമത് അഇമ്മതുഹും ബിഗൈരി മാ അൻസലല്ലാഹ് ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും. നിങ്ങളിലെ പണ്ഡിതന്മാർ, നിങ്ങളിലെ ഇമാമീങ്ങൾ, നിങ്ങളിലെ നേതാക്കന്മാർ അള്ളാഹുവിന്റെ നിയമം കൃത്യമായും ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുകയും അവരുടെ വിഷയങ്ങളിൽ വിധി നിർണയം നടത്താൻ അള്ളാഹുവിന്റെ ഹുക്മ്, പടച്ചതമ്പുരാന്റെ വിധികൾ, അള്ളാഹുവിന്റെ അഹ്കാമുകൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാതിരിക്കുകയോ നടപ്പിലാക്കാതിരിക്കുകയോ അവർക്ക് വിവരിച്ചു കൊടുക്കാതിരിക്കുകയോ ചെയ്ത് അവരവരുടെ ആവശ്യത്തിനൊത്ത് അള്ളാഹുവിന്റെ വചനങ്ങളെ ദുർവ്യാഖ്യാനം നടത്തുകയും അള്ളാഹുവിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തുകയും ചെയ്താൽ ഇല്ലാ ജഅലല്ലാഹു ബഅസഹും ബൈനഹും, നിങ്ങളെ തമ്മിൽ തല്ലുന്നവരായി, നിങ്ങൾ തമ്മിൽ കടന്നാക്രമണം നടത്തുന്നവരായി, നിങ്ങൾ പരസ്പരം യുദ്ധം ചെയ്ത് മരിക്കുന്നവരായി, നിങ്ങൾക്കിടയിൽ ശൈഥില്യമുണ്ടാകും, നിങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിലെ പരീക്ഷണങ്ങൾ വരുത്തി വെക്കുന്നത് മനുഷ്യൻ ചെയ്യുന്ന തിന്മകളാണ്. മനുഷ്യൻ ചെയ്യുന്ന തിന്മ കൊണ്ടാണ് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ പരീക്ഷണങ്ങൾ ആ തിന്മകളുടെ ശിക്ഷയാണോ? അല്ല. തിന്മകളുടെ ശിക്ഷ ഖബറിലും കിട്ടും, ദുനിയാവിലും കിട്ടും, ആഖിറത്തിലും കിട്ടും. പക്ഷേ മുഅ്മിനീങ്ങളായ ആളുകൾ നന്മ ചെയ്താൽ കൂടെയുള്ള ആളുകൾക്ക് അതുകൊണ്ട് ഒരുപാട് ബറക്കത്ത് അല്ലാഹു നൽകും. അതുകൊണ്ട് നന്മ ചെയ്തതിന്റെ പ്രതിഫലമാണോ ഇത്? അല്ല, ഇത് അവരുടെ നന്മയുടെ ബറക്കത്താണ്. എന്ന പോലെ തിന്മയുടെ ശുഅ്മ്, തിന്മ കാരണമുണ്ടാകുന്ന അവലക്ഷണമാണ് ഇങ്ങനെ മഴയില്ലാതെയും ശത്രുക്കളുടെ കടന്നാക്രമണത്തിലൂടെയും അള്ളാഹു മനുഷ്യർക്ക് പരീക്ഷണങ്ങൾ നൽകുന്നത്. തിന്മ ചെയ്യുന്നവരുടെ തിന്മയുടെ അവലക്ഷണമാണ്. വലഅദാബുൽ ആഖിറതി അക്ബർ, അള്ളാഹുവിന്റെ ശിക്ഷ വലുതാണെന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ വിവരിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം നജ്അലിൽ അർള കിഫാതാ അഹ്യാഅൻ വഅംവാതാ. ഈ പ്രപഞ്ചത്തെ അല്ലാഹു സംവിധാനിച്ചത് നോക്കണം. അലം നജ്അലിൽ അർള കിഫാതാ, മനുഷ്യർക്ക് മുഴുവനും അന്നപാനീയങ്ങളും ജീവിക്കാനുള്ള സൗകര്യങ്ങളും പറ്റുന്ന വിധത്തിൽ ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ചത് അല്ലാഹു അല്ലയോ?
അലം നജ്അലിൽ അർള കിഫാതാ, നിങ്ങൾക്ക് ജീവിക്കാൻ ഈ ഭൂമിയെ അല്ലാഹു ശരിക്കും മതിയായതാക്കി പടച്ചു തന്നില്ലയോ? അഹ്യാഅൻ വഅംവാതാ, നിങ്ങളിൽ ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്ക് ഭൂമിക്ക് താഴെ, ജീവിച്ചിരിക്കുന്നവർക്ക് ഭൂമിക്ക് മുകളിൽ, നിങ്ങളെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധം അല്ലാഹു അല്ലയോ ഭൂമിയെ സംവിധാനിച്ചു തന്നത്? എന്നിട്ട് എന്തേ പിന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നത്? എന്തുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു? എന്തുകൊണ്ട് പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നു? وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها. سورة هود. وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ومستودعها. പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളുടെയും ഭക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ട്. അല്ലാഹു അത് ചില ആളുകളുടെ കയ്യിൽ കൂടുതൽ കൊടുത്തു. അവർക്ക് പരീക്ഷണമായി അവരത് പാവങ്ങൾക്ക് കൈമാറുന്നുണ്ടോ എന്നറിയാൻ. പാവങ്ങൾ അല്ലാഹു ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിച്ചു, മുതലാളിമാരെ സമ്പത്ത് കൊണ്ട് പരീക്ഷിച്ചു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ആരെങ്കിലും ഒരാൾ പട്ടിണി കൊണ്ട് മരിച്ചു എന്ന് കേട്ടാൽ അല്ലാഹു മനുഷ്യന്റെ മനുഷ്യനെന്ന് മാത്രമല്ല, വമാ മിൻ ദാബ്ബ മാ യദിബ്ബു അലൽ അർള്, ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്ന ഏത് ജീവിയുടെയും വായകീറിയ അല്ലാഹുവാണ് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ പട്ടിണി മരണങ്ങൾ മനുഷ്യരിൽ സംഭവിക്കുന്നു കാണുമ്പോൾ അത്ഭുതപ്പെടും. എന്തുകൊണ്ട് ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളിലെ, നമ്മുടെ നാട്ടിലെ ചില പ്രദേശങ്ങളിലൊക്കെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു ഏറ്റെടുത്തത് എന്തേ? അള്ളാഹുവിന്റെ വചനം പുലർന്നില്ലയോ എന്ന് ചോദിക്കരുത്. അലി റളിയല്ലാഹു അൻഹു നൽകുന്ന വ്യാഖ്യാനം അത്ഭുതമാണ്. അത് നിങ്ങളിലെ മുതലാളിമാരുടെ കയ്യിൽ അള്ളാഹു കൊടുത്തിട്ടുണ്ട്, അവരത് വിതരണം ചെയ്യാത്തത് കൊണ്ട് സംഭവിച്ചതാണ് എന്നല്ലാതെ അള്ളാഹു റിസ്ക് കൊടുക്കാത്തത് കൊണ്ടല്ല. 10,000-കണക്കിന് ആളുകൾക്ക് തിന്നാനുള്ളത് വീടുകളിൽ കമ്പോളങ്ങളിൽ സൂക്ഷിച്ചു വെച്ച ആളുകളുണ്ട്. അത് പാവങ്ങൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. അതിന്റെ പേരിലാണ് ഇങ്ങനെ പട്ടിണി മരണങ്ങൾ ഉണ്ടാകുന്നത്. ഇത് അള്ളാഹുവിന്റെ വചനങ്ങൾ പുലരാതിരിക്കുന്നതല്ല, അള്ളാഹു ഏറ്റെടുത്തിട്ടുണ്ട്. മദീനയിൽ വിലക്കയറ്റമുണ്ടായ ഒരു കാലം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സുനനിൽ വന്നിട്ടുണ്ട്. ഗലസ്സഅറു അലാ സമാനി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീന. മദീനയിൽ റസൂലുള്ളാഹി തങ്ങളുടെ കാലത്ത് വിലക്കയറ്റമുണ്ടായി. സാധനങ്ങൾക്ക് പൊള്ളുന്ന വില. ഫഅതൈനാ, ഞങ്ങളെല്ലാം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ അരികത്തേക്ക് ചെന്നു. ഫഖുൽനാ ലഹു, ഞങ്ങൾ നബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, നോക്കൂ നബിയെ, വിലക്കയറ്റമുണ്ടായിരിക്കുന്നു. ഹബീബായ നബിയെ, സഅിർ ലനാ, അങ്ങ് ഞങ്ങൾക്ക് ഈ വിലക്കയറ്റത്തിന് പരിഹാരം തരണം. ഞങ്ങൾക്ക് വിലക്കയറ്റം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, ശമ്പളം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല, വരുമാനം കൊണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല. നബിയെ, ഞങ്ങൾക്ക് പരിഹാരം വേണമെന്ന് ഹബീബായ നബി തങ്ങളോട് ഞങ്ങൾ ചെന്ന് ചോദിച്ചു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖാലിഖുർ റാസിഖ് വഇന്നി ലഅർജു അൻ അൽഖല്ലാഹ ഗദൻ വലൈസ അഹദും മിൻകും യുതാലിബുനി ബിമദ്ലമത്തിൻ ഫീ നഫ്സിൻ ഔ മാൽ. ഇത് നബി തങ്ങളുടെ കച്ചവടത്തെ സംബന്ധിച്ചുള്ള വീക്ഷണം. സമുദായത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ ഇസ്ലാം ഇടപെടുകയാണ് ഇവിടെ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, അല്ലാഹുവാണ് എന്നും ജീവിച്ചിരിക്കുന്നവൻ, അല്ലാഹുവാണ് എല്ലാറ്റിനെയും ജീവിപ്പിക്കുന്നവനും നിലനിർത്തുന്നവനും. ഖയ്യൂം, സസ്റ്റൈനർ, അല്ലാഹുവാണ്. അൽ ഖാലിഖുർ റാസിഖ്, എല്ലാം പടച്ചവനും എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നവനും അല്ലാഹുവാണ്. ഒരു പിഞ്ചു കുഞ്ഞ് പ്രസവിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ അമ്മിഞ്ഞപ്പാല് കുടിക്കാൻ ആ കുഞ്ഞിന്റെ ചുണ്ടുകളിലേക്ക് ഉമ്മയുടെ ശരീരം ബന്ധിക്കുമ്പോ ആ കുഞ്ഞിനെ ആരാ പഠിപ്പിച്ചത്? ഇത് കുടിക്കാനുള്ള രീതി. ചുണ്ടുകളെ ചലിപ്പിച്ച് അവയുടെ തൊണ്ണുകൊണ്ട് പാല് കുടിക്കാനുള്ള ആ ഒരു പഠനം ആര് കാണിച്ചു കൊടുത്തൊരു കുഞ്ഞിന്? ഖലഖ ഫസവ്വാ. എല്ലാം പടക്കുകയും എല്ലാ പടപ്പുകൾക്കും ജീവൻ നിലനിർത്താൻ ആവശ്യമായത് നൽകുകയും ചെയ്തവനാണ് അല്ലാഹു ജല്ല ജലാലുഹു.
കുഞ്ഞിനെ ആരാ പറഞ്ഞത് ഊമ്പി കുടിക്കണം? കുഞ്ഞിനോട് ആര് പഠിപ്പിച്ചു? ദാഹിക്കുന്ന കുഞ്ഞെ, നീ നിന്റെ ചുണ്ടുകൾ അനക്കി പാല് കുടിച്ചെങ്കിലേ നിനക്ക് ജീവൻ നിലനിർത്താൻ പറ്റൂ. ആരാ കുഞ്ഞിനെ പഠിപ്പിച്ചത്? നിരീശ്വരവാദികൾ മറുപടി പറയണം, ആരാ പഠിപ്പിച്ചത്? അല്ലാഹു ജല്ല ജലാലുഹു. ആര് പഠിപ്പിച്ചു? ഈ കുഞ്ഞിന് ആര് പറഞ്ഞു കൊടുത്തു? ഖലഖ ഫസവ്വ. Allah has created and proportioned everything in the best measurement. അല്ലാഹു അതിന്റെ കൃത്യമായ അളവിലും തോതിലും കാര്യങ്ങൾ നിർണയിച്ചു കൊടുത്തവനാണ്. ഖലഖ ഫസവ്വ ഫഖദ്ദറ ഫഹദ. എല്ലാറ്റിനെയും അതിന്റെ പ്രോപ്പർ ഗൈഡൻസ് അല്ലാഹു നൽകി കഴിഞ്ഞു. സുബ്ഹാന ജല്ല ജലാലുഹു. അല്ലാഹുവാണ് ഖാലിഖ്, അല്ലാഹുവാണ് റാസിഖ്, അവനാണ് ഭക്ഷണം കൊടുക്കുന്നവൻ. ഇത് നബി തങ്ങൾ പറയാൻ പോകുന്ന മറുപടിയുടെ ഒരു ആമുഖമാണ്. ജനങ്ങൾ മദീനയിൽ വിലക്കയറ്റമുണ്ടായതിൽ പരാതി പറയാൻ വന്നു. ആ പരാതി പറയാൻ വന്നവരിലുണ്ട് അനസ് റളിയല്ലാഹു അൻഹു. സ്വഹാബികളിൽ ബസ്റയിൽ അവസാനം വഫാത്തായ സ്വഹാബിയാണ്. 100 വയസ്സ് കഴിഞ്ഞ് വഫാത്തായ സ്വഹാബിയാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ വഫാത്തിന് ശേഷവും ഒരുപാട് കാലം ജീവിച്ചു. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ സുലൈം റളിയല്ലാഹു അൻഹാ ഹബീബായ നബിയോട് വന്ന് പറയുകയാണ് ഉണ്ടായത്, നബിയേ, ഹിജ്റ കഴിഞ്ഞ് വരുന്ന അങ്ങ്, മദീനയിലേക്ക് വന്ന അങ്ങേക്ക് ഓരോരുത്തരും ഓരോ സമ്മാനങ്ങൾ തന്നുവല്ലേ നബിയേ? എനിക്ക് തരാൻ സമ്മാനങ്ങൾ ഒന്നുമില്ലാതിരുന്നു നബിയേ. എൻ്റെ ആകെയുള്ളൊരു മകനുണ്ട് നബിയേ, ഫിൽദതു കബിദി, അവൻ എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് നബിയേ. ഒരേ ഒരു മോനെ എനിക്കുള്ളൂ. എൻ്റെ മോന് 10 വയസ്സായിട്ടുണ്ട്. ഈ അനസ് എന്ന് പറയുന്ന മോനെ അങ്ങേക്ക് യഖ്ദുമുക യാ റസൂലല്ലാഹ്, അങ്ങേക്ക് ഖാദിമായി ജീവിക്കാൻ ഞാൻ തരുകയാണ് നബിയേ എന്ന് പറഞ്ഞ് ആ ഉമ്മ ഏൽപ്പിച്ച മോനാണ് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അവരാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ പറഞ്ഞു, നബിയേ, എൻ്റെ മോന് വേണ്ടി ഒന്ന് ദുആ ചെയ്തു കൊടുക്കണേ, എൻ്റെ മോന് വേണ്ടി ഒന്ന് ദുആ ചെയ്തു കൊടുക്കണേ. മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു കൊടുത്തു. റബ്ബേ അല്ലാഹുമ്മ ബാരിക് ലഹു, പടച്ചവനെ ഈ അനസിനെ നീ ബറക്കത്ത് ചെയ്യണമേ, ഫീ ജിസ്മിഹി വ വുൽദിഹി, അവരുടെ ശരീരത്തിലും അവരുടെ മക്കളിലും, വാതുൽ ഉംറ, അല്ലാഹുവേ ദീർഘായുസ് കൊടുക്കണമേ, ബറക്കത്ത് കൊടുക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് റളിയല്ലാഹു അൻഹു വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. മഹാനായ അനസ് എന്നവർ പിന്നീട് പറയുന്നുണ്ട്, എനിക്ക് മക്കളും മക്കളുടെ മക്കളും അവരുടെ മക്കളുമായി, എൻ്റെ മക്കളും പേരക്കുട്ടികളുമായി 100ഓളം ആളുകൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹു. 100 വയസ്സ് കഴിഞ്ഞിട്ടാണ് വഫാത്താകുന്നത്. മദീനയിൽ ഹബീബായ തങ്ങളുടെ കാലം കഴിഞ്ഞ് പിന്നെ ഇറാഖിൽ പോയി താമസമാക്കിയ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഹബീബായ നബിക്ക് ഞാൻ 10 കൊല്ലം സേവനം ചെയ്തിട്ടുണ്ട്. 10 കൊല്ലം ഹബീബിന്റെ കൂടെ മദീനയിൽ വന്ന ആദ്യ വർഷം മുതൽ ഹബീബ് വഫാത്താകുന്ന കാലം വരെ അത് 10 ഉണ്ടായിട്ടുള്ളൂ. ആ 10 കൊല്ലം ജീവിച്ചപ്പോൾ ഞാൻ ഹബീബിന്റെ കൂടെ ജീവിച്ച കാലത്ത് ഒരിക്കലുമേ എന്നോട് റസൂലുള്ളാഹി തങ്ങൾ ദേഷ്യപ്പെട്ടിട്ടില്ല. ഞാൻ ചെയ്യാതിരുന്നൊരു കാര്യം എന്തുകൊണ്ട് ചെയ്തില്ലെന്നോ, ഞാൻ ചെയ്തത് തെറ്റായി പോകുമ്പോ എന്തുകൊണ്ട് ചെയ്തെന്നോ, ഹബീബായ നബി തങ്ങൾ എന്നെ ഉപദ്രവിക്കുകയോ എന്നെ ചീത്ത പറയുകയോ ചെയ്തിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ ഗുണങ്ങൾക്ക് ഏറ്റവും വലിയ സാക്ഷി പറഞ്ഞ സ്വഹാബിയാണിത്. ഫഅതൈനാ റസൂലല്ലാഹ്, ഞങ്ങൾ ഹബീബിനോട് ചെന്ന് പറയുകയാണ്, പൊന്നാര നബിയേ, മദീനയിൽ വിലക്കയറ്റം തടയണം നബിയേ, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെയായിട്ടുണ്ട്, വിലക്കയറ്റം കൊണ്ട് പ്രയാസത്തിലാണ്. ഫഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബിയുടെ മറുപടി വരുന്നു, ഇന്നല്ലാഹ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അൽ ഖാലിഖുർ റാസിഖ്, ഭക്ഷണം നൽകുന്നവനും പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനും മനുഷ്യനെ സൃഷ്ടിച്ചവനും പ്രപഞ്ചത്തെ നോക്കി നടത്തുന്നവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും അല്ലാഹുവാണ്. വഇന്നീ ലഅർജൂ അൻ അൽഖല്ലാഹ ഗദൻ വലൈസ അഹദും മിൻകും യുതാലിബുനി ബിമദ്ലമത്തിൻ ഫീ നഫ്സിൻ ഔ മാൽ. ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് സുഹാബികളെ, ഞാൻ കൊതിച്ചു പോവുകയാണ്, നാളെ പരലോകത്ത് ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ചെല്ലുമ്പോൾ നിങ്ങളാരും നിങ്ങളുടെ സമ്പത്തിന്റെ വിഷയത്തിലോ നിങ്ങളുടെ ശരീരത്തിന്റെ വിഷയത്തിലോ ഒരു അതിക്രമമുണ്ടായി, എനിക്ക് അനീതി ഉണ്ടായിട്ടുണ്ട് എന്ന്, നാളെ ഞാൻ കാരണം നിങ്ങൾക്ക് അനീതി ഉണ്ടായി എന്ന് പറയരുതേ. അങ്ങനെ ഒരു പരാതിയും നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകാതെ
അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ ആ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ ഹബീബായ നബി തങ്ങൾ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു. അനസ് തങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്. എല്ലാവരും കൃഷി ചെയ്യണം എന്ന് പറഞ്ഞു നബി തങ്ങൾ. മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ യസ്തദില്ലു ബിഹി ഇൻസാനുൻ ഇല്ലാ കാന ലഹു സദഖ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃഷിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മാ മിൻ മുസ്ലിമിൻ യഗ്രിസു ഗർസ. അത് അടുക്കള കൃഷി മുതൽ നമ്മുടെ സൗകര്യമുള്ള നമ്മുടെ വീടിലും ചുറ്റുമുള്ള സ്ഥലവും സൗകര്യവും ഉപയോഗപ്പെടുത്തി കൃഷി ചെയ്യണേ. നിങ്ങൾ ഓരോരുത്തരും കൃഷി ചെയ്യണം. ഔ യസ്റഉ സർഅൻ, നിങ്ങൾ ഓരോരുത്തരും പാടങ്ങളിൽ കൃഷി ചെയ്യണം, വിത്തുപാകണം, നിങ്ങൾ ചെടികൾ നട്ടുപിടിപ്പിക്കണം. സുബ്ഹാനല്ലാഹ്, ഇതാണ് അല്ലാഹുവിന്റെ ദീൻ. നിങ്ങൾ കൃഷി ചെയ്യണം, നിങ്ങൾ ഓരോരുത്തരും. ഫയഅകുലു മിൻഹു തയ്റുൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഉപകാരപ്പെടും മുമ്പ് വല്ല പക്ഷികളോ ജന്തുക്കളോ തിന്നുപോവുകയാണെങ്കിൽ ഔ യസ്തദില്ലു ബിഹി ഇൻസാൻ, നിങ്ങൾ നട്ടു വളർത്തിയ ഒരു മാവിന്റെ തണലിൽ, ഒരു ചെടിയുടെ തണലിൽ ആരെങ്കിലും തണലിരിക്കുകയാണെങ്കിൽ ഇല്ലാ കാന ലഹു സദഖ, അത് നിങ്ങൾക്ക് സദഖയാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ഈത്തപ്പനയാണോ? ഇവിടെ അല്ലല്ലോ, അല്ല അല്ലേ, ഒരു കവുങ്ങാണ് അല്ലേ? ആരാണ് നട്ടു വളർത്തിയത്? ഉദാഹരണം പറയാൻ കണ്ടതുണ്ട്. ഇവിടെ ഒരു പുളിമരാണോ? അത് നെല്ലിക്കയാണ്. നട്ടു വളർത്തിയതാണോ? പടം മുളച്ചതാണോ? മുളച്ചതാണ്. എന്നാ പോട്ടെ, പോയി കൂലി പോയി. ഏതെങ്കിലും ഇപ്പൊ സ്കൂൾ കെട്ടിടങ്ങൾ എന്നൊക്കെ മദ്രസ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ മുറ്റത്തൊരു ചെടി വളർത്തി വെച്ചാൽ അതിൻ്റെ തണലിൽ കുട്ടികൾ ബ്രേക്ക് ഇന്റർവെല്ല് സമയത്ത് കളിക്കാൻ വരും. അതിൻ്റെ തണൽ കായും, അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. ഇതൊക്കെ ഖബറിലേക്ക് കിട്ടുന്ന സ്വതക്കയാണ്. സുബ്ഹാനല്ലാഹ്. നബി തങ്ങൾ പറഞ്ഞ അത്ഭുതകരമായ ഹദീസുണ്ട്. ഇദാ ഖാമത്തിൽ ഖിയാമ വഫീ യദി അഹദികും ഫസീല. നിങ്ങൾ ആലോചിക്കണേ, ഖിയാമത്ത് നാള് നടക്കുകയാണെന്ന് നിങ്ങൾ കേൾക്കുന്നു. എന്തോ ഭയങ്കര ശബ്ദങ്ങൾ, നക്ഷത്രഗോളങ്ങൾ കൂട്ടിയിടിക്കുകയും പ്രപഞ്ചത്തിന്റെ ബാലൻസ്, അതിന്റെ എക്വിലിബ്രിയം നഷ്ടപ്പെടുകയും ഈ പ്രപഞ്ചം ഒരു മഹാവിപത്തിലേക്ക് പോവുകയാണെന്ന് നിങ്ങളിങ്ങനെ കണ്ണുകൊണ്ട് കാണുന്നു. ഈസാ നബി വന്നു, മസീഹുദ് ദജ്ജാൽ വന്നു, മഹ്ദി ഇമാമിന്റെ കാലം കഴിഞ്ഞു, യജൂജ് മൗജൂജ് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞ് ഖിയാമത്തിന്റെ അവസാനങ്ങളിൽ എത്തി നിൽക്കുന്ന കാലം. ഖിയാമത്ത് നാൾ ഇപ്പൊ നടക്കുകയാണ് എന്ന് നിങ്ങൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ വഫീ യദി അഹദികും ഫസീല, നിങ്ങളുടെ കയ്യിൽ ഒരു ഈത്തപ്പഴത്തിന്റെ കുരു മുളച്ച ഒരു ചെറിയ ചെടി, അത് ഈത്തപ്പനയായി വളരാൻ സാധ്യതയുള്ള ഒരു കൊച്ചു ചെടി നിങ്ങൾ കൃഷിയിടത്തിൽ കൊണ്ടുപോയി വെക്കാൻ നിൽക്കുമ്പോഴാണ് ഖിയാമത്തിന്റെ അപകടകരമായ ശബ്ദങ്ങൾ നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ ഖിയാമത്ത് നടക്കല്ലേ, ഇനി ആർക്കാണ് ഞാൻ ഇത് കുഴിച്ചിടുന്നത്? ഇനി ആരിതിനെ നനക്കാനാണ്? ഇത് ആർക്കിത് കൊണ്ട് ഉപകാരപ്പെടാനാണ്? ലോകം നശിക്കുകയല്ലേ എന്ന് പറഞ്ഞ് നിങ്ങൾ ഖിയാമത്ത് നടക്കുകയാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് കൃഷി ചെയ്യാതെ പോരരുതേ. നിങ്ങൾ കൃഷി ചെയ്യണേ, അതിനെ മണ്ണിലേക്ക് വെക്കണേ, അതിനെ നനച്ചു കൊടുക്കണേ, എന്നിട്ട് ഖിയാമത്തിന് ഒരുങ്ങണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് നമ്മുടെ ദീൻ, ഇതാണ് ഇസ്ലാം. ഒരു മുളക് തൈ നട്ടുപിടിപ്പിക്കുന്നത് മുതൽ മാവാവട്ടെ, ചെറുത് ഏത് ഫ്രൂട്ട്സ് ആവട്ടെ, ഈ ഫ്രൂട്ട്സ് ഒക്കെ നട്ടുപിടിപ്പിച്ച എന്താ മെച്ചെന്നറിയോ? ഏതെല്ലാം പക്ഷികൾ തിന്നുപോകുന്നുണ്ടോ അതൊക്കെ സ്വതക്കയാണ്. ഇടക്ക് മനുഷ്യന്മാരും ചിലപ്പോൾ ഗേറ്റൊക്കെ തുറന്ന് പറിച്ചു കൊണ്ടേന്ന് വരും, എന്നാലും സ്വതക്കയാണ്. പഴയ നാട്ടിൽ കിട്ടാത്ത ഫ്രൂട്ട്സ് ഒക്കെ ഇപ്പോൾ കിട്ടാൻ തുടങ്ങി. അപ്പൊ ചില വീട്ടിലൊക്കെ കാഴ്ച കാണുമ്പോഴേ ആരെങ്കിലുമൊക്കെ ഒന്ന് പൊറുക്കി കൊണ്ടേന്ന് വരും. അതൊക്കെ സ്വതക്കയാണ്, എല്ലാം സ്വതക്കയാണ്. അതിന്റെ തണല് കിട്ടിയാൽ അത് സ്വതക്ക. ഖിയാമത്ത് നാളെ നടക്കുകയാണെങ്കിൽ പോലും ഇനിയിപ്പോ ഞാൻ ആർക്കാണ് ഇത് ചെയ്യുന്നത്? അങ്ങനെയല്ലേ പറയാ. ഇനിയിപ്പോ ആർക്ക് ഉപകാരപ്പെടാനാ? ലോകം അവസാനിക്കുകയാണ്. ആകാശം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്ന ശബ്ദം ഞാൻ കേൾക്കുന്നത്. അത് വിചാരിച്ചിട്ട് നട്ടുപിടിപ്പിക്കാതെ പോരല്ലേ? നിങ്ങൾ ഏതായാലും ഇത് കുഴിച്ചിടാൻ പോയതല്ലേ, അത് കുടിച്ചിട്ടിട്ട് ഖിയാമത്തിന് ഒരുങ്ങിക്കോ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോട് കൃഷി ചെയ്യണം. കാരണം ഭക്ഷണ ദാരിദ്ര്യം വരാൻ പോകുന്നുണ്ട്, വിഭവ സമ്പത്തുകൾക്ക് ദൗർലഭ്യം വരാൻ പോകുന്നുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൃഷി ചെയ്യണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള വഴി പറഞ്ഞു തന്നിട്ടുണ്ട്. മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ പദ്ധതികളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈജിപ്തിലെ രാജാവ് അത്ഭുതകരമായ ഒരു സ്വപ്നം കണ്ടു. എന്താ കണ്ടത്? സബ്അ ബഖറാത്തിൻ സിമാനിൻ യഅകുലുഹുന്ന സബ്ഉൻ ഇജാഫ് വസബ്അ സുംബുലാത്തിൻ ഖുദുരിൻ വഉഖറ യാബിസാത്ത്. യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിലെ ജയിലിൽ കഴിയുന്ന കാലം. എന്തിനാ ജയിലിൽ പോയതെന്നറിയോ? എന്തിനാ ജയിലിൽ പോയത്? വലിയ അത്ഭുതമുള്ള ചരിത്രമാണല്ലേ. അഹ്സനൽ ഖസസ് ബിമാ ഉഹൈന നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. We tell you the best of stories. അല്ലാഹു നൽകുന്ന മനോഹരമായ ചരിത്രം. യൂസുഫ് നബി അലൈഹിസ്സലാം ജയിലിൽ പോയത് സ്വന്തം മുതലാളിച്ചി അങ്ങനെയല്ലേ പറയാ, സ്വന്തം കഫീൽ എന്ന് പറയാം, കഫീലത്ത് അല്ലേ. അപ്പോ തൻ്റെ കാര്യങ്ങൾ നോക്കേണ്ട ആ വീട്ടുകാരി പെണ്ണ് എന്നെ വ്യഭിചരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞതിന് ജയിലിൽ പോയ മഹാൻ യൂസുഫ് ബിനു യാഖൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം അലൈഹിമുസ്സലാം. അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിനു യാഖൂബ് ബിനു ഇസ്ഹാഖ് ബിനു ഇബ്രാഹിം അലൈഹിസ്സലാം. യാ അല്ലാഹ്, അതാണ് യൂസുഫ് അലൈഹിസ്സലാം. ഒരു തെറ്റ് ചെയ്യൂല എന്ന് പറഞ്ഞതിന് ജയിലിൽ പോയാൽ, വ്യഭിചരിച്ചതിന് ജയിലിൽ പോണവരുണ്ടാവും, കുട്ടികളെ തട്ടി കൊണ്ടുപോയതിന് ജയിലിൽ പോണവരുണ്ട്. ഇത് ഈ ജയിലിൽ പോയത് എന്തിനാണ്? ഞാനത് ചെയ്യൂല എന്ന് പറഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, നിരപരാധിയാണ്. രാജാവ് സ്വപ്നം കാണുന്നു. 7 ഉണങ്ങിയ പശുക്കൾ, 7 തടിച്ചു കൊഴുത്ത പശുക്കളെ തിന്നുന്നതായിട്ട്. സ്വപ്നത്തിൽ എന്തും കാണാലോ. വിശന്ന് ഉണങ്ങിയ 7 പശുക്കളെ, 7 തടിച്ച പശുക്കളെ തിന്നുന്നു. 7 പച്ചയായ കതിരുകളും 7 ഉണങ്ങിയ കതിരുകളും കണ്ടു. എന്താണ് ഇതിന്റെ വ്യാഖ്യാനമെന്ന് കൊട്ടാരവാസികളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അദ്ഗാഥു അഹ്ലാം വമാ നഹ്നു ബിതഅ്വീലിൽ അഹ്ലാമി ബിആലിമീൻ. അതെന്തോ ഒരു പേക്കിനാവായിരിക്കും രാജാവേ. തടിയില്ലാത്ത 7 പശുക്കൾ തടിയുള്ള 7 തിന്നാന്നൊക്കെ പറഞ്ഞ പുല്ല് തിന്നുന്ന ഈ സാധുക്കൾ എങ്ങനെയാ പശുക്കളെ തിന്നുക? അദ്ഗാഥു അഹ്ലാം, ഇതിനൊന്നും അർത്ഥം ഉണ്ടാവില്ല. രാജാവ് പറഞ്ഞു, ഇല്ല ഇല്ല, എനിക്ക് അർത്ഥം വേണം. ആര് പറഞ്ഞു തരും? അപ്പോഴാണ് സ്വപ്ന വ്യാഖ്യാനങ്ങൾ അറിഞ്ഞിരുന്ന യൂസുഫ് അലൈഹിസ്സലാമിനെ ജയിലിൽ കണ്ട് പരിചയമുള്ള രാജാവിന്റെ പാദസേവകനായി ജോലി ചെയ്യുന്ന ഒരാൾ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കണ്ട് പരിചയമുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. യൂസുഫ് അലൈഹിസ്സലാം മറുപടി കൊടുക്കാൻ വരുന്നു. ഈ സ്വപ്നത്തിന്റെ അർത്ഥം 7 സമൃദ്ധമായ കാലം കഴിഞ്ഞാൽ ഇനി 7 കൊല്ലം കഷ്ടപ്പാടിന്റെ കാലമാണ്. മഴയില്ലാത്ത കാലം വരും ഈജിപ്തിൽ. അതുകൊണ്ട് ഇനി വരാനുള്ള 7 വർഷം ശരിക്കും കൃഷി ചെയ്ത് ആ കൃഷിയിടത്തിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ കറ്റകളും അതിന്റെ കതിരുകളിൽ നിന്ന് വേർപെടുത്താതെ ധാന്യമണികൾ അതിന്റെ കതിരുകളിലായി സൂക്ഷിച്ചു വെക്കണം. എന്നിട്ട് 7 വർഷം കഴിഞ്ഞ് കടുത്ത ദാരിദ്ര്യം വരുമ്പോൾ ഈ ആദ്യത്തെ 7 വർഷം കിട്ടിയ കൃഷിയിടത്തിലെ വിഭവങ്ങളെ കൊണ്ട് ജീവിക്കാൻ കഴിയും. അതാണ് ഈ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം. പറഞ്ഞ പോലെ നടക്കുകയും ചെയ്തു. യൂസുഫ് നബി അലൈഹിസ്സലാം അവർക്ക് കൊടുത്ത നിർദ്ദേശമാണ് സാമ്പത്തിക വിചക്ഷണന്മാർ അവരുടെ പഠനങ്ങൾക്ക് ആധാരമാക്കുന്നത്. നോക്കണം, അത്ഭുതകരമായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ നുബുവത്തിന്റെ വെളിച്ചത്തിൽ നൽകുന്ന നിർദ്ദേശങ്ങൾ. യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ജനങ്ങളെ, ഈജിപ്തുകാരെ, തസ്റഊന, നിങ്ങളെല്ലാവരും കൃഷി ചെയ്യണം. 7 വർഷം നിങ്ങൾ കൃഷി ചെയ്യണം. 1 തസ്റഊന, ആരെന്ന് പറഞ്ഞു? കർഷകന്മാർ. യസ്റഉ സാരിഊന എന്നല്ല, നിങ്ങളിലെ കർഷകർ കൃഷി ചെയ്യണം എന്നല്ല പറഞ്ഞു. തസ്റഊന, എല്ലാവരും കൃഷി ചെയ്യണം. എല്ലാവരും കൃഷി ചെയ്യണം. ഇപ്പൊ ആ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ ഗൾഫിലേക്ക് പോവുക വരിക എന്നല്ലാണ്ട് വല്ല ആന്ധ്രക്കാരോ യുപിക്കാരോ ബീഹാറോ കൃഷി ചെയ്യുക, നമ്മളിരുന്ന് തിന്നുക എന്നല്ലാണ്ട് നമ്മളായിട്ട് കൃഷി ചെയ്യുന്ന പരിപാടി ഇല്ലാണ്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, കൃഷി ചെയ്യണം. 7 വർഷം നിങ്ങൾ എല്ലാവരും കൃഷി ചെയ്യണം. ഒരു പ്രതിസന്ധിയെ മറികടക്കാനാണിത്. 1, എല്ലാവരും ചെയ്യണം. 2, അത് നിരന്തരം ചെയ്യണം എന്ന് പറഞ്ഞു. കൃഷി നിങ്ങൾ നിരന്തരം ചെയ്യണം, നിർത്തിവെക്കരുത്.
3, നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം, സേവ് ചെയ്യണം. ഫമാ ഹസത്തും ഫദറൂഹു ഫീ സുംബുലിഹി ഇല്ലാ ഖലീലം മിമ്മാ തഅകുലൂൻ. നിങ്ങൾ ചെലവ് കുറച്ചിട്ട് നിങ്ങൾ സൂക്ഷിപ്പ് നടത്തണം. നിങ്ങൾ ഈ ധാന്യമണികളെ നിങ്ങൾ ഗ്രൈനറിയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കണം. യൂസുഫ് അലൈഹിസ്സലാം പറയാൻ, ഫമാ ഹസത്തും, നിങ്ങൾ കച്ചയാക്കി നിങ്ങൾ കൊയ്തെടുക്കുന്നത്, ഫദറൂഹു ഫീ സുംബുലിഹി, ഫദറൂഹു ഫീ സുംബുലിഹി, ആ ഗോതമ്പിന്റെ ധാന്യമണികൾ അതിന്റെ സ്പൈക്കുകളിൽ തന്നെ നിൽക്കട്ടെ, നിങ്ങൾ അതിനെ മുറിച്ചു മാറ്റരുത്, അതിന്റെ കതിരുകളിൽ തന്നെ കിടക്കട്ടെ, അങ്ങനെ സൂക്ഷിക്കണം. ഇല്ല ഖലീലം മിമ്മാ തഅകുലൂൻ, കുറച്ചു മാത്രമേ നിങ്ങൾ തിന്നാൻ ഉപയോഗിക്കാവൂ, ബാക്കി നിങ്ങൾ സേവ് ചെയ്യണം. നമ്മുടെ വിവാഹങ്ങളിൽ, നമ്മുടെ സദ്യകളിൽ അനാവശ്യമായ ഭക്ഷണം വിളമ്പി നഷ്ടപ്പെടുത്തുന്ന മുസ്ലിമീങ്ങൾ ഇത് കേൾക്കണം. യൂസുഫ് അലൈഹിസ്സലാം പറയുന്നത്, ഇല്ലാ ഖലീലം മിമ്മാ തഅകുലൂൻ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കുറച്ചല്ലേ വേണ്ടൂ, നിങ്ങൾ വേസ്റ്റ് ആക്കരുത്, കുറെ കഴിക്കരുത്. നിങ്ങൾ കുറച്ച് ആവശ്യത്തിനുള്ള ഭക്ഷണത്തിന് മാത്രം എടുത്ത് ബാക്കി നിങ്ങൾ സേവ് ചെയ്യണം. നാലാമത്തേത് ഇതാണ്, നിങ്ങൾ ചെലവ് ചുരുക്കണം. ഇല്ല ഖലീലം മിമ്മാ തഅകുലൂൻ. എന്നിട്ട് മഹാനായ യൂസുഫ് അലൈഹിസ്സലാം പറഞ്ഞു, ഈ ഭക്ഷ്യവകുപ്പ് നിയന്ത്രിക്കാൻ പറ്റുന്ന ആളുകളെ ഏൽപ്പിക്കുകയും വേണം. ഇജ്അൽനി അലാ ഖസാഇനിൽ അർള് ഇന്നി ഹഫീദുൻ അലീം. യൂസുഫ് അലൈഹിസ്സലാം പറയാൻ, എന്നെ ഭൂമിയുടെ ഖജനാവുകളുടെ ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിക്കണമേ. ഇന്നി ഹഫീദുൻ അലീം, അത് എങ്ങനെ സൂക്ഷിക്കണമെന്നറിയുന്ന ഞാൻ. നിങ്ങൾ സേവ് ചെയ്യണം, സൂക്ഷിച്ചു വെക്കണം. 4 ദഅബൻ, നിരന്തരമായ ജോലി വേണം. 5 എല്ലാവരും കൃഷി ചെയ്യുകയും വേണം. എങ്കിലാണ് വിലക്കയറ്റം പോലെയുള്ള ദുരന്തങ്ങൾ നേരിടാൻ രാജ്യത്തിന് കഴിയൂ. വിശുദ്ധ ഖുർആനിന്റെ ഗ്ലോബൽ വീക്ഷണമാണിത്. ആഗോള സമീപനം ഖുർആനിനുണ്ട്. എങ്ങനെ വിലക്കയറ്റം തടയാമെന്നും ദാരിദ്ര്യങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്നും അള്ളാഹു നൽകുന്ന വിശുദ്ധ ഖുർആനിന്റെ വളരെ മനോഹരമായ വീക്ഷണങ്ങൾ. സമുദായത്തിന് വന്നുപെടുന്ന മുസീബത്തുകൾ പലതാണ്. അതിൽ ഒരു മുസീബത്ത് സാമ്പത്തികം, അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞത്. മറ്റൊരു മുസീബത്ത് രാജ്യത്ത് സമുദായങ്ങളിൽ തീവ്രപക്ഷക്കാരായ ആളുകൾ, തീവ്രതയോടുകൂടെ കാര്യങ്ങളെ വീക്ഷിക്കുന്ന ആളുകൾ, തീവ്രവാദികളായ ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ദീനിനെ മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കാതെ ഇസ്ലാമിന്റെ ആയത്തുകളെ, ഖുർആനിന്റെ ആയത്തുകളെ, വിശുദ്ധ ദീനിന്റെ കാഴ്ചപ്പാടുകളെ ശരിയായി പഠിക്കാത്തവര് ഈ ദീനിനെ ദുരുപയോഗം ചെയ്യുന്നത്. ഇത് ഉമ്മത്തിനുണ്ടായ വലിയൊരു ദുരന്തമാണ്. സംഗതി വശാൽ അവർ ഇസ്ലാം പേരുള്ളവരാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ ഇസ്ലാമിന്റെ പ്രമാണം പഠിക്കേണ്ടവരാണ്. വിശുദ്ധ ഖുർആനിലെ യുദ്ധത്തെ സംബന്ധിച്ച് പറയുന്ന ഒരായത്തും ഒരിടത്തും അങ്ങാടികളിലോ അല്ലെങ്കിൽ സ്കൂളുകളിലോ റെയിൽവേ സ്റ്റേഷനുകളിലോ എയർപോർട്ടുകളിലോ ജനങ്ങൾ കൂടുന്നിടത്തോ ഷോപ്പിംഗ് മാളുകളിലോ ഇവിടെ പ്രയോഗിക്കാനുള്ള ആയത്തല്ല ഇത്. ഒരു യുദ്ധം സന്നദ്ധമായാൽ, ഒരു യുദ്ധം സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ആ യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെ ഇടപെടണം എന്ന് പറഞ്ഞ ആയത്തുകളാണ് ഇസ്ലാമിന്റെ വിരോധികൾ ഖുർആനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ തീവ്രവാദ സമീപനങ്ങൾ തീർച്ചയായും വിജ്ഞാനം നേടുന്നതോടുകൂടെ ഇല്ലാതെ ആവാൻ വളരെ എളുപ്പമാണ്. ദീനിനെ പഠിക്കണം. അള്ളാഹുവിന്റെ ദീനിന്റെ അഹ്കാമുകൾ ഏതൊക്കെയാണ്, മുത്തലഖുകൾ ഏതൊക്കെയാണ്, മുഖയ്യദുകൾ ഏതൊക്കെ, ആം ഏതൊക്കെ ഖാസ്, ഇതൊക്കെ വ്യക്തമായി പഠിക്കുന്നിടത്തെ അള്ളാഹുവിന്റെ നിയമങ്ങളെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയൂ. അതുകൊണ്ട് യൂട്യൂബിലും ഗൂഗിളിലും ഇസ്ലാമിനെ പഠിക്കുന്ന ആളുകൾ തീവ്രവാദങ്ങളിലേക്ക് പോകുന്നത് സ്വാഭാവികമാണ്. അത്തരം ആളുകൾ പണ്ഡിതന്മാരെ സമീപിക്കുകയും ഇൽമിന്റെ അഹ്ലുകാരിൽ നിന്ന് വിജ്ഞാനം തേടുകയും ചെയ്തിരുന്നുവെങ്കിൽ വലിയൊരു അളവോളം തെറ്റിദ്ധാരണ ഇല്ലായ്മ ചെയ്യാൻ കഴിയുമായിരുന്നു. മുസ്ലിങ്ങളിൽ തന്നെയുള്ള ആളുകൾ, കടുത്ത സമീപനങ്ങളുള്ളവരെ, ഖിബിലയിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുന്നവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുന്ന ആളുകളെ കുഫറിന്റെയോ ബിദ്അത്തിന്റെയോ ശിർക്കിന്റെയോ ആളുകളാണെന്ന് പറഞ്ഞ ആരോപണം നടത്തുന്നത് ഇതൊക്കെ ഗൗരവമാണ്. ഇതൊക്കെ അങ്ങേയറ്റത്തെ വാക്കുകളാണ്. അത്രയും കൃത്യമായി ആലോചിച്ച്
ആ വാക്കുകൾ അന്വർത്ഥമാകത്തക്ക വിധമുള്ള എന്ത് വിഷയമാണ് അഭിപ്രായ വ്യത്യാസങ്ങളില്ലാതെ കൃത്യമായും വളരെ സ്വരീഹായ ഖുർആനിന്റെയും കിതാബിന്റെയും ദീനിന്റെയും ഒരു നസ്വിനെതിരായി നൽകുന്ന ഒരു വിഷയത്തോട് പറയേണ്ടതിന് പകരം അഭിപ്രായ വ്യത്യാസമുള്ള വിഷയങ്ങൾ വരുമ്പോഴേക്കും ആ അഭിപ്രായം സ്വീകരിക്കുന്നവര് കാഫിറാൻ, അവര് മുശ്രിക്കാൻ, അവര് മുബ്തദിആൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഇസ്ലാമിനുള്ളിലുള്ള തീവ്ര സമീപനക്കാരായ ആളുകളും ഈ ഉമ്മത്തിന് ഇന്ന് ഉമ്മത്ത് അനുഭവിക്കുന്ന അപകടകരമായ അപകടങ്ങളിൽപ്പെട്ടവരാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സ്വബീഗ് എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. സ്വബീഗിന്റെ പ്രശ്നം സൂറത്തുൽ മുർസലാത്ത് വൽ മുർസലാത്ത് ഉർഫ, സൂറത്തുൽ മുർസലാത്ത് ഇറങ്ങിയപ്പോ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ അല്ലാഹുവിന്റെ മലക്കുകളെ സംബന്ധിച്ച് പറയുന്ന ആയത്തുകളാണത്. ആ ആയത്തുകളെ സ്വബീഗ് തെറ്റായി വ്യാഖ്യാനിക്കുകയും സ്വഹാബാക്കൾക്കിടയിൽ വസ്വാസ് ഉണ്ടാക്കുകയും ചെയ്തപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വബീഗിനെ വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. സ്വബീഗ് വന്നു. ഉമർ റളിയല്ലാഹു അൻഹു സ്വബീഗിനോട് ചോദിച്ചു, സ്വബീഗെ, എന്താ നിന്റെ കാഴ്ചപ്പാട്? അവൻ അല്ലാഹുവിന്റെ കലാമിനെ മോശമായി പറയുകയും വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ വളച്ചൊടിക്കുകയും ചെയ്യുന്നു. അവൻ അറിവുണ്ടായിട്ട് ചെയ്യുകയാണത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ നിൽക്ക്, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് റൂമിനുള്ളിലേക്ക് ചെന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചാട്ടവാറുണ്ട്. ഏത് പിശാചും തലയിൽ നിന്ന് ഇറങ്ങുന്ന ചാട്ടവാറാണത്. ആ ചാട്ടവാറ് കൊണ്ട് സ്വബീഗിന്റെ തലയിലേക്ക് ഒരു അടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ അടി കാരണം സ്വബീഗിന്റെ നെറ്റിയിൽ നിന്ന് ചോര പൊടിഞ്ഞപ്പോ സ്വബീഗ് പറഞ്ഞു, അമീറുൽ മുഅ്മിനീനെ, അമീറുൽ മുഅ്മിനീനെ, സിദ്നി യാ അമീറുൽ മുഅ്മിനീൻ, ഒന്നുകൂടെ അടി തരൂ അമീറുൽ മുഅ്മിനീനെ, നിർത്തരുത്, അടിച്ചോളൂ അമീറുൽ മുഅ്മിനീനെ. ഫവല്ലാഹി ഇന്നി ലഉഹിസ്സു അന്നമാ കുൻതു അജിദുഹു യതബഖറു മിൻ റഅസി. അമീറുൽ മുഅ്മിനീൻ, എന്റെ തലയിലുണ്ടായിരുന്ന മോശമായ ചിന്തകള് നിങ്ങളുടെ അടി കാരണം എന്റെ തലയിലൂടെ നീരാവിയായി പോകുന്നത് ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ അടിക്കണേ, ഒന്നുകൂടെ അടിക്കണേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വീണ്ടും അടിക്കാൻ ആവശ്യപ്പെടുകയാണ് ചെയ്തത് സ്വബീഗ്. മഹാനായ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചികിത്സയായിരുന്നു അത്. ചില ആളുകൾക്ക് അത് വേണ്ടിവരും. കാരണം അവരറിയാത്തത് കൊണ്ടല്ല, അറിവില്ലായ്മ കൊണ്ടല്ല, അറിഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുകയും അറബ് ഭാഷ പഠിക്കുകയും അതിന്റെ ആദാബുകൾ പഠിക്കുകയും ചെയ്തതിന് ശേഷം കുരുത്തക്കേട് കൊണ്ടോ അല്ലെങ്കിൽ സത്യത്തെ സമീപിക്കേണ്ട രീതിയും ഇഖ്ലാസും ഇല്ലാതെ വന്നതിന്റെ പേരിലോ തെറ്റിദ്ധാരണകൾ പരത്തുന്ന, മനഃപൂർവ്വം സത്യം മനസ്സിലാക്കിയിട്ട് അത് മൂടിവെക്കുന്ന ആളുകൾ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചികിത്സ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്വബീഗിന്റെ തലയിൽ നടത്തിയപ്പോൾ അത് നീരാവിയായി പോകുന്നത് ഞാൻ കണ്ടു ഉമറേ എന്ന് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനോട് ഒന്നുകൂടെ അടിക്കൂ, സിദ്നി യാ അമീറുൽ മുഅ്മിനീൻ. അതിലും വലിയ അത്ഭുതമുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖവാരിജുകൾ എന്ന് പറയുന്ന വിഭാഗം ഇസ്ലാമിലെ തീവ്രവാദികളായിരുന്നു. ഖവാരിജുകള് അവർ മഹാനായ അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാരായ സ്വഹാബിമാർ ഇസ്ലാമിൽ നിന്ന് പുറത്താണെന്ന് പറഞ്ഞ ആളുകൾ. എത്ര വലിയ അത്ഭുതമാണ്! മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു, സുബ്ഹാനല്ലാഹ്, അലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്നും അലി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള ഹബീബായ നബി തങ്ങളുടെ കൂടെ ജീവിച്ച 800ഓളം സ്വഹാബിമാർ അവരും കാഫിറുകളാണ് എന്ന് ഫത്വ കൊടുത്ത ആളുകളാണ് ഖവാരിജുകള്. സ്വഹാബത്തിന്റെ കാലത്ത് ഖവാരിജുകൾ അവരുടെ വളരെ മോശമായ നിലപാട്, കടുത്ത സമീപനങ്ങൾ, ഇസ്ലാം അന്ന് നേരിട്ട ഏറ്റവും വലിയ ഒരു വിപത്തായിരുന്നു അത്. അലി റളിയല്ലാഹു തആല അൻഹു മഹാനവരുടെ കൂടെ ഹബീബായ നബി തങ്ങളോട് മിമ്മൻ ബായഅ തഹ്ത അഷ്ജറ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ ബൈഅത്ത് ചെയ്ത് നബി തങ്ങളുടെ കൂടെ കൈപിടിച്ച്, നബിയെ, ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഞങ്ങൾ കൂടെയുണ്ട് നബിയെ എന്ന് ഹബീബിന് വാക്കുകൊടുത്ത ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന, ആ ഹബീബിനോട് സത്യം ചെയ്ത് ഹബീബിന് ബൈഅത്ത് ചെയ്ത മുഅ്മിനീങ്ങളെ റളിയല്ലാഹു അൻഹും വറദൂ അൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അവർക്ക് അല്ലാഹുവിനെയും തൃപ്തിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ സജ്ജനങ്ങളെ പറ്റി കാഫിറുകൾ എന്ന് പറഞ്ഞവരാണ് അന്നത്തെ ഖവാരിജുകൾ. അന്നത്തെ ഖവാരിജുകള് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിനോട് മഹാനവറുകളോട് ചോദിച്ചു, അകുഫാറുൻഹും, അമീറുൽ മുഅ്മിനീനെ, ഇവര് കാഫിറുകളാണോ? ഈ ഖവാരിജുകൾ എന്ന് പറയുന്നവർ കാഫിറുകളാണോ? ഖാല മിനൽ കുഫ്രി ഫറൂ, അവര് കുഫറിൽ നിന്ന് ഓടിയവരാണ്.
എന്നാ പിന്നെ ഇവര് മുനാഫിഖീങ്ങളാണോ? ഇന്നൽ മുനാഫിഖീന ലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല. മുനാഫിഖീങ്ങൾ അല്ലാഹുവിനെ കുറച്ചല്ലേ ദിക്ർ ചൊല്ലൂ. വഹൗലാ യദ്കുറൂന അല്ലാഹ കസീറ. വലിയ ദിക്റിന്റെ ആളുകളാണല്ലോ ഇവര്. പിന്നെ എങ്ങനെ അവരെ പറ്റി മുനാഫിഖ് എന്ന് പറയാ? അവര് കാഫിറാണോ? അലി റളിയല്ലാഹു തങ്ങളോട് ചോദിക്കുക. അലി തങ്ങളെ കാഫിറാണെന്നും അലി റളിയല്ലാഹുവിന്റെ കൂടെയുള്ള 800ഓളം വരുന്ന ബൈഅത്തിന്റെ അഹ്ലുകാരായ അഹ്ലുൽ ബൈഅ സ്വഹാബിമാരെ കാഫിറുകളുമെന്ന് പറഞ്ഞവരെ കുറിച്ച് അലി തങ്ങൾ പറയാ. അവര് കാഫിറുകളാണോ എന്ന് അലി തങ്ങളോട് ചോദിച്ചപ്പോ അവര് കുഫ്റിന്ന് ഓടിയവരാണ്. കാഫിർ എന്ന് പറയാം. മുനാഫിഖാണോ? കപടവിശ്വാസിയാണോ? മുനാഫിഖീങ്ങൾ കുറച്ചല്ലേ ദിക്ർ ചൊല്ലു. അങ്ങനെയല്ല അല്ലാഹു തആല പറഞ്ഞു, ലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീല വഇദ ഖാമൂ ഇല സ്വലാത്തി ഖാമൂ കുസാല. മടിയന്മാരായിട്ട് നിസ്കരിക്കുക. ഇവർ എന്തോരം നിസ്കാരക്കാരായിരുന്നു എന്ന ഖവാരിജികൾ. ഭയങ്കര ദിക്റും സ്വലാത്തും നിസ്കാരവും നോമ്പുള്ള ആൾക്കാരാണ്. അവരെ പിന്നെ എങ്ങനെ മുനാഫിഖ് എന്ന് പറയാ? എന്താണ് ഇവരുടെ കഥ? പിന്നെ പറഞ്ഞു ഫമാഹും, അലിയാരെ പിന്നെ എന്താണ് ഈ കൂട്ടര്? എന്താ ഇവരെ ചെയ്യ? എന്ത് തീവ്രവാദികളായത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇഖ്വാനുനാ ബഗൗ അലൈനാ. അവര് നമ്മുടെ സഹോദരന്മാരാണ്, പക്ഷെ അവർ നമ്മളോട് അതിക്രമം ചെയ്തവരാണ്. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലകും അലൈനാ സലാസൻ. മൂന്ന് സൗകര്യം ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. 3 കാര്യം നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. അല്ലാ നബ്ദഅഹും ബിഖിതാലിൻ മാ ലം തുഖാതിലൂനാ. ഞങ്ങൾ നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരില്ല. നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്യാൻ വന്നാലൊഴികെ. അലി തങ്ങൾ പറയാ, നിങ്ങളോട് ഞങ്ങൾ ശത്രുക്കളെ പോലെ ഞങ്ങൾ കാണുന്നില്ല. നിങ്ങൾ ഞങ്ങളെ കാഫിർ എന്ന് വിളിക്കുന്നവരാ, പക്ഷേ ഞങ്ങൾ നിങ്ങളോട് യുദ്ധത്തിന് വരൂല. നിങ്ങൾ ഞങ്ങളോട് യുദ്ധം ചെയ്ത് ഞങ്ങളോട് പടപൊരുതാൻ വന്ന് ഞങ്ങൾ അതിക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ പ്രതിരോധിക്കും. وَأَلَّا نَمْنَعَكُمْ مَسَاجِدَنَا مَا صَلَّيْتُمْ إِلَى قِبْلَتِنَا. നിങ്ങൾ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന കാലത്തോളം ഞങ്ങളുടെ പള്ളിയിലേക്ക് വരരുത് എന്ന് നിങ്ങളോട് ഞങ്ങൾ പറയുകയുമില്ല. ഞങ്ങളുടെ പള്ളിക്ക് വരാൻ പാടില്ലെന്ന് എങ്ങനെ പറയും? നിങ്ങൾ ഖിബിലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുന്ന കാലത്തോളം. وَأَلَّا نَمْنَعَكُمْ نَصِيبَكُمْ مِنَ الْبَيْتِ الْمَالِ. നിങ്ങൾ ഭരണാധികാരിയുടെ കൂടെ നിലനിൽക്കുന്ന കാലത്തോളം ബൈത്തുൽ മാലിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടേണ്ട റേഷൻ ഞങ്ങൾ നൽകുകയും ചെയ്യും. നിങ്ങൾക്ക് റേഷൻ ഉണ്ട്, പള്ളിക്ക് വരാനും പറ്റും. ഞങ്ങൾ നിങ്ങളോട് പടപൊരുതാനൊന്നും വരുന്നില്ലേ? നിങ്ങൾ അങ്ങനെ പറഞ്ഞോ? സ്വഹാബികളെ കുറിച്ച് കുഫർ ആരോപിച്ച ആളുകൾ ഖവാരിജുകൾ, അവർക്ക് മറുപടി കൊടുക്കാൻ അലി റളിയല്ലാഹു അൻഹു ഹബ്റുൽ ഉമ്മ, മഹാനായ ഈ ഉമ്മത്തിന്റെ പ്രഗൽഭനായ പണ്ഡിതൻ, സ്വഹാബിയായ മഹാനായ നബി തങ്ങളുടെ അഹ്ലുൽ ബൈത്തിൽപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ അലി തങ്ങൾ പറഞ്ഞേക്കാൻ, ഇബ്നു അബ്ബാസ് എന്നവരെ നിങ്ങൾ പോയിട്ട് അവരോടൊന്ന് ഒരു സംവാദം നടത്തൂ. എന്താണ് ഇവർ പറയുന്ന ഈ അത്ഭുതകരമായ വാദങ്ങൾ? മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. ഭയങ്കര പണ്ഡിതനാണ് ഇബ്നു അബ്ബാസ് എന്നവര്. മുഖം ഭയങ്കര വെളിച്ചമുള്ള സുഹാബിയാണ്. ത്വായിഫിലാണ് അവരുടെ മഖാമുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ഇബ്നു അമ്മാൻ, ഹബീബായ റസൂലുള്ളാഹി ഇബ്നു അമ്മി റസൂലില്ലാഹ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളുടെ വല്യപ്പ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബ്ബാസ് എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഹബീബിന്റെ എളാപ്പയാണ് അബ്ബാസ് റളിയല്ലാഹു അൻഹു. അവരുടെ മോനാണ് ആര്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. അങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല കൂട്ടരെ, പിന്നെ നമുക്ക് ഒരു ചർച്ച നടത്താം. എന്താ നിങ്ങളെ പറയുന്നത്? മാ തൻഖിമൂന മിൻ ഇബ്നി അമ്മി റസൂലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പിതൃപുത്രനായ അലി റളിയല്ലാഹു അൻഹുവിനോട് നിങ്ങൾക്ക് എന്താണ് ഇത്ര വെറുപ്പ്? അലിയാർ ചെയ്ത തെറ്റെന്താണ്? എന്തുകൊണ്ടാണ് അലിയാരെ സംബന്ധിച്ച് നിങ്ങൾ കുഫ്റാരോപണം നടത്തുന്നത്? ഇസ്ലാമിലെ അന്നത്തെ തീവ്രവാദ പക്ഷക്കാരായ ആളുകളെ, ഖവാരിജുകളെ, അവരെ ഒതുക്കി നിർത്താൻ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുടെ വിജ്ഞാനം കൊണ്ട് നേരിടുകയാണ്. ചരിത്രത്തിലെ വളരെ മനോഹരമായ ഒരു സംഭവമാണിത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എന്നോട് പറയൂ, ഞാൻ മറുപടി തരാം. പറഞ്ഞു 3 എന്ന് പറഞ്ഞു. എന്താ 3 ആരോപണങ്ങൾ ഞങ്ങൾക്ക് ആരോപിക്കാനുണ്ട് അലി തങ്ങളെ കുറിച്ച്. അതുകൊണ്ടാ ഞങ്ങൾ അലിയാരെ എതിർക്കുന്നത്. എന്താന്ന് ചോദിച്ചു. ഹാച്ചിനിൽ ഊല, ഒന്നാമത്തേത് അങ്ങ് പറയൂ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ പറയാൻ കാരണം ഫഇന്നഹു മഹാ ഇസ്മഹു മിനൽ ഖിലാഫ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഖിലാഫത്തിൽ അമീറുൽ മുഅ്മിനീൻ എന്ന പേര് വെട്ടിക്കളയുകയാണ് ഉണ്ടായത്.
സ്വന്തം പേരിന്റെ കൂടെ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറാണ് എന്ന വാക്ക് അലി റളിയല്ലാഹു അൻഹു ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പൊ മുഅ്മിനീങ്ങളുടെ അമീർ അല്ല എന്നല്ലേ അതിനർത്ഥം? പിന്നെ മുഅ്മിനീങ്ങളുടെ അമീർ അല്ലെങ്കിൽ പിന്നെ അമീറുൽ കാഫിരീൻ അല്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ആരോപിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്താ ചെയ്യാ? എന്തെന്ന് വെച്ചാൽ അലി റളിയല്ലാഹു തആല അൻഹു മഹാനായ മുആവിയ തങ്ങൾക്ക് ഒരു കത്ത് എഴുതിയിരുന്നു ഷാമിലേക്ക്. മുആവിയ റളിയല്ലാഹു അൻഹു മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലക്കാരനായ സ്വഹാബിയാണ്. മഹാനായ അലി തങ്ങള് ഖലീഫയായിരിക്കുന്ന കാലം മുആവിയ തങ്ങൾക്ക് കത്തെഴുതിയപ്പോ മിൻ അമീരിൽ മുഅ്മിനീന അലിയിൻ, അലി റളിയല്ലാഹു അൻഹു മുമ്പ് അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായ എന്ന് പറഞ്ഞ വാക്ക് അലി തങ്ങൾ പറഞ്ഞു അത് വെട്ടിക്കളി, വെക്കണ്ട. കാരണം മുആവിയ റളിയല്ലാഹു അൻഹു അധികാരം ആഗ്രഹിച്ചിരുന്നൊരു സമയമുണ്ടായിരുന്നു, തനിക്ക് ഖിലാഫത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചൊരു സമയമുണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരാളോട് അമീറുൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞ കത്ത് ചെല്ലുമ്പോഴേ ചെറിയ വിഷമം ഉണ്ടാവുമല്ലോ. അങ്ങനെയാണ്, പ്രസിഡന്റ് ആവാൻ വേണ്ടി കുപ്പായിട്ട് ഇരിക്കുകയാണ്, അങ്ങനത്തെ ഒരാള് അത് കിട്ടിയതില്ല, വേറൊരാൾക്ക് കിട്ടി. അങ്ങനെ മൂപ്പര പ്രസിഡന്റ് ലെറ്റർ ഹെഡിൽ മൂപ്പർക്ക് ഒരു കത്ത് കൊടുക്കുമ്പോൾ ഒരു വിഷമല്ലേ? വേണ്ട, സാധാ പേപ്പറിൽ എഴുതി കൊടുത്താൽ മതി. അങ്ങനെ അലി തങ്ങൾ ആ പേര് വെട്ടാൻ വേണ്ടി പറഞ്ഞതാണ് ഇക്കൂട്ടരെ തെറ്റിദ്ധരിപ്പിച്ചത്. ആ വെട്ടിയതിനെ കുറിച്ചാണ് ഇവര് കളിയാക്കുന്നത്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അടുത്തത് വരട്ടെ. ഓക്കെ, ഒന്നാമത്തെ ആരോപണം ശരി. രണ്ടാമത്തേത് എന്താണ്? ഹാത്തിസാനിയ, രണ്ടാമത്തേത് പറയൂ. മഹാനവറുകൾ പറഞ്ഞു രണ്ടാമത്തേത് വഹക്കമർ റിജാല ഫീ കിതാബില്ലാഹ്, ഹക്കമർ റിജാല ഫീ കിതാബില്ലാഹ് വഖാതല വലം യസ്ബി വലം യഗ്നം. അധികാരം അധികാരം അല്ലാഹുവിനല്ലേ വേണ്ടത്. അധികാരം അലി റളിയല്ലാഹു അൻഹു പുരുഷന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അവരെ അല്ലല്ലോ അധികാരം. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് എന്ന് പറഞ്ഞ രാഷ്ട്രീയവാദക്കാരുടെ ആ ഒരു ചിന്താഗതിയാണ് ഖവാരിജുകൾ എന്ന് പറയുന്നത്. അള്ളാഹുവിനല്ലേ അധികാരം കൊടുക്കേണ്ടത്, അധികാരം അലി തങ്ങൾ പുരുഷന്മാരെയാണല്ലോ ഏൽപ്പിച്ചത്. അത് മാത്രമോ, അവിടെ ഒരു യുദ്ധം നടന്നപ്പോ ആ യുദ്ധത്തിൽ, ഏത് യുദ്ധം എന്നറിയോ? ആയിഷ ബീവിക്കെതിരെ നടന്ന, ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഇജ്തിഹാദിന്റെയും അലി റളിയല്ലാഹു അൻഹുവിന്റെ ഇജ്തിഹാദിലും വന്ന പിഴവ് കാരണം നടന്ന ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ട്, മഅറക്കത്തു ജമൽ. ആ യുദ്ധത്തിൽ ഒരു സ്വഹാബിയെയും യുദ്ധത്തടവുകാരായി പിടിക്കുകയോ ഗനീമത്ത് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. രണ്ടാമത്തെ പരാതി. ഓക്കെ, മൂന്നാമത്തേത് എന്താ? മൂന്നാമത്തേത് ഹാത്തിനി സാലിസ, മൂന്നാമത്തേത് പറയൂ. അവര് പറഞ്ഞു മൂന്നാമത്തേത് ഖാതല ഫലം യസ്ബി വലം യഗ്നം, യുദ്ധം ചെയ്തു പക്ഷെ യുദ്ധ തടവുകാരെ പിടിച്ചില്ല, ഗനീമത്തും എടുത്തില്ല. രണ്ടാമത്തേത് ഹക്കമർ റിജാല ഫീ കിതാബില്ലാഹ്, അലി റളിയല്ലാഹു തആല അൻഹു പുരുഷന്മാരെ അധികാരമേൽപ്പിച്ചു. ഒന്ന്, അലി തങ്ങൾ പേര് മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്, അമീറുൽ മുഅ്മിനീൻ. ഇതുകൊണ്ടൊക്കെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരുന്നു, ഞാൻ ഇതിന് മറുപടി അള്ളാഹുവിന്റെ കിതാബ് കൊണ്ട് തന്നാൽ, ഖുർആൻ കൊണ്ട് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. ഹദീസ് കൊണ്ട് പറഞ്ഞാൽ സ്വീകരിക്കൂ? ആ, സ്വീകരിക്കാം. ഹുദൈബിയ സന്ധി ഓർമ്മയുണ്ടോ? ആ, ഓർമ്മയുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന് ശത്രുക്കൾ പറഞ്ഞു പരത്തിയ ആ രംഗം ഓർമ്മയുണ്ടോ? അവര് പറഞ്ഞു ഓർമ്മയുണ്ട്. റസൂലുള്ളാഹി തങ്ങളും സുഹൈൽ ഇബ്നു അംർ എന്നവരും, സുഹൈൽ ഇബ്നു അംറും അബൂ സുഫിയാൻ ഇബ്നു ഹർബ് രണ്ടുപേരും റളിയല്ലാഹു അൻഹുമാ പിന്നീട് സ്വഹാബികളാണ്. പക്ഷേ അന്ന് ഹുദൈബിയ സന്ധി നടക്കുമ്പോൾ രണ്ടുപേരും മുസ്ലിം വിരുദ്ധ പക്ഷത്താണ്. റസൂലുള്ളാഹി തങ്ങളും അവരും തമ്മിൽ ഒരു കരാർ ഒപ്പുവെച്ചപ്പോ മിൻ മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാഹി റസൂലില്ലാഹ്, റസൂലുള്ളാഹിയായ അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി തങ്ങൾ ബോധിപ്പിക്കുന്ന കരാറാണിത് എന്ന് പറഞ്ഞപ്പോ അന്ന് സുഹൈൽ ഇബ്നു അംർ നബി തങ്ങളോട് ആ ബിസ്മില്ലാഹി വെട്ടാൻ പറയുകയും, റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലാണ്, ലൗ കാന റസൂലുള്ളാഹി മാ ഖാതൽനാ, ഇത് റസൂലാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവരോട് യുദ്ധം ചെയ്യില്ലല്ലോ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹ് എന്ന പേര് വെട്ടാൻ വേണ്ടി പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹു ഇത് വെട്ടാൻ മടിച്ചുപോയ നേരത്ത് മഹാനായ റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത്, അലിയെ ഉഷ്തുബ് അലൈ, അത് വെട്ടിക്കോളൂ അലിയെ, അത് വെട്ടിക്കോളൂ എന്ന് റസൂലുള്ളാഹി തങ്ങളെ അലി തങ്ങളോട് പറയുകയും റസൂലുള്ളാഹി എന്ന പേര് വെട്ടുകയും അതിന് പകരം മിൻ മുഹമ്മദിൻ ഇബ്നു അബ്ദുല്ലാഹി, അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബോധിപ്പിക്കുന്ന കരാർ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി എന്ന് വെട്ടാൻ പറഞ്ഞതിന്റെ പേരിൽ അല്ലാഹുവിന്റെ റസൂൽ റസൂലല്ലാതെ മാറിയിട്ടുണ്ടോ? റസൂലല്ലാതെ ആയിട്ടുണ്ടോ? റസൂലുള്ളാഹി തങ്ങൾ ആ ഒരു സന്ദർഭത്തിൽ ഇത് വെട്ടിക്കോളൂ എന്ന് പറഞ്ഞതിനാണോ
റസൂലുള്ളാഹി തന്നെ നുബുവത്ത് നഷ്ടപ്പെട്ടോ അതിന്റെ പേരിൽ? ഇല്ലല്ലോ. റസൂൽ എന്നാലും റസൂൽ തന്നെയല്ലേ. മഹ്ബൂബും ഫീ ഖുലൂബിന, നമ്മുടെ ഹൃദയങ്ങളിൽ മെഹബൂബല്ലയോ നബി? ആ ഒരു സന്ദർഭം നിങ്ങൾ എന്താ ഓർക്കാത്തത്? അലി റളിയല്ലാഹു അൻഹു തന്റെ കൂട്ടുകാരനായ മഹാനായ മുആവിയ തങ്ങൾക്ക് കത്തെഴുതിയപ്പോ അമീറുൽ മുഅ്മിനീൻ എന്ന് ആ കത്തിൽ വെട്ടിക്കളഞ്ഞതിന്റെ പേരിൽ അവർ അമീറല്ലാതായി മാറുമോ? ഓ, മനസ്സിലായി. 4000 ആളുകൾ, 6000 ഉണ്ടായിരുന്ന മൊത്തം ഖവാരിജുകളിൽ 4000 ആളുകൾ ഇങ്ങോട്ട് പോന്നു എന്നാ രണ്ടാമത്തെ മറുപടി കൂടെ കഴിഞ്ഞപ്പോ. എന്നാൽ 2000 ആൾക്കാരോടെ തന്നെ നിന്നു. അത്ഭുതം, സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ അതങ്ങനെയാണ്. തിരിയാത്തത് കൊണ്ടല്ലല്ലോ നമ്മുടെ കൂട്ടത്തിൽ പാർട്ടികൾ ഉണ്ടായത്, തിരിയാത്തത് കൊണ്ടല്ല. തിരിഞ്ഞാലും ഞങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും മാറൂല. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തേത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയത്ത് ഓതി കൊടുക്കുന്നു. എന്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു അധികാരം സ്വഹാബികളെ ഏൽപ്പിച്ചു? സ്വഹാബികളായ പുരുഷന്മാരായ സ്വഹാബിമാരെ ഏൽപ്പിച്ചു. അത് ഏൽപ്പിക്കാൻ പാടില്ലല്ലോ. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലേ ഹുക്മ് എന്ന് പറഞ്ഞതിന് മറുപടി വരുന്നു മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഓർക്കണമേ, ഹറമിൽ ഒരു മുയലിനെ വേട്ടയാടിയാൽ, ഹറമിൽ ഒരു മുയലിനെ വേട്ടയാടിയാൽ ആ വേട്ടയാടപ്പെട്ട മൃഗത്തിന്റെ കാര്യത്തിലുള്ള തീരുമാനമെടുക്കാൻ നിങ്ങളിൽ നീതിബോധമുള്ള 2 പുരുഷന്മാർ, 2 ആളുകൾ അതിന് സാക്ഷി പറയണം, അതിന് വിധി പറയണമെന്ന് ഒരു മുയലിന്റെ കാര്യത്തിൽ വിധി പറയാൻ വരെ അള്ളാഹു പുരുഷന്മാരെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെണ്ണുങ്ങളോടുള്ള വിരോധം കൊണ്ടല്ലേ? ഇസ്ലാമിന്റെ ഒരു ഹുക്ം അവിടെ അങ്ങനെയാണ്. يحكم به ذوى عدل منكم هديا بالغ الكعبة أو كفارة طعام مساكين أو عدل ذلك صياما ليذوق وبال أمره. سورة المائدة. ഒരു ഹറമിൽ മുഹരിമായ ഒരു മനുഷ്യൻ വേട്ടയാടാൻ പാടില്ല, അല്ലാത്തവർ വേട്ടയാടാൻ പാടില്ല. ഹറമിന്റെ പരിധിയിൽ ഒരു ജീവിയെ കൊല്ലാൻ പാടില്ല. അങ്ങനെ ഒരു ജീവി കൊല്ലപ്പെടുകയാണെങ്കിൽ ആ ജീവി ഒരു മുയലായിരിക്കാം, ഒരു മെരുവായിരിക്കാം, ഒരാടായിരിക്കാം, ഏതെങ്കിലും ഒരു കാട്ടുമാനായിരിക്കാം, എന്തോ ആവാം. ഒരു മൃഗത്തിന്റെ വിഷയത്തിൽ വിധി പറയാൻ യഹ്കുമു ബിഹി ദവാ അദ്ലിൻ മിൻകും, നിങ്ങളിലെ നീതിമാന്മാരായ 2 പേരാണ് അവിടെ വിധി പറയേണ്ടത് എന്ന് അള്ളാഹു പറഞ്ഞാൽ, ജനങ്ങളുടെ ചോര ചിന്തുന്ന വിഷയമാണ് അധികാരം. രാഷ്ട്രീയം ജനങ്ങളുടെ ചോര കൊണ്ടുള്ള കളിയാണ്. ജനങ്ങളുടെ അസ്തിത്വത്തിന്റെ വിഷയമാണ്. ജനങ്ങളുടെ സമാധാനത്തിന്റെ വിഷയമാണ്. ജനങ്ങളുടെ സുരക്ഷിതത്വത്തിന്റെ വിഷയമാണ്. അതിൽ 2 പേരെ, അതിലേറെ ആളുകളെ അലി റളിയല്ലാഹു അൻഹുവോ മുൻഗാമികളായ ഖലീഫമാരോ അധികാരം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എന്ത് കുഴപ്പമാണുള്ളത്? ഒരു മുയലിന്റെ കാര്യത്തിൽ വരെ 2 ആളുകൾ ഹക്കമുകൾ വിധി പറയണമെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? പിന്നെ എന്താ മനുഷ്യരുടെ വിഷയത്തിൽ ഇടപെടുന്നതിന് എന്ത് വിരോധം? ഓ, ശരിയാണ്. അടുത്ത പരാതി, നിങ്ങൾ ആയിഷ ബീവിക്കെതിരെ യുദ്ധം നടത്തിയിട്ട് നിങ്ങൾ ഒരൊറ്റ സ്വഹാബിനും ചെറപ്പുള്ളിയായി പിടിച്ചു കൊണ്ടുവന്നിട്ടില്ലല്ലോ, സബീ ചെയ്തിട്ടില്ലല്ലോ, ഗനീമത്ത് എടുത്തിട്ടില്ലല്ലോ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിക്കുക, ആരെയാ ഇവിടെ ചെറപ്പുള്ളിയായി പിടിക്കേണ്ടത്? ആയിഷ ബീവിയെയോ? റളിയല്ലാഹു അൻഹാ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് പരാജയം ആ യുദ്ധത്തിൽ ഉണ്ടാകുമ്പോ ബീവിയെ നിങ്ങൾ ചെറപ്പുള്ളിയായി അടിമപ്പെണ്ണുങ്ങളെ പിടിക്കപ്പെടുന്ന പോലെ ബീവിയെ പിടിക്കണം എന്നാണ് പറയുന്നത്. ബീവി ആരാണ്? നബി തങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ ഉമ്മമാരല്ലേ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഉമ്മയല്ലേ? ഉമ്മയെ അടിമയെ പിടിക്കുന്ന പോലെ കൊണ്ടുവരണമെന്നും അടിമയോട് പെരുമാറുന്ന പോലെ സ്വന്തം ഉമ്മയോട് പെരുമാറുകയോ ഇതാണോ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ ആയിഷ ബീവിയെ ഉമ്മയാണെന്ന് അംഗീകരിക്കുകയില്ലെങ്കിൽ വിശുദ്ധ ഖുർആന്റെ ആയത്തിനാണ് നിങ്ങൾ എതിര് നിൽക്കുന്നത്. ആരോടാ അവിടെ ഗനീമത്ത് ചെയ്യേണ്ടത്? മുസ്ലിമീങ്ങളോടോ? അങ്ങനെ ഒരു തെറ്റായ ധാരണയിൽ ഒരു യുദ്ധം നടന്നുപോയി. ആ യുദ്ധം നടന്നതിന്റെ പേരിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടക്കമുള്ള മഹദിമാർ, അല്ലെങ്കിൽ മഹാന്മാരായ അസ്ഹാബുൽ ബദരീങ്ങളായ ആളുകൾ, ത്വൽഹ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കൂടല്ലേ? ഇവരെയൊക്കെ യുദ്ധ തടവുകാരായി പിടിച്ചു കൊണ്ടുവന്നില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ആ യുദ്ധം തന്നെ പാടില്ലായിരുന്നു, പിന്നെ അവരെ യുദ്ധ തടവുകാരായി പിടിക്കുകയോ?
എന്ന് പറഞ്ഞ് അവരോട് സംവാദം നടത്തി 6000-ഓളം വരുന്ന അന്നത്തെ ഖവാരിജുകളിൽ 4000 ആളുകളെ സത്യത്തിന്റെ ഹക്കിന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്ന മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. എന്നാലും 2000 ആളുകൾ പറഞ്ഞു, ഞങ്ങൾ മാറില്ല, ഞങ്ങൾ പറഞ്ഞ അതേ ആശയത്തിൽ നിലകൊള്ളുന്നു, ഞങ്ങളുടെ വാദം ഞങ്ങൾ ഒരിക്കലും തിരുത്തുകയില്ലെന്ന് പറഞ്ഞ് വീണ്ടും 2000 ആളുകൾ. ആ 2000-ൽപ്പെട്ട ആളുകളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചത്. നമ്മൾ അറിയണം, മുസ്ലിമീങ്ങളാണ്, ഖവാരിജുകൾ മുസ്ലിമീങ്ങളായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിനെ വധിച്ചത് ഇസ്ലാമിലെ രാഷ്ട്രീയവാദം കൊണ്ടുവന്ന ആളുകള്, ഖവാരിജുകളായ ആളുകള്. ഖവാരിജുകളാണ് ഉസ്മാൻ തങ്ങളെ വധിക്കുന്നത്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വല്ലദീ തസ്തഹീ മിൻഹു മലായികത്തുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ മലക്കുകൾ പോലും നാണിച്ചു പോകുന്ന നാണമുണ്ടായിരുന്ന ഉസ്മാൻ തങ്ങൾ, എപ്പോഴും ഖുർആൻ ഓതിയിരുന്ന മഹാൻ, അന്ന് നോമ്പെടുത്തിരിക്കുകയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഹബീബായ നബി തങ്ങളെ സ്വപ്നം കണ്ടു. ഉസ്മാനേ, ഉസ്മാൻ തങ്ങളോട് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, യാ ഉസ്മാൻ, ഉസ്മാനേ അഫ്തിർ ഇൻദനൽ യൗം. നോമ്പുകാരനാണ് ഉസ്മാൻ എന്നവരെ. ഉസ്മാൻ തങ്ങൾ ഹബീബിനെ സ്വപ്നം കണ്ടു, ഉസ്മാനേ ഇന്ന് നോമ്പ് തുറക്കാൻ നിങ്ങൾ എൻ്റെ അടുത്ത് വരണേ. സ്വാഇമൻ, നിങ്ങൾ നോമ്പുകാരനായിട്ട് വരണം, നോമ്പ് തുറക്കൽ എൻ്റെ അടുത്ത് നിന്നാവണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വീട് വളയുകയും മഹാനുഭാവനെ വീട്ടു തടങ്കലിലാക്കുകയും ചെയ്ത് ആ മഹാനുഭാവനെ 9 വെട്ട് വെട്ടിയിട്ടാണ് ആ ദുഷ്ടന്മാർ മഹാനവർ വധിച്ചത്. അവരുടെ ഭാര്യ ചുറ്റും നിന്നുകൊണ്ട് പറയുന്നുണ്ട്, ഓടി വന്നുകൊണ്ട് പറയുന്നുണ്ട്, അതഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്, ഞാൻ എൻ്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ നിങ്ങൾ കൊല്ലുകയാണോ? അധികാരമോഹികളായിരുന്ന ഇസ്ലാമിക പ്രമാണങ്ങളെ വളച്ചൊടിച്ചിരുന്ന അന്നത്തെ തീവ്രവാദികളായ ആളുകളെ മഹാനായ ഉസ്മാൻ തങ്ങൾ തന്നെ പറഞ്ഞു, അസ്സയ്യിബുൽ മുഹ്സിൻ, വിവാഹം ചെയ്ത് വിവാഹിതനായിട്ടും വ്യഭിചാരം ചെയ്ത ഒരാൾ, ഇസ്ലാം അവർക്ക് ഒരുപക്ഷെ എറിഞ്ഞു കൊല്ലാനുള്ള ശിക്ഷ നടപ്പാക്കി എന്ന് വരും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരത്തെ നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്ന ഒരു മനുഷ്യന് കൊലപാതകം കൊടുക്കും. ഞാൻ അല്ലെങ്കിൽ റിദ്ദത്ത് ചെയ്യണം, ഇസ്ലാമിന് മുർത്തദ്ദായി പോകണം, ഇതിൽ ഏത് കുറ്റമാണ് ഞാൻ ചെയ്തത്, എന്തിന്റെ പേരിലാണ് നിങ്ങൾ കൊല്ലുന്നത് എന്ന് ഉസ്മാൻ തങ്ങൾ തന്നെ ചോദിച്ചിരുന്നു. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ പരിശുദ്ധമായ മുഹറമായ ഒരു മാസത്തില് പരിശുദ്ധമായ അൽ ബലദുൽ ഹറാം, വിശുദ്ധ മദീനയിൽ വെച്ചിട്ട് ഇവര് കൊല്ലാൻ വേണ്ടി വരുമ്പോ അമീറുൽ മുഅ്മിനീനോട് ചില ആളുകൾ ചോദിക്കുന്നുണ്ട്, അൻത ഇമാമുസ് സുന്നഹ്, ഇമാമേ ഉസ്മാൻ എന്നവരെ നിങ്ങൾ അഹ്ലുസ് സുന്നയുടെ ഇമാമാണ്. വഹൗലാ ഇമാമുഹും ഇമാമു ബിദ്അഹ്, ഇവരെ ബിദ്അത്തുകാരാണ്. വഹും യുസല്ലൂൻ, അവരെ നിസ്കരിക്കുന്നുണ്ട്. അഫനുസല്ലി മഅഹും, അവരുടെ പിന്നിൽ ഞങ്ങൾക്ക് നിസ്കരിക്കാൻ പാടുണ്ടോ? വഖദ് നസല ബികമാ നറാ, നിങ്ങളെ ഈ വിധത്തിൽ അവരെ ശിക്ഷിച്ച ആളുകളാണ്, നിങ്ങളെ വീട്ടുതടങ്കലിലാക്കിയ ആളുകളാണ്. വീട്ടുതടങ്കലിൽ മഹാനവറുകൾ നിൽക്കുമ്പോഴാണ് കൂടെയുള്ള ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്നത്, ഉസ്മാൻ എന്നവരെ ഈ ഖവാരിജുകളുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ? ഖവാരിജുകൾക്ക് ഭയങ്കര നിസ്കാരത്താഴ്മുണ്ടായിരുന്നു, ഭയങ്കര ദിക്റാൻ, ഏതു നേരവും സ്വലാത്ത്, ഏതു നേരവും ദിക്റ്, ഭയങ്കര നിസ്കാരക്കാര്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, തഹ്ഖീറൂന സ്വലാത്തകും ഇലാ സ്വലാത്തിഹിം വസിയാമകും ഇലാ സിയാമിഹിം, നിങ്ങളുടെ സുന്നത്ത് നോമ്പ് അവരുടേത് കണ്ടാൽ നിങ്ങളുടേത് ഒന്നുമല്ല, അവരുടെ സുന്നത്ത് നിസ്കാരം നിങ്ങളുടേത് കണ്ടാൽ ഒന്നുമല്ല. അത്തരം ആളുകൾ യംറുഖൂന മിനദ്ദീൻ മുറൂഖസ് സഹ്മി മിനർ റമിയ, വില്ലിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ ഇസ്ലാമിൽ നിന്ന് അവർ തെറിച്ചു പോകുമെന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ഇവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖവാരിജുകളെ കുറിച്ച്. ഉസ്മാൻ തങ്ങളോട് വന്ന ചോദ്യം ഇതാണ്, അവരുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ? ആ നേരത്തെ ഒരു ഫിത്ന ഇല്ലാതെയാവാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്ത മറുപടി ഭയങ്കര അത്ഭുതമാണ്. ഇന്ന സ്വലാത്ത മിൻ അഹ്സനി മാ യസ്നഉൻ നാസ്, ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമല്ലയോ നിസ്കാരം? ഫഇദാ അഹ്സനു ഫഅഹ്സിൻ മഅഹും, അവർ ആ നന്മ ചെയ്താൽ അവരുടെ കൂടെ നിങ്ങൾ ആ നന്മ ചെയ്തോളൂ. വഇദാ അസാഉ, അവരെ തിന്മ ചെയ്താൽ ഫതജന്നബ് ഇസാഅതഹും, അവരുടെ തിന്മയിൽ നിങ്ങൾ കൂടരുത് എന്ന് പറഞ്ഞ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അവരോട് എതിർക്കാനോ അവരെ ആട്ടിയോടിക്കാനോ അവരോട് യുദ്ധം ചെയ്യാനോ അല്ല അന്ന് ഉത്തരവിട്ടത്. അന്ന് ഖലീഫയാണ്.
അവരെ പിന്നെ നിസ്കരിക്കാമോ? നിസ്കാരമല്ലേ, സാരമില്ല, നിങ്ങൾ നിസ്കരിച്ചോളൂ, ഒരു ഫിത്ന ഉണ്ടാവാണ്ടിരിക്കാൻ. പിന്നെ അവരുടെ ഇദാ അഹ്സനു ഫഅഹ്സിൻ മഅഹും, അവർ നന്മ ചെയ്താൽ നിങ്ങൾ കൂടെ നന്മ ചെയ്തോളൂ, അവർ തിന്മ ചെയ്താൽ ആ തിന്മയിൽ നിങ്ങൾ കൂടെ നിൽക്കരുത്. അസ്സലാത്തു മിൻ അഹ്സനി മാ യസ്നഉൻ നാസ്. ഇത്രയും സംയമനം പാലിക്കുവാനും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒഴിവാക്കാനും മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അന്ന് നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത്. ഇത് ഉമ്മത്തിന് വരുന്നൊരു ഫിത്നയാണ്. തീവ്ര സമീപനങ്ങൾ, കണ്ടുകൂടായ്മ, കണ്ടാൽ സലാം പറയാതിരിക്കുക, സലാം പറഞ്ഞാൽ മടക്കാതിരിക്കുക. ആര്? അഹ്ലുസുന്നയുടെ ആളുകൾ, ദീനിന്റെ ആളുകള്, പ്രമാണങ്ങളെ ബഹുമാനിക്കുന്നവര്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുകയും ചെയ്യുക, പരസ്പരം മുഖം കറുപ്പിച്ച് നടക്കുകയും ചെയ്യുക. ഇത് ഖവാരിജുകളുടെ സ്വഭാവമാണ്. ഇത് ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ സ്വഹാബിമാർ വിഷമിപ്പിച്ചു പോയ സംഭവങ്ങളാണ്. ഇതൊക്കെ വളരെ വേദനിച്ചു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരുതലോടെ നോക്കി നിൽക്കാൻ നമ്മെ പറഞ്ഞ വിഷയങ്ങളാണിത്. അതുകൊണ്ട് ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമാ, നിങ്ങൾ തിന്മയെ പ്രതിരോധിക്കേണ്ടവരാണ്. ഉൻസുർ അഖാക ളാലിമൻ ഔ മദ്ലൂമൻ, നിങ്ങൾ അക്രമിയെയും അക്രമിക്കപ്പെടുന്നവനെയും നിങ്ങൾ സഹായിക്കണേ എന്നൊരു വാക്ക് പറഞ്ഞപ്പോ അത് വ്യക്തമല്ല. സ്വഹാബിമാര് ചോദിച്ചു, നബിയേ, അക്രമിയെ സഹായിക്കേ, അതെങ്ങനെയാ? അക്രമിക്കപ്പെടുന്ന ആളെ സഹായിക്കും, പക്ഷെ അക്രമിയെ എങ്ങനെയാ സഹായിക്കുക? കൈഫ അൻസുറുഹു ളാലിമാ, അക്രമിയെ എങ്ങനെ സഹായിക്കും നബിയെ? അക്രമത്തിന് കൂട്ടു നിൽക്കരുതെന്നല്ലേ, അക്രമത്തിന് കൂട്ടുനിൽക്കാൻ പാടില്ലെന്നല്ലേ, പിന്നെ എങ്ങനെ അക്രമിയെ സഹായിക്കുക? തങ്ങൾ പറഞ്ഞു, നിങ്ങൾ മനസ്സിലാക്കിയത് പിഴച്ചു. തഹ്ജിസുഹു ഔ തംനഉഹു അൻ ദുൽമിഹി, അക്രമിയായ ഒരാള് അക്രമം ചെയ്യുമ്പോൾ നിങ്ങൾ അക്രമത്തിൽ നിന്ന് അയാളെ തടയുകയും അക്രമം ചെയ്യാതിരിക്കാൻ അയാളെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. ആ മനുഷ്യനെ സഹായിക്കുന്നതിന് തുല്യമാണത്. കാരണം നാളെ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ അക്രമങ്ങൾ നാളെ ഇരുട്ടുകളായിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിന്റെ കൂട്ടുകാരൻ അക്രമിയാണോ? സ്വന്തം ഭാര്യയോട് മോശമായിട്ട് പെരുമാറോ? നീ അങ്ങനെ പെരുമാറല്ലടോ. വാപ്പയോട് ഉമ്മയോട് മോശമായിട്ട് നീ അങ്ങനെ പെരുമാറല്ലേ എന്ന് അവനോട് പറയുകയും അക്രമത്തിന് വിധേയമാകുന്ന ആളുകളെ ആ അക്രമമേൽക്കാതെ സഹായിക്കുകയും ചെയ്യണേ. ഇത് രണ്ടും അക്രമിയെയും അക്രമിക്കപ്പെടുന്നവനെയും നന്മയുടെ വശം ചേർന്ന് സഹായിക്കലാണ്. മഹാനായ നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലോകത്ത് പ്രതിസന്ധികളുണ്ട്, പ്രയാസങ്ങളുണ്ട്, അതിക്രമങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? കയ്യും കെട്ടി നോക്കി നിൽക്കണോ? നമ്മള് കണ്ടില്ലെന്ന് വിചാരിക്കണോ? തിന്മ നടത്തുന്നവരൊക്കെ അങ്ങനെ നടത്തട്ടെ, തിന്മ നടത്തുന്നവരോട് നീ അത് ചെയ്യല്ലേ എന്ന് പോലും നാവ് കൊണ്ട് പറയാൻ നമ്മളെ കൊണ്ടാവില്ലയോ? നമ്മൾ യുദ്ധം ചെയ്യണമെന്നല്ല പറയുന്നത്. നാവ് കൊണ്ടൊരു ഉപദേശം കൊടുത്തുകൂടെ? ഒരു സാരോപദേശം നൽകിക്കൂടെ? തിന്മയെ തിന്മയാണെന്നും നന്മയെ നന്മയാണെന്നും പറയാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കാതെ പോകുന്നു? നബി തങ്ങൾ പറഞ്ഞ അത്ഭുതകരമായ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ കഴിയും. അനി നുഅ്മാൻ ഇബ്നുൽ ബഷീർ റളിയല്ലാഹു തആല അൻഹു ഖാൽ സമിഅതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അള്ളാഹു നമ്മളോട് ജീവിക്കാനും അനുവർത്തിക്കാനും പറഞ്ഞത് കൊണ്ടു നടക്കുന്നവരും അത് കൊണ്ടു നടക്കാത്തവരുമായ ആളുകളുടെ ഉദാഹരണം കമസലി ഖൗമിൻ, ഒരു വിഭാഗം ആളുകളെ പോലെ. അവര് കപ്പലിൽ കയറി. കപ്പലിന് ഒരു ബേസ്മെന്റ് ഉണ്ട്, ഒരു ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. അപ്പോ താഴെ ആരിരിക്കണം, മേലെ ആരിരിക്കണം? രണ്ട് വിഭാഗം, 100 ആളുകളാണ് സങ്കല്പിക്കുക. 100 പേർക്ക് താഴെയാണ് സീറ്റ്, 100 പേർക്ക് മീതെയാണ്. അപ്പൊ എവിടെയാ ഇരിക്കേണ്ടത് എന്ന് നോക്കുമ്പോ ഒരു നറുക്കിട്ടപ്പോ ഒരു കൂട്ടർക്ക് താഴെ സീറ്റ് കിട്ടി, വേറെ കൂട്ടർക്ക് മീതെയാണ്. ഈ താഴെയുള്ളവർക്ക് ഇടക്കിടക്ക് വെള്ളം വേണം, കൈ കഴുകാനും എന്തിന് ആവശ്യങ്ങൾക്കൊക്കെ. വെള്ളം എവിടെ നിന്ന് കിട്ടും? മേലെ കയറിയിട്ട് അവർ കപ്പലിന്റെ അടിഭാഗത്താണ്. അടിയിലൊന്നും വെള്ളത്തിലല്ലേ, കപ്പലിന്റെ ഉള്ളിൽ തന്നെ. പക്ഷെ മേലോട്ട് അവർ സ്റ്റെപ്പ് കയറി ചെന്ന് മേലെയുള്ള ആളുകൾ കടലിന്റെ വെള്ളത്തോട് ചേർന്നാണ് അവർ നിൽക്കുന്നത്. അപ്പൊ ബക്കറ്റ് എടുത്തിട്ട് വെള്ളം എടുക്കാൻ സുഖാണ്. ഈ സാധുക്കൾക്ക് വെള്ളം കിട്ടണമെങ്കിൽ മേലേക്ക് വരണം. അപ്പൊ ഇങ്ങനെ പറഞ്ഞു, നമ്മൾ ഇടക്കിടക്ക് ഇങ്ങനെ മേലേക്ക് ചെന്നാൽ ആ മേലെ ഇരിക്കുന്ന ആൾക്കാർക്ക് അതൊരു ശല്യാവൂലെ. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം, വെള്ളം ആവശ്യമാണെങ്കിൽ നമ്മൾ ഇരിക്കണ ഈ താഴത്തെ ചെറിയൊരു ഓട്ടം ഉണ്ടാക്കിയ പോരെ. എങ്ങനെയുണ്ട് അഭിപ്രായം? നബി തങ്ങൾ പറയാ സ്വല്ലല്ലാഹു ഹബീബിന്റെ ഹിക്മത്ത് നോക്കണം. ഇത്ര മനോഹരമായൊരു ഉദാഹരണം തങ്ങൾ പറയാ. അതവരെ ചെയ്യാൻ മേലെയുള്ള ആളുകൾ വിട്ടാൽ
നമ്മൾക്കൊരു പ്രയാസം വരണ്ട, അവരായിട്ട് അങ്ങോട്ട് മാനേജ് ചെയ്തോട്ടെ, മേലേക്ക് കയറി വരും വേണ്ട, അവിടെ തുറന്നാൽ തന്നെ നേരെ വെള്ളം കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ അവരും മുങ്ങും, കൂടുള്ളവരും മുങ്ങും. അവരെ കൈപിടിക്കുകയും അത് ചെയ്യല്ലേ, എന്ത് പ്രയാസമാണെങ്കിലും കപ്പൽ മുക്കുന്ന പരിപാടി ചെയ്യല്ലേ എന്ന് പറഞ്ഞ് കപ്പലിന് തുരങ്കമുണ്ടാക്കാൻ, തുളയുണ്ടാക്കാൻ നോക്കുന്നവരുടെ കൈപിടിച്ചാൽ അവരും രക്ഷപ്പെടും, കൂടുള്ളവരും രക്ഷപ്പെടും. അതുകൊണ്ട് നന്മയെ പ്രോത്സാഹിപ്പിക്കുകയും തിന്മയെ എതിർക്കുകയും ചെയ്യേണ്ടതിന്റെ ഈ ഉദാഹരണമാണെന്ന് മഹാനായ സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് സ്വലാത്ത് ചൊല്ലിയിട്ടിരിക്കും. സമയം കുറെ ആയോ? പടച്ച റബ്ബേ, നമ്മൾ തുടങ്ങിയിട്ട് 2 മണിക്കൂറാകുമ്പോൾ ഞാൻ 20 മിനിറ്റ് ഉള്ളൂ. സുബ്ഹാനല്ലാഹ്, 1 മണിക്കൂറായിട്ടുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. ഇന്നലെ ഒരു 20-25 മിനിറ്റും കൂടെ ഒന്ന് എഴുന്നേൽക്കാൻ പറ്റുന്നവർ മാത്രമേ, ചെറിയ മക്കളൊക്കെ മടിയിൽ വെച്ചിരിക്കുന്ന ഉമ്മാരൊക്കെ ഉണ്ടാവും, ഒന്ന് പ്രയാസപ്പെടേണ്ട, അവിടെ തന്നെ ഇരുന്നോളി. അല്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് ഒന്ന് ഊരൊക്കെ ഒന്ന് നിർത്തി. ഒരു കട്ടൻ കാപ്പി കിട്ടിയ തിരക്കേടില്ലല്ലേ? മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടോ? ഇല്ലല്ലോ. ചായയും കാപ്പിയൊന്നും റെഡിയാക്കിയിട്ടില്ലല്ലോ. ഇല്ല, അതൊക്കെ ആർക്കെങ്കിലും സ്പോൺസർ ചെയ്താൽ ചെയ്യാവുന്ന പരിപാടി ഇത്രയും ഉഷാറാക്കി ഉണ്ടാക്കിയില്ലേ. ഇനിയിപ്പോൾ അതിലേക്കൊരു ചായം വെള്ളമൊക്കെ ആർക്കെങ്കിലും ചെയ്താൽ മതിയായിരുന്നു. ഇൻഷാ അല്ലാഹ് നാളെയും കൂടെ ഇവിടെ പരിപാടി ഉണ്ട് എന്നാ തോന്നുന്നല്ലേ? ഇന്ന് അത് ശരി. ഓക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് തങ്ങൾ ദ്വാരക്കാൻ വേണ്ടി, നേതൃത്വം കൊടുക്കാൻ വേണ്ടി തങ്ങൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സദസ്സനെ സ്വീകരിക്കട്ടെ. 3 സ്വലാത്ത് ചൊല്ലിയാണ്, ഒന്ന് ഉച്ചത്തിൽ ചൊല്ലിക്കോളൂ. സല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലി അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. അള്ളാഹു ഹബീബിന്റെ ഹദ്റത്തിലേക്ക് സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു സ്വലാത്തിന്റെ ബറക്കത്തോടെ നമുക്കൊക്കെ 2 ലോകത്തും അള്ളാഹു വിജയം തരട്ടെ. നമ്മളിലും കുടുംബത്തിലും മക്കളിലും അള്ളാഹു സന്തോഷം തരട്ടെ. അള്ളാഹു 2 ലോകം വിജയം അള്ളാഹു നമുക്ക് നൽകട്ടെ. രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകട്ടെ. മരിച്ചുപോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് ചെയ്യട്ടെ. ഈ മദ്രസക്ക് വേണ്ടി സഹായിച്ചവർ, ഇതിനെ ഓഫർ ചെയ്തവർ എല്ലാവർക്കും അള്ളാഹു അർഹമായി കൂലി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജസാക്കുമുല്ലാഹ് ഖൈർ. ഇരിക്കും. നമ്മൾ 9:30 തുടങ്ങിയത്, അങ്ങനെയാണെങ്കിൽ 11:30 2 മണിക്കൂറാവും. അപ്പോൾ പിന്നെ നമ്മൾ അതിലേറെ നീട്ടിക്കൊണ്ടുപോകുന്ന ഉചിതമെല്ലാം തോന്നുന്നു. 20 മിനിറ്റ് ചിലപ്പോൾ നീളൂട്ടോ കുറച്ച്. പക്ഷേ നിങ്ങൾ തിരക്കണ്ടേ പോയിക്കോളേ. അപ്പോൾ തിരക്കുള്ളവർക്ക് പോകാൻ. അപ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ വിളിച്ചിട്ടല്ലല്ലോ വന്നത്, ഞങ്ങൾക്ക് തന്നെ പോകാൻ അറിയാലോ. ആയിക്കോട്ടെ, തങ്ങൾ ദുആണ്ട് അല്ലാ. അപ്പോൾ പോരലിട്ടോ, തങ്ങൾ എത്തിക്കണല്ലേ? മാഷാ അല്ലാ. തങ്ങൾ മാഷാ അല്ലാ, തങ്ങൾ ദുആക്ക് നേതൃത്വം കൊടുക്കുക. അപ്പോൾ നിങ്ങൾ പോരുത്. ഇനിയും വേദ മാത്രമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞു. തങ്ങൾ ഉമ്മത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ, നമ്മൾ പ്രതിസന്ധികളിലും പ്രതീക്ഷയുടെ നാമ്പുകൾ എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ 2 പ്രതിസന്ധികളാണ് ഇപ്പം മെയിൻ ചർച്ച ചെയ്തത്. ഒന്ന്, സമൂഹം അനുഭവിക്കുന്ന സാമ്പത്തിക ഭക്ഷ്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ, കച്ചവടങ്ങളിലൂടെ ഉണ്ടാകുന്ന പ്രതിസന്ധി. മറ്റൊന്ന്, വിശ്വാസം ശരിക്ക് മനസ്സിലാവാതെ, ഇൽമ് അതിൻ്റെ അഹ്ലുകാരിൽ നിന്ന് പഠിക്കാതെ ഉണ്ടാകുന്ന തീവ്രത കൊണ്ടുണ്ടാകുന്ന പ്രതിസന്ധി. മറ്റൊന്ന്, നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന കണ്ണുനീരാണ്. ഈ ഉമ്മത്തിന് അള്ളാഹു അവരുടെ മക്കളിൽ കൺകുളിർമയെ അള്ളാഹു നൽകട്ടെ. മാതാപിതാക്കളുടെ കണ്ണുനീർ, നിരപരാധികളായ സജ്ജനങ്ങളായ സ്വാലിഹീങ്ങളായ മാതാപിതാക്കൾ, അവരുടെ മക്കൾക്ക് നന്മ ചെയ്ത് വളർത്തിയവർ, ആ മക്കളൊന്ന് നന്നായി കാണാൻ കൊതിച്ചവർ, ആ മക്കൾ വലുതായി വന്ന് ഉമ്മയെ ഉപ്പയെ പഴിചാരുകയോ ചീത്ത വിളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ മനസ്സ് നോവിക്കുന്ന ആ ഒരു വേദനയുടെ വിഷമം എത്രയാണ്. സ്വന്തം ഉമ്മയെ ഉപ്പയെ പഴിചാരുന്ന ഒരാളിൽ നിന്ന് ദുന്യാവിൽ ഒരാൾക്കും ഒരു ഉപകാരവും കിട്ടൂല. സ്വന്തം ഉമ്മാക്കുപ്പാക്ക് ഉപകാരം ചെയ്യാത്ത അവനെങ്ങനെ നാട്ടുകാർക്ക് ഉപകാരം ചെയ്യാം? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് വന്നപ്പോ ഒരാളുടെ കൈ ഇങ്ങനെ മടങ്ങി ഇങ്ങനെ ഒടിഞ്ഞു നിൽക്കുക. മാഷാ അല്ലാഹ്, നമ്മുടെ ഒരു സുഹൃത്തൂടെ വന്നിട്ടുണ്ട്, കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരിക, ഉസ്മാൻ വെല്ലിപ്പാടി എന്ന് പറയും.
കാസർഗോഡൊന്നും കുറെ ഉള്ളോട്ട് വന്നിട്ട് എത്രയും ദൂരം വണ്ടി ഓടിച്ചാ വരുന്നത്. മാഷാ അല്ലാഹ്, അബുദാബിയിലാണ്. അല്ലാഹു തആല ഖൈർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു, ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യന്റെ കൈ ഇങ്ങനെ വളഞ്ഞ് ഉണങ്ങിയിട്ടുണ്ട്. കൈ ഇങ്ങോട്ട് ഉണങ്ങിയിട്ട് വളഞ്ഞിട്ടുണ്ട്. ചോദിച്ചു, ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഫിറാസത്തുള്ള ആളാണ്. മുഖം നോക്കിയാൽ ഉമർ എന്നവർക്ക് ആളെ മനസ്സിലാവും. ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടല്ലോ. മിൻ ഐന ജാഅത്ക ഹാദിഹിൽ മുസീബ, ഈ മുസീബത്ത് എവിടുന്നാടോ നിനക്ക് ഉണ്ടായത് എന്ന് ചോദിച്ചു. അതിനർത്ഥം എന്താ? ഇദ്ദേഹം ജന്മന അങ്ങനെ ആയ ആളല്ല എന്ന് ആർക്ക് മനസ്സിലായി? ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ടുണ്ട്. ഇത് ജന്മന സംഭവിച്ചതല്ല, ഇതൊരു മുസീബത്ത് നിനക്ക് പറ്റിയതാണ്. അന്ന് മദീനത്ത് ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മദീന പള്ളിയുടെ ബാക്കിൽ ഒരു കുന്നുണ്ടായിരുന്നു. അപ്പൊ കുന്നൊക്കെ പോയി മാർക്കറ്റാണ്, റോഡാണ്, ബിൽഡിംഗ് ആണ്. റസൂലുള്ളാഹി തങ്ങളുടെ റൗദന്റെ ബാക്ക് ഭാഗത്ത് ഒരു കുന്നുമെന്ന ഒരാള് ആ ഒരു കല്ലിലൂടെ അങ്ങോട്ട് താഴെ വീഴുന്ന ശബ്ദം കേട്ടു. നോക്കുമ്പോ ഒരു മനുഷ്യൻ വീണതാ മേലെന്ന്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ നോക്കിയിട്ട് ഇങ്ങ് പറഞ്ഞു, അദ്ദേഹം കാര്യമായൊരു മുതല് ആ മലന്റെ മുകളിൽ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ച് താഴെ ഇറങ്ങുമ്പോൾ വീണ വീഴ്ചയാണത്. അയാള് ഒരു ജ്യോത്സ്യനായിരുന്നു എന്ന് പറഞ്ഞു. ആളൊരു ജ്യോത്സ്യനാണല്ലോ എന്ന് പറഞ്ഞു. സ്വഹാബികളൊക്കെ അന്തം വിട്ടു, റബ്ബേ ആരെ പറ്റി പറയണത്? ഉമർ തങ്ങൾ ആളെ കണ്ടിട്ടൊന്നുമില്ല, ഇങ്ങനെ ദൂരത്ത് നിന്ന് ഒരാൾ വീഴുന്നതാ കാണുന്നത്. നോക്കുമ്പോ സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു അൻഹു കുല്ലി ഷഫീഅൻ യൗമ ലാ ദൂ ശഫാഅതി ബിമുഗ്നിൻ ഫതീലൻ അൻ സവാദ് ഇബ്നു ഖാരിബി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് മനോഹരമായ പാട്ടുപാടിയ സവാദ് ഇബ്നു ഖാരിബ് റളിയല്ലാഹു തആല അൻഹു ഉമർ തങ്ങളെ വിളിച്ചു. എന്തായിരുന്നു പരിപാടി എന്ന് ചോദിച്ചു. പറഞ്ഞു, ഒന്നുമില്ല, എൻ്റെ കുഞ്ഞ് മരിച്ചു, മറവ് ചെയ്യാൻ സ്ഥലമൊന്നും കണ്ടില്ല, അപ്പൊ ഞാൻ കുന്നിന്റെ മുകളിൽ കൊണ്ട് മറവ് ചെയ്ത് പോരുകയാണെന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ പറഞ്ഞു, കാര്യമായ ഒരു സാധനം കൊണ്ടുവെക്കാൻ വേണ്ടി പോയതാന്ന് പറഞ്ഞില്ലേ? നിനക്കെന്തായിരുന്നു ജാഹിലിയത്തിൽ പണി എന്ന് ചോദിച്ചു. യാ കാഹിൻ, നിങ്ങൾ കാഹിനാണോ എന്ന് ചോദിച്ചു. ഉമർ എന്നവരെ, ഞാൻ മുസ്ലിമായ മനുഷ്യനാണ്, എന്നെന്താ ജ്യോത്സ്യം എന്ന് വിളിക്കണത്? നിങ്ങൾക്ക് എന്തായിരുന്നു പരിപാടി എന്ന് ചോദിച്ചു. ഞാൻ ഇസ്ലാമിക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ജ്യോത്സ്യപ്പണിയെടുത്ത ആളാണ്, പക്ഷെ ഇപ്പൊ ആക്കി നിർത്തിയിട്ടുണ്ട് അങ്ങനെ പറയുന്നു പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു നോക്കിയിട്ടാണ് പറയുന്നത്. ഭയങ്കര ഫിറാസത്താണ്. അതിനാണ് ഫിറാസത്ത് എന്ന് പറയാ, മുഖലക്ഷണം പറയാ. മുഖത്ത് നോക്കിയിട്ട് ആളെ പറയും. ഈ മനുഷ്യന്റെ കൈ ഇങ്ങനെ വളഞ്ഞു ഉണങ്ങിയിട്ട് കൈ ഇങ്ങനെ മടങ്ങിയിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എവിടെ നിന്നാടോ നിനക്ക് ഈ മുസീബത്തുണ്ടായത്? പറഞ്ഞു, ദഅവതു അബീ, എന്റെ വാപ്പ എനിക്കെതിരെ ദുആ ചെയ്തതാണ്. വാപ്പ എതിരായി ചെയ്ത ദുആയാണ്. എന്തടോ വാപ്പ എന്തേ നിനക്കെതിരെ ദുആ ചെയ്യാൻ കാരണം? എന്റെ വാപ്പ, പ്രായമായ വാപ്പ, ആ പിതാവിനോട് ഞാൻ ഒരു ബഹുമാനവും കാണിക്കാതെ പിതാവിനെ അനുസരിക്കാതെ ജീവിച്ചിരുന്ന മോനായിരുന്നു. ആ വാപ്പ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കൂല. ഞങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്താൽ വാപ്പ കാണാതെ ഞങ്ങൾ ഒളിപ്പിച്ചു വെത്ത് തിന്നുകയും കുടിക്കുകയും ചെയ്യും. വാപ്പ കൊടുക്കൂല. അങ്ങനെ വാപ്പ ഒരു ദിവസം എന്തോ ഒരു ആവശ്യം ചോദിച്ചു വന്നപ്പോ ഞാനൊരു വടിയെടുക്കുകയും എൻ്റെ വാപ്പയുടെ കൈയിനടിക്കുകയും എൻ്റെ വാപ്പയുടെ കൈ ഞാൻ പിടിച്ച് ഒടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് വാപ്പ 3 വരി പാട്ടുപാടിയിട്ട് എനിക്കെതിരെ ദുആ ചെയ്തു. വറബ്ബൈതുഹു ഹത്താ ഇദാ മാ തറക്തുഹു അഖൽ ഖൗമി വസ്തഗ്നാ അനിൽ മസ്ഹി ശാരിബു وبالمحض حتى آل نهرا عنتنة إذا قام ساوى غارب الفحل غاربا فأخرجني منها لقا ولوى يدي لوالله يده الذي هو غالب. അല്ലാഹുവേ, ഒരു പിഞ്ചു കുഞ്ഞായിരുന്ന കാലത്ത് ഇവന് വായിലേക്ക് ഭക്ഷണം വെച്ചു കൊടുത്ത് വളർത്തിയവനാണ് ഞാൻ. അങ്ങനെ അവന് സ്വന്തമായി തിന്നാനും അവന്റെ വായ തുടക്കാനും കൈ കഴുകാനും ഒക്കെ പ്രായമായി അവന് ശരീരത്തിൽ മസിലുണ്ടായി ആരോഗ്യമുണ്ടായി വലിയൊരു മനുഷ്യനായി മാറിയപ്പോ
എന്നെ അടിക്കുകയും എൻ്റെ കൈ വളക്കുകയും ചെയ്തുവല്ലോ. അവന്റെ മേൽ അധികാരമുള്ള അല്ലാഹു അവന്റെ കൈയും വളച്ചു കൊടുക്കട്ടെ. ആ വാപ്പയുടെ ദുആയാണ് അല്ലാഹു സ്വീകരിച്ചത്. ആ മനുഷ്യന്റെ കൈ അല്ലാഹു വളക്കുകയാണ് ഉണ്ടായത്. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലടോ നിന്റെ വാപ്പയുടെ കാര്യം എങ്ങനെയായിരുന്നു? വാപ്പ വല്യാപ്പാനെ നോക്കിയിട്ടുണ്ടോ? വാപ്പ സ്വന്തം വാപ്പാനോട് എങ്ങനെയാ പെരുമാറിയിരുന്നത്? വാപ്പ സ്വന്തം പിതാവിനോട് മോശമായി പെരുമാറിയിരുന്ന ആളാണോ? ഖാല നഅം, അങ്ങനെ തന്നെയായിരുന്നു. وكيف أرجى النفع منه وأمه حرامية ما غرني بحرامي. എങ്ങനെയാണ് എൻ്റെ മോനിൻ്റെ കൈ വളക്കാതിരിക്കുന്നത്? ഞാൻ എൻ്റെ സ്വന്തം പിതാവിനോട് ഇത് ചെയ്തിട്ടുണ്ടല്ലോ. അതുമാത്രമല്ല, ഇവന് ജന്മം കൊടുത്ത ഉമ്മ ഹറാമിയത്തായി വ്യഭിചാരം ചെയ്യുന്നവളായിരുന്നല്ലോ. ഞങ്ങളന്ന് പ്രേമിച്ച് അങ്ങനെ കല്യാണം കഴിച്ചു കൂടിയതാ. നിക്കാഹൊന്നുമില്ല. ജാഹിലിയ്യ കാലത്തെ പ്രേമ കല്യാണം എന്ന് പറഞ്ഞുകൂടാ. ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് ലവായിട്ട് അങ്ങോട്ട് ചേർന്ന് ജീവിച്ചതാ. പിന്നെ അതിലുണ്ടായ കുട്ടിയാണ്. ജാഹിലിയത്തിലെ നിക്കാഹ് പോലും നടന്നിട്ടില്ല, പിന്നെ ഇസ്ലാമിലെ നിക്കാഹ്. അങ്ങനത്തെ ഒരു ഹറാമിയത്തായ ഉമ്മയിൽ നിന്ന് ജനിച്ചവനാണിവൻ. അതുമാത്രമോ, ഞാൻ എൻ്റെ വാപ്പയോടും ഇതിന് സമാനമായത് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹു എനിക്കതിന് തന്ന ശിക്ഷയുമാണത്. അപ്പൊ വാപ്പാക്ക് വല്യാപ്പാനോട് ചെയ്ത് ശിക്ഷ കൊടുത്തു, ഈ മകന് വാപ്പയോട് ചെയ്ത ശിക്ഷക്ക് മകനും അള്ളാഹു ശിക്ഷ കൊടുത്തു. ഉമർ റളിയല്ലാഹു തആല അൻഹു അത്ഭുതപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, നിങ്ങൾ സ്വന്തം പിതാവിനോട് ഉമ്മയോട് നന്നായി പെരുമാറണേ. അത് കല്യാണം കഴിഞ്ഞ് വന്ന പെൺകുട്ടികള് സ്വന്തം ഭർത്താവിന്റെ ഉമ്മയോട് ഉപ്പയോട് അങ്ങനെയാണ് പെരുമാറേണ്ടത്. കല്യാണം കഴിഞ്ഞൊരു ചെറുപ്പക്കാരൻ സ്വന്തം ഭാര്യയുടെ ഉമ്മയെ ഉപ്പയെ ഒരു രണ്ടാം കണ്ണുകൊണ്ട് കാണരുത്. അവര് നിന്റെ ഉമ്മയെ പോലെ നിന്റെ ഉപ്പയെ പോലെ. വുദൂവിന് തൊട്ടാൽ വുദു മുറിയാത്ത ബന്ധമാണ് വിവാഹത്തിലൂടെ സ്വന്തം മാതാപിതാക്കളോടുണ്ടാകുന്ന ബന്ധം. പെണ്ണിന്റെ ഉമ്മയോട് ഉപ്പയോട്, നിങ്ങളുടെ ഉപ്പയോട് ഉമ്മയോട് ഭാര്യക്കും, നിങ്ങളുടെ ഭാര്യയുടെ ഉമ്മയോട് ഉപ്പയോട് നിങ്ങൾക്കുമുള്ള ബന്ധം മാതൃപിതൃ ബന്ധമല്ലയോ? ആ ബന്ധം നിങ്ങൾ സൂക്ഷിക്കണം. ഈ ഉമ്മത്തിന് സംഭവിക്കുന്ന അപകടമാണത്. ഉമ്മമാർ സ്വന്തം വീട്ടിലേക്ക് കയറി വരുന്ന സ്വന്തം മകന്റെ ഭാര്യയായി കടന്നു വരുന്ന പെണ്ണിനെ ഒരു ഏതോ പെണ്ണായിട്ട് കാണുകയും ചെയ്യരുതേ. സ്വന്തം പെൺകുട്ടികൾ ഏതൊക്കെയോ വീടുകളിൽ മറ്റുള്ളവരുടെ തണലിൽ കഴിയുന്നില്ലേ? അങ്ങനെ എൻ്റെ മകന്റെ കൂടെ കഴിയാൻ വന്ന, എൻ്റെ മകന്റെ ജീവിതം പകുക്കാൻ വന്ന എൻ്റെ മരുമകൾ എൻ്റെ മോള് തന്നെയാണെന്ന വിധത്തിൽ ഉമ്മമാർ സ്വന്തം മരുമക്കളോട് സ്നേഹത്തിൽ പെരുമാറണേ. അവർ നിങ്ങൾക്ക് മക്കളാണ്. അപ്പോഴാണ് ആ മക്കള് നിങ്ങളോടൊരു ഉമ്മയെ പോലെ പെരുമാറുന്നത്. തെറ്റുകൾ സംഭവിച്ചത് തിരുത്തുകയും പുറത്തു കൊടുക്കുകയും പൊറുപ്പിക്കുകയും ചെയ്യുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബ ബന്ധങ്ങളിൽ വരുന്ന ഈ വിപത്തുകളെ വളരെ ഗൗരവത്തിലാണ് പഠിപ്പിച്ചത്. ലൗ കുൻതു ആമിറൻ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലി സൗജിഹാ. ജീവിതകാലത്ത് ഒരു മനുഷ്യന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടുള്ളതല്ല. അല്ലാഹുവിനല്ലാതെ സുജൂദ് ചെയ്യരുത്. സുജൂദ് അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. ഞാൻ ഏതെങ്കിലും ഒരു മനുഷ്യനോട് സുജൂദ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമായിരുന്നുവെങ്കിൽ എല്ലാ ഭാര്യമാരോടും അവനവരുടെ മുഅ്മിനീങ്ങളായ സജ്ജനങ്ങളായ ഭർത്താക്കന്മാർക്ക് വേണ്ടി സുജൂദ് ചെയ്യണേ എന്ന് ഞാൻ പറയുമായിരുന്നു. പക്ഷേ അത് പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണേ. ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിൽ സ്നേഹമുണ്ടാവണേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങളിലെ ഏറിയ കൂറുമുള്ള പ്രശ്നം സമ്പത്തിനെ, ഭൂമിയെ ചൊല്ലിയുള്ള പ്രശ്നമാണ്. ഉമ്മ എനിക്ക് ആ ഭൂമി തന്നില്ല, ആ റോഡിന്റെ ഭാഗത്തുള്ള 5 സെന്റ് കാക്കാക്ക് എഴുതി കൊടുത്തു, പെങ്ങക്ക് കൊടുത്തു, എനിക്ക് തന്നില്ല. അത് എനിക്ക് വേണമായിരുന്നു. ഓഹരി വെച്ചപ്പോ അത് ശരിയായിട്ടില്ല. ഇസ്ലാമിന്റെ മീറാസിന്റെ ഓഹരി, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെ ആയാൽ പോരെ എന്ന് പെങ്ങൾ പറഞ്ഞു. ഇസ്ലാമിന്റെ ശരീഅത്തിനനുസരിച്ച് നടക്കട്ടെ എന്ന് ആങ്ങള പറഞ്ഞു. ഇത് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടില്ല. പിണക്കമായി, വെറുപ്പായി. സ്വന്തം പിഞ്ചു മക്കൾ, അവരുടെ ജ്യേഷ്ഠാനുജന്മാർ, പെങ്ങന്മാരുടെ മക്കളുടെ മക്കൾ പരസ്പരം കണ്ടാൽ മിണ്ടാതെയായി. ഈ പിണക്കമൊക്കെ എന്തിന്? 5 സെന്റ് ഭൂമിക്ക്. നമുക്ക് നമ്മുടേതായി ഉറപ്പായി കിട്ടുന്ന ഭൂമി,
ആറടി മണ്ണിലെ ഏതാനും ചില ഇഞ്ചുകളല്ലാതെ എന്താണ് നമ്മുടേതായിട്ടുള്ളത്? ഇതിനു വേണ്ടി ബന്ധങ്ങളെ മുറിച്ചു കളയുകയും കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയും മക്കളോട്, ജ്യേഷ്ഠാനുജന്മാരോട്, പെങ്ങന്മാരോട് പിണങ്ങുകയും ചെയ്യുന്നവർ കേൾക്കണേ. വലാ തസ്ദദ് ഫീ തഖൂം ഫഇന്നക തഅതി യൗമൽ ഖിയാമത്തി വഅലൈക സബ്ഉ അറദീൻ. മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടത്, മറ്റുള്ളവരുടേത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് എന്തെങ്കിലും രേഖയുണ്ടാക്കി നിങ്ങളെങ്ങാനും നിങ്ങളുടെ കൈവശം വെക്കുകയാണെങ്കിൽ ഖിയാമത്ത് നാളിലേക്ക് വരുമ്പോൾ നിങ്ങളുടേതാക്കി നിങ്ങൾ ചേർത്തെടുത്ത ഭൂമിയുടെ 7 ലെയറുകളും 7 തട്ടുകളും നിങ്ങളുടെ കഴുത്തിൽ മാലയായിട്ട് നാളെ അല്ലാഹു ചാർത്തും. നടക്കാൻ കഴിയാതെ, ഇരിക്കാൻ കഴിയാതെ, ഭൂമിയുടെ ഭാരം 7 തട്ടിന്റെ ഭാരവും നിങ്ങൾക്ക് ഒരു ചാണാണ്. നിങ്ങൾ അന്യായമായിട്ട് അയൽവാസിയുടേത് മതിൽ തിരക്കിയിട്ട്, വേലി തിരക്കിയിട്ട് ഒരു ചാണ് സ്ഥലമാണ് നിങ്ങൾ പിടിച്ചെടുത്തതെങ്കിൽ 7 ഭൂമിയുടെ 7 ലെയറുകൾ, വമിനൽ അർളി മിഥലഹുന്ന, ഭൂമിയുടെ കോർ വരെയുള്ള 7 ലെയറുകൾ, അത്രയും ആഴത്തിലേക്ക്, അത്രയും ഒരു ചാണിനെ അല്ലാഹു താഴ്ത്തുകയും 7 ഭൂമിയുടെ 7 ലെയറുകളായി കഴുത്തിൽ നിങ്ങൾക്ക് ചാർത്തപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളതിന് പോകല്ലേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ ഒരു മനോഹരമായ ഹദീസ് സ്വഹീഹ് മുസ്ലിമിലുണ്ട്. ഇന്നകും സതഫ്തഹൂന മിസ്റ, നബി തങ്ങൾ പറഞ്ഞു, ഈജിപ്ത് നിങ്ങൾ കൈയടക്കും. നിങ്ങൾക്ക് ഈജിപ്ത് നിങ്ങൾക്ക് കൈയടക്കാൻ പറ്റും. വഹിയ അർദുൻ യുദ്കറു ഫീഹൽ ഖീറാത്ത്, മീസാന്, വസിന്, റിത്തുല് എന്നൊക്കെ ഉപയോഗിച്ചതിന് പകരം ഈജിപ്തിൽ തൂക്കുന്നതിന് അളവിന് അവരെ ഖീറാത്ത് എന്നാണ് പറയാ. ഈജിപ്തുകാർ, മിസ്റുകാർ, നിങ്ങൾക്ക് ഈജിപ്ത് കീഴടക്കാൻ കഴിയും. ഈജിപ്ത് നിങ്ങൾ വിജയിച്ചടക്കും. അതുകൊണ്ട് ഫസ്തൗസൂ ബി അഹ്ലിഹാ ഖൈറാ, ഈജിപ്തുകാരോട് നിങ്ങൾ നന്നായി പെരുമാറണമേ. ഫഇന്ന ലഹും നസബൻ വസുഹ്റാ, നിങ്ങൾക്ക് അവരോട് കുടുംബ ബന്ധമുണ്ട്, വിവാഹ ബന്ധവുമുണ്ടല്ലോ. അതുകൊണ്ട് ഈജിപ്തുകാരോട് നന്നായിട്ട് പെരുമാറണമേ. فإذا رأيت الرجلين يقتتلان على موضع لبنة فيها, അബൂദർറെ, ഈജിപ്തിലേക്ക് നിങ്ങൾ ചെല്ലുകയും അവിടെ 2 ആളുകൾ ഒരു ഇഷ്ടിക വെക്കുന്ന സ്ഥലത്തിന്റെ കണക്ക് പറഞ്ഞ് പരസ്പരം തർക്കിക്കുകയും പരസ്പരം കൊല ചെയ്യാൻ വരികയും ചെയ്താൽ, അല മൗദിഇ ലബിനത്തിൻ മിൻഹ, ഒരു ഇഷ്ടികന്റെ ആ ഒരു കല്ല് മതിൽ കെട്ടിയപ്പോ ഇത് കല്ല് ഇങ്ങോട്ട് വെക്കണം, അത് ഇങ്ങോട്ട് വെക്കണം, ചെറിയ തർക്കം, അതിന്റെ പേരിൽ 10, 20, 30, 40 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കുന്ന കുടുംബങ്ങൾ തെറ്റിപ്പോയി, അയൽപക്കങ്ങൾ പിണക്കത്തിലായി പോയി. എത്ര സംഭവിക്കുന്നു? അബൂദർറെ, ഒരു ഇഷ്ടിക വെക്കുന്ന സ്ഥലത്തിന് വേണ്ടി അവിടത്തുകാർ തർക്കിക്കുന്നത് കണ്ടാൽ ഫഖ്റുജ് മിൻഹാ, പിന്നെ ഈജിപ്തിൽ നിങ്ങൾ നിൽക്കരുത്, നിങ്ങൾ അവിടെ നിന്ന് പോരണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു അൻഹു പറയാൻ, ഞാൻ അങ്ങനെ ഈജിപ്തിലെ ഒരു അങ്ങാടിയിൽ ചെന്നു. ഈജിപ്തുകാരോട് നല്ലൊക്കെ പെരുമാറണമെന്ന്, അവരുടെ സ്വഭാവം കണ്ടാൽ നല്ലൊക്കെ പെരുമാറാൻ തോന്നൂല. അതങ്ങനെയാണ്, ഗൾഫിലൊക്കെ പോയി നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നബി തങ്ങൾ പറയാ, ഫഇന്ന ലഹും നസബൻ വസുഹ്റാ, നിങ്ങൾക്ക് കുടുംബ ബന്ധമുണ്ട്, ഈജിപ്തിനോട് വിവാഹ ബന്ധവുമുണ്ട്. എന്താണ് പറഞ്ഞത്? റസൂലുള്ളാഹി തങ്ങളുടെ മകൻ ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന പിഞ്ചു കുഞ്ഞിന്റെ ഉമ്മ മാരിയത്തുൽ ഖിബ്തിയ്യ റളിയല്ലാഹു അൻഹാ ഈജിപ്തുകാരിയാണ്. തങ്ങളുടെ ജീവിതവും നബി തങ്ങളുടെ ജീവിതവുമായി, കുടുംബജീവിതവുമായി ബന്ധമുണ്ട്. പിന്നെ നബി തങ്ങളുടെ വല്യാപ്പ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ ഉമ്മ ഹാജർ ബീവി ഈജിപ്തുകാരിയാണ്. ഹാജർ ബീവി റസൂലുള്ളാഹി തങ്ങളുടെ വല്യമ്മയാണ്. അപ്പൊ നബി തങ്ങൾക്ക് ഈജിപ്തുമായി ബന്ധമുണ്ട്. നിങ്ങളുടെ റസൂലിന്റെ കുഞ്ഞിന്റെ ഉമ്മ മാരിയ ബീവി റളിയല്ലാഹു അൻഹ ഈജിപ്തുകാരിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈജിപ്തുകാരോട് നല്ല നിലക്ക് പെരുമാറണേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ ഗൾഫിൽ നിൽക്കണോല് കേട്ടിട്ട് ഇതുപോലെ നടപ്പാക്കുകയാണെങ്കിലല്ലോ ഭയങ്കര കൂലിയായിരിക്കും. അതിപ്പോ നാട്ടിൽ നിൽക്കുന്നോട് പറഞ്ഞത് മനസ്സിലാവില്ല. അല്ല, സൗദിയിലോ കുവൈറ്റിലും ഖത്തറിലും UAE-ലും ഒക്കെ ജോലി ചെയ്യുന്ന ആളുകൾ സ്വന്തം അനുഭവത്തിൽ മിസ്രികളൊക്കെ ഇടപെട്ട് പരിചയമുള്ളവർക്ക് മനസ്സിലാവും. അവിടെയാണ് ഇതിന്റെ കൂലി കിട്ടുക. എൻ്റെ റസൂലിന്റെ നാട്ടുകാരല്ലേ, സാരല്ല എന്ന് ക്ഷമിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ ഭയങ്കര കൂലിയായിരിക്കും. സുബ്ഹാനല്ലാഹ്. അബൂദർ റളിയല്ലാഹു അൻഹു പറയാ, അങ്ങനെ റസൂലുള്ളാഹി ഞങ്ങൾ ഈജിപ്തുമായി നമുക്ക് ബന്ധം പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ എന്നോട് പറഞ്ഞു, അബൂദർറെ, ഒരു ഇഷ്ടികയുടെ സ്ഥലത്തിന് വേണ്ടി ഈജിപ്തുകാർ തർക്കിക്കുന്നൊരു കാലം വരും. നിങ്ങളത് കണ്ടാൽ ഫഖ്റുജ് മിൻഹാ, ഈജിപ്തിൽ പോന്നേക്കണം. അബൂദർ റളിയല്ലാഹു അൻഹു പറയട്ടെ, ഫഖറജ്തു യൗമൻ ഇല സൂഖ്,
ഞാനൊരു ദിവസം അന്ന് അങ്ങാടിയിലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോ റബീഅത്ത് ബിൻ ശുറഹ്ബീൽ ബിൻ ഹസന യുഖാതിലു അഖാഹു അലാ മൗളിഇ ലബിനത്തിൻ. റബീഅത്ത് ബിൻ ശുറഹ്ബീലിനെ ഞാൻ കണ്ടു. അദ്ദേഹം സ്വന്തം സഹോദരനോട് ഒരു ഇഷ്ടിക വെക്കുന്ന സ്ഥലത്തെ ചൊല്ലി തർക്കിക്കുന്നത് ഞാൻ കണ്ടു. ഫഖറജ്തു മിൻഹാ. ഞാൻ പിന്നെ അങ്ങാടിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടില്ല. ഞാൻ നേരെ മദീനത്തേക്ക് തിരിച്ചു വരികയാണ് ഉണ്ടായത് എന്ന് മഹാനായ അബൂ ദർറുൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. കാരണം ജനങ്ങൾ ഭൂമിയെ സ്നേഹിക്കുന്നു ജീവനേക്കാൾ, ജനങ്ങൾ മണ്ണിനെ സ്നേഹിക്കുന്നു കുടുംബ ബന്ധത്തെക്കാൾ, ജനങ്ങൾ ഇഷ്ടികയെ സ്നേഹിക്കുന്നു സ്വന്തം ചോരബന്ധത്തെക്കാൾ. അങ്ങനെയല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്? ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെങ്കിൽ മനുഷ്യന്റെ അലച്ച അത്യാഗ്രഹം, ദുരാഗ്രഹം, അമിതമായ സമ്പത്തിനോടുള്ള പ്രതിബദ്ധത ഇത് ഇല്ലായ്മ ചെയ്തേ പറ്റൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വമാലി വദീനി ബിസ്മില്ലാഹി അലാ കുല്ലി ഷൈഇൻ അഅതാനിഹി റബ്ബി അല്ലാഹുമ്മ റദ്ദിനി ബിഖളാഇക വബാരിക് ലി ഫീമാ ഖുദിറ ലി ഹത്താ ലാ ഉഹിബ്ബ തഅജീല മാ അഖർതഹു വലാ തഅഖീറ മാ അജ്ജൽതഹു. വളരെ മനോഹരമായ ദുആയാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ഇറക്കുന്നു, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വമാലി വദീനി. അള്ളാഹുവിന്റെ നാമത്തിന്റെ, അള്ളാഹുവിന്റെ ഇസ്മ കൊണ്ടുള്ള സുരക്ഷ, അള്ളാഹുവിന്റെ ഇസ്മിന്റെ ബറക്കത്ത് കൊണ്ടുള്ള സുരക്ഷ അള്ളാഹുവേ എനിക്ക് നൽകണേ, എൻ്റെ വീട്ടുകാർക്ക് നൽകണേ, എൻ്റെ സമ്പത്തിന് നൽകണേ, എൻ്റെ ദീനിന് നൽകണമേ. പറഞ്ഞു നോക്കി, ബിസ്മില്ലാഹി അലാ നഫ്സി വഅഹ്ലി വമാലി വദീനി. അല്ലാഹുവേ നിന്റെ ഇസ്മ കൊണ്ട് ഞാൻ സുരക്ഷിതത്വം ചോദിക്കുന്നു റബ്ബേ. അലാ നഫ്സി എനിക്ക്, വഅഹ്ലി എൻ്റെ ഭാര്യ മക്കൾ മാതാപിതാക്കൾക്ക്, എൻ്റെ മക്കൾക്ക്, അലാ നഫ്സി വഅഹ്ലി വമാലി എൻ്റെ സമ്പത്തിന് സുരക്ഷ വേണം, വദീനി എൻ്റെ ദീനിനും സുരക്ഷ നൽകണേ റബ്ബേ. ബിസ്മില്ലാഹി അലാ കുല്ലി ഷൈഇൻ അഅതാനിഹി റബ്ബി. എൻ്റെ റബ്ബ് എനിക്ക് തന്ന എല്ലാറ്റിനും അല്ലാഹുവേ ബിസ്മില്ല കൊണ്ട് സുരക്ഷിതത്വം നൽകണമേ. അല്ലാഹുമ്മ റദ്ദിനി ബിഖളാഇക. നീ വിധിക്കുന്ന വിധികളിൽ എനിക്ക് പൊരുത്തം നൽകണേ. എന്താണോ റബ്ബേ നീ വിധിക്കുന്നത് അതിലെനിക്ക് പൊരുത്തപ്പെടാൻ തൗഫീഖ് നൽകണേ. വബാരിക് ലി ഫീമാ ഖുദിറ ലി. എനിക്ക് എന്താണോ നീ തന്നത് അതിലെനിക്ക് ബറക്കത്ത് നൽകണമേ. ഇനി പറയുന്ന ഭാഗം, റബ്ബേ നീ എനിക്ക് തരാൻ പിന്തിപ്പിച്ച വിഷയം പെട്ടെന്ന് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കാത്ത വിധം, വലാ തഅഖീറ മാ അജ്ജൽതഹു. നീ പെട്ടെന്ന് തന്നത് ഇപ്പൊ വേണ്ടില്ലായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാത്ത രീതിയിൽ നീ തന്നതിൽ നീ എനിക്ക് പൊരുത്തം നൽകണേ തമ്പുരാനെ. എത്ര അത്ഭുതകരമായ ദുആയാണത്. ഇപ്പൊ നമുക്ക് ആലോചിക്കുന്നു, ഉമ്മാന്റെ ആ സ്ഥലം കിട്ടി എനിക്ക് പെര വെക്കണം എന്ന് വിചാരിച്ച് നടക്കുകയായിരുന്നു, അതിപ്പോ നടന്നില്ലല്ലോ. അല്ലാഹുവേ നീ എനിക്കിപ്പൊ തരണ്ടെന്ന് വിചാരിച്ച വിഷയം അത് പെട്ടെന്ന് വേണമെന്ന് ഞാൻ കൊതിച്ചു പോകുന്നത് തെറ്റാണ്. അല്ലെങ്കിൽ അല്ലാഹു തആല ഒരു തീരുമാനമെടുത്തു, റബ്ബേ ഇതിപ്പോ സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ കച്ചവടത്തിന് ഒന്നുകൂടെ മെച്ചായിരുന്നല്ലോ, പക്ഷെ എന്താ ഈ സംഭവിച്ചത് വേണ്ടില്ലായിരുന്നു എന്ന് ചിന്തിക്കാത്ത രീതിയിൽ അല്ലാഹുവേ നിന്റെ ഖളാഉം ഖദറും തൃപ്തിപ്പെടാനുള്ള മനസ്സ് നൽകണമേ. ബിസ്മില്ലാഹി അലാ കുല്ലി ഷൈ അല്ലാഹുമ്മ റദ്ദിനി ബിഖളാഇക. പടച്ചവനെ നിന്റെ ഖളാഇൽ തൃപ്തിപ്പെടുത്തണമേ. വബാരിക് ലി ഫീമാ ഖുദിറ ലി. എനിക്ക് നൽകിയതിൽ നീ എനിക്ക് ബറക്കത്ത് നൽകണേ. അല്ലാഹു നമുക്കൊക്കെ ബറക്കത്ത് നൽകട്ടെ. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. കച്ചവടങ്ങളിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനാണ്. മഹാനവറുകളോട് ആളുകൾ ചോദിച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ നിങ്ങളൊക്കെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് ഹിജറ ചെയ്ത് വരുമ്പോഴേ കയ്യിൽ ഒന്നുമില്ലാതല്ലേ വന്നത്? 5 കാശില്ലാതെ വന്നതല്ലേ? പിന്നെ എങ്ങനെ നിങ്ങളൊക്കെ എത്ര വലിയ മുതലാളിയായത്? നല്ലൊരു ചോദ്യമാണ്. കാരണം പൈസ ഇട്ടല്ല വന്നത്, ഇവിടുന്ന് ഗൾഫിൽ പോണ പോലെ. പിന്നെ അങ്ങോട്ട് വരുമ്പോ നമ്മൾ പൈസ ഉണ്ടാക്കി പോരാം, പക്ഷെ അങ്ങോട്ട് പോകുമ്പോ ഒന്നുമില്ലല്ലോ. എങ്ങനെ നിങ്ങൾ പൈസ ഉണ്ടാക്കിയത് സമ്മാനങ്ങളെ? ഇത് കച്ചവടക്കാർ കേൾക്കണം, ഇത് കച്ചവടക്കാർക്ക് മാതൃകയാവണം. സമ്പൽ സമൃദ്ധി അള്ളാഹു നൽകാനുള്ള കാരണം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, ബിഖംസിൻ 5 കാര്യങ്ങളെ കൊണ്ടാണ് അള്ളാഹു എനിക്ക് ബറക്കത്ത് നൽകിയത്. കുൻതു ആലിജു വഉനമ്മി വലാ അസ്ദരി റിബ്ഹൻ വലാ അശ്തരി ശൈഖൻ വഅജ്അലു الرأس റഅസൈൻ.
മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ വളരെ മനോഹരമായ സാമ്പത്തിക പരിഷ്കരണം, മഹാനവറുകളുടെ കച്ചവട രീതിയാണിത്. 5 കാര്യങ്ങളെ കൊണ്ട് കുൻതു ആലിജു, ഞാൻ ശരിക്കും അധ്വാനിക്കുമായിരുന്നു. എന്റെ കച്ചവടം ശരിയാവാൻ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. വ ഉനമ്മി, അതിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. വലാ ഉനമ്മി റിബ്ഹാ വലാ അസ്ദരി റിബ്ഹൻ, എനിക്ക് കിട്ടുന്ന ഏത് ചെറിയ ലാഭവും ഞാൻ നിസ്സാരമായി കാണാറില്ല. എന്താ സംഭവിച്ചെന്നറിയോ? പണ്ടൊക്കെ ഈ നമ്മുടെ ലാൻഡ് കച്ചവടം നടന്നപ്പോഴേ ബ്രോക്കർമാരുണ്ടായ സമയത്ത് ബ്രോക്കറേജ് കിട്ടുന്നത് ചില ഭൂമി, അത് എത്ര സെന്റിന്റെ, 10 സെന്റിന്റെ കച്ചവടം, അതിന് വേണ്ട, ഇവിടെ 2 ഏക്കറിന്റെ കച്ചവടം വേറെ വരാൻ പോകുന്നുണ്ട്, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ് പലരും അള്ളാഹു നൽകുന്ന ചെറിയ ലാഭം എനിക്ക് വേണ്ട, എനിക്ക് വലിയ കച്ചവടം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് നടന്ന ബ്രോക്കർമാർ മുഴുവൻ താഴെയാണ്. ലാ അസ്ദരി റിബ്ഹൻ, ചെറിയൊരു ലാഭം കിട്ടുമ്പോൾ ഇതെനിക്ക് വേണ്ട, ഇല്ല അത്രയല്ലേ ഉള്ളൂ എന്ന് പറയരുത്. ഏത് ചെറിയ ലാഭവും ഞാനെന്ന് വലുതായിട്ട് തന്നെ കണ്ടത്, അള്ളാഹു നൽകുന്നൊരു നിഅമത്തല്ലേ, അത് ഞാൻ വേണ്ട എന്ന് പറയാൻ പാടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. വലാ അശ്തരി ശൈഖാ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾക്ക് കച്ചവടത്തിൽ ജോലി ചെയ്യാൻ അടിമകൾ ഉണ്ടായിരുന്ന കാലത്ത് മഹാനവറുകൾ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെയാണ് അധ്വാനിക്കാൻ വെച്ചത്. ജോലി ചെയ്യാൻ കഴിയുന്ന ചെറുപ്പക്കാർ, പ്രായമുള്ളവര്, അവർക്ക് ജോലി ചെയ്യാൻ കഴിയില്ല, അവരെ ബുദ്ധിമുട്ടിച്ചിട്ടും കാര്യമില്ല. അങ്ങനെ ഉസ്മാൻ തങ്ങൾ ജോലി ചെയ്യാൻ അവര് ജോലിക്ക് തെരഞ്ഞെടുത്തവർ നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരെയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ട മഹാനവറുകളുടെ സമ്പത്തിൽ നിന്ന് കിട്ടുന്ന സമ്പാദ്യം 2 ഓഹരിയാക്കി വെക്കുന്നു. ഒന്ന് അള്ളാഹുവിന്റെ വഴിയിലേക്ക്, മറ്റൊന്ന് കച്ചവടത്തിലേക്ക് ഇടാൻ. കച്ചവടത്തിന്റെ ലാഭം മുഴുവൻ സ്വതക്ക ചെയ്ത് പിന്നെ കച്ചവടം പരിപോഷിപ്പിക്കാൻ പറ്റാത്ത വിധം പിന്നോട്ടടിക്കുകയല്ല, കച്ചവടത്തിന് കിട്ടുന്ന ലാഭത്തിന്റെ ഒരു ഭാഗം കച്ചവടത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി, മറ്റൊരു ഭാഗം സ്വതക്ക ചെയ്യാൻ. അങ്ങനെ ഞാൻ വിഷയങ്ങളെ നേരിട്ടപ്പോഴാണ് എനിക്ക് അല്ലാഹു ബറക്കത്ത് നൽകിയതെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലെ പ്രതിസന്ധികളെ, നമ്മുടെ മുമ്പിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള വഴി നമുക്ക് പറഞ്ഞു തന്നിരിക്കാൻ. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വയമസ് തങ്ങൾ അവറുകൾ ഇവിടെ ദുആക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയാണ്, പൊന്നാര നബിയെ, ഞങ്ങൾ അങ്ങയുടെ കൂടെ ഖൈറിലാണ് റസൂലേ, നബിയെ ഞങ്ങൾ അങ്ങയുടെ കൂടെ ഖൈറിലാണ്. ഈ ഖൈർ കഴിഞ്ഞാൽ, പൊന്നാര നബിയെ, ഈ ഖൈർ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു ഷർറ് ഈ ഉമ്മത്തിന് വരാനുണ്ടോ എന്ന് ചോദിച്ചു. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു മഹാനവർ പറയുന്നുണ്ട്, കാനന്നാസു യസ്അലൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖൈർ, ജനങ്ങൾ എല്ലാവരും നബി തങ്ങളോട് ഖൈറിനെ കുറിച്ചാണ് ചോദിക്കാറ്. വകുന്തു അസ്അലുഹു അനിശ്ശർരി, ഞാൻ നബി തങ്ങളോട് ഷർറിനെ കുറിച്ച് ചോദിക്കും. മഖാഫത അൻ യുദ്രികനി, ആ ഷർറ് എനിക്ക് വരാതിരിക്കാൻ നബി തങ്ങളോട് ചോദിക്കും, നബിയെ ഷർറുകൾ എന്താണ്, എന്തൊക്കെയാണ് ഷർറെന്ന്. ഫഖുൽതു, ഞാൻ ഹബീബിനോട് ചോദിച്ചു, ഇന്നാ കുന്നാ ഫീ ജാഹിലിയ്യ, നബിയെ ഇസ്ലാം അറിയാതെ ജീവിച്ചൊരു കാലം ഞങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. വശർരിൻ, ഞങ്ങളൊക്കെ ഭയങ്കര മോശക്കാരായിരുന്നല്ലോ നബിയെ. ഫജാഅനല്ലാഹു ബിഹാദൽ ഖൈർ, നബിയെ അങ്ങയെ നബിയാക്കി പറഞ്ഞേക്കുകയും ഇസ്ലാം നൽകുകയും ചെയ്തിട്ട് അല്ലാഹു ഞങ്ങൾക്ക് നന്മ ചെയ്തുവല്ലോ നബിയെ. അല്ലാഹുവിന്റെ റസൂലേ, ഫഹൽ ബഅദ ഹാദൽ ഖൈരി മിൻ ശർറിൻ, അങ്ങയെ കാണാനുള്ള ഭാഗ്യമുണ്ടായി, ഇസ്ലാം പഠിക്കാൻ അവസരമുണ്ടായി, നബിയെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വല്ല ഷർറും വരുമോ? ഞങ്ങൾ പറഞ്ഞു, നഅം, വരാനുണ്ട്. വഹൽ ബഅദ ദാലിക ശർരി മിൻ ഖൈരിൻ, നബിയെ ആ ഷർറ് വരുന്നു എന്നങ്ങ് പറഞ്ഞല്ലോ, അതിന് ശേഷം പിന്നെ ഒരു നന്മ വരാനുണ്ടോ? ഖാല നഅം, ഉണ്ട്. വഫീഹി ദഖനുൻ, പക്ഷേ ആ നന്മയിൽ നന്മ കുറവായിരിക്കും, നന്മയും തിന്മയും മിക്സായിരിക്കും. ഒരു വിപത്തിന് ശേഷം വരുന്ന നന്മ, നിബിതങ്ങളുടെ കാലം, അത് കഴിഞ്ഞൊരു ഷർറ് വരും. ആ ഷർറാണ് അമവി അബ്ബാസി ഭരണകാലങ്ങളിൽ അറബ് രാജ്യങ്ങളിൽ ഉണ്ടായ ഒരുപാട് നരനായാട്ടുകൾ. ആ ഷർറിന് ശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കാലം വന്നു, ഖൈറിന്റെ കാലം വന്നു. ആ ഖൈർ കഴിഞ്ഞിട്ട് വീണ്ടും ഷർറുണ്ട് നബി ഞങ്ങൾ പറഞ്ഞു. പക്ഷെ ആ ഷർറ് നന്മയും തിന്മയും മിക്സാണ്, മുഴുവനായിട്ടുള്ള നന്മ കാണാൻ കഴിയില്ല.
നബിയെ, എന്തുകൊണ്ടാണ് ആ ഷർറിന് ശേഷം വരാനുള്ള നന്മ, ആ നന്മ മുഴുവനായും നന്മയാവാതെ പോകാൻ കാരണം എന്താണ്? ഖാല ഖൗമുൻ, ഒരു വിഭാഗം ആളുകൾ വരും, യഹ്ദൂന ബിഗൈരി ഹദീ, ഞാൻ കൊണ്ടുവന്ന എന്റെ സുന്നത്തനുസരിച്ചായിരിക്കുകയില്ല അവർ ജീവിക്കുന്നത്. തഅരിഫു മിൻഹും വതുൻകിറു, അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നന്മയാണ്, എന്നാൽ ചില കാര്യങ്ങൾ തിന്മയാണ്. ഖുൽതു, ഞാൻ ചോദിച്ചു നബിയെ, ഫഹൽ ബഅദ ദാലികൽ ഖൈരി മിൻ ശർറിൻ, ആ നന്മക്ക് ശേഷം അത് കുറവാണെങ്കിലും അതിന് ശേഷം പിന്നെ ഷർറ് വരുന്നുണ്ടോ? ഖാല നഅം, ഉണ്ട്. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, അത് നമ്മുടെ ഈ കാലമാണ്. ദുആത്തുൻ ഇലാ അബ്വാബി ജഹന്നം, നരകത്തിന്റെ വാതിലിലേക്ക് വിളിക്കുന്ന ചില ആളുകൾ. അവരെ വിളിക്കുന്നു, ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൂടിക്കോ. നിരീശ്വരവാദത്തിന്റെ ഗ്രൂപ്പാണ്. ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൂടിക്കോ, ഒരു പടച്ചോനില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാണ്. ഞങ്ങൾ ചോദിച്ചു, ഈശ്വരവാദവും യുക്തിവാദവും പറയുന്നവരിലേക്ക് നീ പോകല്ലേ. ഇൽസം ജമാഅത്തുൽ മുസ്ലിമീൻ വ ഇമാമഹും, അവരുടെ ഇമാമിനെ, നേതാവിനെ നിങ്ങൾ അംഗീകരിക്കണം. ഖുൽതു, നബിയേ, ഫഇല്ലം യകുൽ ലഹും ജമാഅത്തുൻ വലാ ഇമാം, ഒരു മുസ്ലിം സംഘമോ അവരുടെ ഇമാമോ ഇല്ലാത്ത കാലമാണെങ്കിൽ, ഖാല ഫഅതസിൽ തിൽകൽ ഫിറഖ്, ആ സംഘത്തിന്റെ കൂടെ നീ കൂടല്ല, അവിടെ നീ എക്സിറ്റ് ചെയ്യ്, അവരുടെ ഗ്രൂപ്പിൽ നിന്ന് നീ എക്സിറ്റ് ചെയ്യ്. ഫഅതസിൽ തിൽകൽ ഫിറഖ കുല്ലഹാ, ഈ എല്ലാ ചെറുതും വലുതുമായ നിരീശ്വര യുക്തിവാദ ചിന്തകളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണേ. വലൗ അൻ തഅല്ല ബി അസ്ലി ഷജറത്തിൻ, ഒരു വൃക്ഷത്തിന്റെ വേരിൽ കടിച്ചു പിടിച്ച്, ഹത്താ യുദ്രികൽ മൗതു, മരണം വരുന്നവരെ ഒരു മരത്തിന്റെ വേരിൽ കടിച്ചു പിടിച്ചു നിന്നാലെങ്കിലും നീ പിടിച്ചു നിൽക്കണേ. വ അൻത അലാ ദാലിക, അങ്ങനെ മരിച്ചാൽ തന്നെയും ഈ വിഭാഗത്തിന്റെ കൂടെ കൂടരുതേ എന്ന് റസൂലുള്ളാഹി തങ്ങൾ എന്നോട് പറഞ്ഞു എന്ന് മഹാനായ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസ്. ഇത് നമ്മുടെ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ഫിത്നകളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച പോലെ ഇസ്ലാമിന്റെ ഷിആറുകളെ അതിന്റെ അഹ്ലുകാരിൽ നിന്ന്, ഉലമായിൽ നിന്ന് ചോദിച്ച് പഠിക്കുകയും അവരെ കണ്ടു മനസ്സിലാക്കുകയും ഇസ്ലാമിക പ്രമാണങ്ങളെ മനസ്സിലാക്കിയ പണ്ഡിതന്മാരിൽ നിന്ന് മാത്രം ദീനിനെ പഠിക്കുകയും ചെയ്യുക. ഇസ്ലാം അറിഞ്ഞിരുന്നുവെങ്കിൽ ഇവരാരും ഇതിനെ തെറ്റിദ്ധരിക്കില്ല. ഖുർആൻ എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഖുർആന്റെ വില അവർക്ക് മനസ്സിലായില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ആഗ്രഹമുണ്ട്. സത്താർ സാഹിബ് പോയ സംസാരിക്കുകയായിരുന്നു. ഒരുപാട് നിരീശ്വരവാദത്തിന്റെ പ്രവാഹം നമ്മുടെ ഓൺലൈനുകളിൽ കണ്ടു തുടങ്ങിയപ്പോൾ നിസ്സാരമായ കാര്യങ്ങളാണ് ഇതൊക്കെ. ഞാൻ പറഞ്ഞു, ഒരു 10-15 ദിവസം നിരന്തരമായ ഈ വിഷയം തന്നെ ചർച്ച ചെയ്തിട്ടെങ്കിലും ഇതിനൊരു മറുപടി കൊടുക്കണം. കാരണം പൊതുജനങ്ങൾ വിചാരിക്കും, റബ്ബെ എങ്ങനെ കണ്ടോ? പച്ചയായ ആരോപണങ്ങൾ, ഒരു അടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ. അതിന്റെ മറുപടി കേട്ടാൽ തിരിയും, ഇതിനായിരുന്നു പറഞ്ഞുണ്ടാക്കിയത്. അത്രക്കും ബാലിശമായത്. അതും ഓറിയന്റലിസ്റ്റുകളായ ആളുകൾ 500-600 കൊല്ലം മുമ്പ് പഴയകാല യുക്തിവാദികൾ പറഞ്ഞു തുടങ്ങിയത്, ഓറിയന്റലിസ്റ്റുകൾ ഏറ്റുപിടിച്ചത്, അത് നമ്മുടെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത്, ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിട്ടാണ് നമ്മുടെ നെറ്റുകളിൽ ഇവർ കളിക്കുന്നത്. ഇതൊന്നും ഇവരുടെ അഭിപ്രായമല്ല. നിരീശ്വരവാദികളായ ഓറിയന്റലിസ്റ്റുകൾ പടച്ചുവിട്ട ആരോപണങ്ങളെ പച്ചയിൽ അവര് നമ്മുടെ നാടുകളിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഇതിനൊക്കെ നമ്മുടെ പണ്ഡിത ലോകം മനോഹരമായ മറുപടി കൊടുത്ത വിഷയങ്ങളാണ്. ഒരു നിലക്കും ഇസ്ലാമിനോട് ഒരു ബന്ധവുമില്ലാത്ത മനോഹരമായ ഇസ്ലാമിന്റെ സംസ്കാരത്തെ, മുത്തനബി തങ്ങളെ യുദ്ധക്കൊതിയനാണെന്നും ഇസ്ലാം പ്രചരിച്ചത് വാളുകൊണ്ടാണെന്നും അതും ഇല്ലാത്തതും പച്ചയായ ഒരുപാട് ആരോപണങ്ങൾ, ചെറുതും വലുതുമായ ഹദീസിനെ കുറിച്ചും ഹദീസിന്റെ ക്രോഡീകരണത്തെക്കുറിച്ചും ഖുർആനെ കുറിച്ചും ഖുർആന്റെ നാസിഖ മൻസൂഖിനെ സംബന്ധിച്ചും എന്താണ് ഇത് എന്ന് പോലും മനസ്സിലാക്കാതെ പരിഭാഷ വായിച്ചിട്ട് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന നമ്മുടെ നിരപരാധികളായ ചെറുപ്പക്കാരികളും പെട്ടുപോകുന്നതിൽ അതിൽ ഭയവും അതല്ലെങ്കിൽ അതോടൊപ്പം ആശങ്കയും ഉള്ളതിൻ്റെ പേരിൽ അതിനൊക്കെ ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ വരും നാളുകളിൽ നമുക്കതിൻ്റെ വ്യക്തമായ അവബോധം നമ്മുടെ യുവജനങ്ങളിൽ, ഇസ്ലാം മനസ്സിലാക്കുന്ന നമ്മുടെ സജ്ജനങ്ങളിൽ, ഇസ്ലാമിനെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു തിരുത്തനിവാര്യമായും നൽകണം. അതിനെ സംബന്ധിച്ചുള്ള പ്രോഗ്രാമുകൾ തയ്യാറ് ചെയ്യണമെന്ന് ഞാനും സത്താർ സാഹിബും അവരോട് കൂടെ ഇപ്പോൾ ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ അലവി ഉസ്താദ് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ആ വിഷയമായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും
വളരെ സിമ്പിളായ വിഷയങ്ങളാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് വലിയ സംഭവമാക്കിയിട്ട് നമ്മുടെ മീഡിയകളിൽ ഇരുന്ന് കളിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഫضലോടുകൂടെ അതിനൊക്കെ അർഹിക്കുന്ന മറുപടി എന്തോ എന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് സമുദായത്തോട് എത്തിച്ചു കൊടുക്കണം. അതിന് അള്ളാഹുവിൻ്റെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യണേ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വലിയ ഫിത്നകളിലൂടെയാണ് ഉമ്മത്ത് കടന്നു പോകുന്നത്. യുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറ. ഇന്ന് വൈകുന്നേരം മുസ്ലിമാൻ, നാളെ നേരം വെളുക്കുമ്പോൾ കാഫിറാകുന്നു. രാത്രി ഏതൊരു വീഡിയോ കണ്ടതാണ്. രാവിലെ മുസ്ലിമാൻ, വൈകുന്നേരമായപ്പോഴേക്കും നിരീശ്വരവാദിയായി പോയി. എൻ്റെ ഇടയ്ക്ക് എന്തോ ഒരു ക്ലിപ്പ് കിട്ടിയതാണ്. ഇങ്ങനെ ആകുന്ന ഒരു കാലം വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ഈ ദീൻ സുശക്തമാണ്, ഇത് റബ്ബാനിയായതാണ്. ഖുർആനിന്റെ ഇജാസും ഖുർആൻ എന്തുകൊണ്ട് അത്ഭുതമാണ് എന്ന് മനസ്സിലാക്കിയാൽ അവസാനിക്കുന്നതുള്ളത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിയിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ ദുആ ഇതിലേക്ക്